ഹലോ മക്കളെ, കേൾക്കുന്നുണ്ടോ? 1 സെക്കൻഡ്, ലെറ്റ് മീ ഇതിൻ്റെ സൗണ്ട് അങ്ങനെ ഒഴിവാക്കും. എൻ്റെ ഇത് കേൾക്കുന്നുണ്ടോ? ചെറിയ പ്രശ്നം വെച്ചാൽ നമ്മൾ ലൈവ് പോകുന്ന സമയത്ത് ചെറിയൊരു ടൈം ഗ്യാപ്പ് ഉണ്ടാവും തോന്നുന്നുണ്ട്. അതൊരു പ്രശ്നം തന്നെയാണ്. ഹലോ, അതൊരു പ്രശ്നം തന്നെയാണ്. ഹലോ, കേൾക്കുന്നുണ്ടല്ലേ? നിങ്ങളുടെ ചാറ്റിൽ പറയാം, ഞാൻ ചാറ്റിൽ കാണും. സോ one second, okay. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യല്ലേ? എനിക്ക് നിങ്ങൾ പറയുന്നത് കേൾക്കുന്നില്ലല്ലോ. ഹലോ, ആരെങ്കിലും എന്തെങ്കിലും ഇപ്പോൾ കമൻറ്റ് ചെയ്യൂ. ഇത് ക്ലിയർ ആണോ? വോയിസ് ചെറിയൊരു എന്താ പറയുക, സിങ്കിങ്ങിൻ്റെ ഇഷ്യൂ ഉണ്ട് അല്ലേ? കുഴപ്പമില്ല, നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യാൻ, ഞാനിതിൻ്റെ ടെക്നിക്ക് പഠിച്ചിരുന്നുള്ളൂ. അപ്പോൾ വോയിസും അതുപോലെ തന്നെ സ്ക്രീനും ക്ലിയർ ആണെങ്കിൽ ഒന്ന് ഒരു സെറ്റാണെന്ന് പറയാം കേട്ടോ. വോയിസും ക്ലിയർ ആണോ? ഓക്കെ, സോറി, ഞാൻ എപ്പോഴാണ് താഴെ കാണുന്നത്. ഓക്കെ, ബൈ. അപ്പോൾ ഏതായാലും നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. സോ നൗ ലിസൺ, നമ്മൾ എന്തൊക്കെയാണ് പ്ലാൻ ചെയ്യുന്നത് ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ പ്ലാൻ ചെയ്യുന്നത് ഇത്രയും ചാപ്റ്റേഴ്സാണ് നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ രജിസ്ട്രേഷൻ മുതൽ നമ്മളുടെ അഡ്വാൻസ് റൂളിംഗ്, അപ്പീൽ, ഡിമാൻഡ്, അങ്ങനെ എല്ലാ ഫൈനൽ ടോപ്പിക്സ് നമ്മൾ കവർ ചെയ്യാൻ പോകുന്നുണ്ട്. എക്സെപ്റ്റ് കസ്റ്റംസിൽ സൂപ്പർ 20 ക്വസ്റ്റ്യൻസിൽ ഉൾപ്പെടുത്തേണ്ട ക്വസ്റ്റ്യൻസ് ഒന്നും കസ്റ്റംസിലില്ല. അപ്പോൾ അതുകൊണ്ട് അങ്ങോട്ട് ഞാൻ പോകുന്നില്ല. അപ്പോൾ പിന്നെ റെഡി. അപ്പോൾ എൻ്റെ വോയിസ് സിങ്ക് ചെയ്യുന്നത് ചെറിയൊരു ഇഷ്യൂ ഉണ്ടാവും തോന്നുന്നുണ്ട്. എനിക്ക് കണ്ടങ്ങനെ ഒരു ഫീലിംഗ് ഉണ്ട്. അത് നിങ്ങളൊന്ന് ഫോർ ദ ടൈം ബീങ് ഒന്ന് നിങ്ങൾ എൻ്റെ എന്താണ് അങ്ങോട്ട് നോക്കണ്ട, നിങ്ങൾ സ്ക്രീനിലേക്ക് നോക്കിയാൽ മതി. റെഡി, ഓക്കെ. അപ്പോൾ ഇനി ലിസൺ. അപ്പോൾ നമ്മളുടെ ഇതിലേക്ക് ഡിസ്കഷനിലേക്ക് വരാം. നമ്മൾ വിതൗട്ട് ഫർദർ ഡിലേ നമുക്ക് ഡയറക്റ്റ്ലി നമ്മളുടെ ടോപ്പിക്കിലേക്ക് കിടക്കാം. അപ്പോൾ ഇത് നിങ്ങളുടെ കൈവശം ഇതുണ്ടെങ്കിൽ ബെറ്റർ, അല്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് സ്ക്രീൻ നോക്കുക. ഞാൻ എടുക്കുന്നത് IDT ബൂസ്റ്റർ ആയിരിക്കും. IDT ബൂസ്റ്റർ ആരുടെ കയ്യിൽ ഉണ്ടാവില്ല, കാരണം അത് പബ്ലിഷ് ചെയ്തിട്ടില്ല. ഞാൻ ഒരു 1 or 2 days കൊണ്ട് പബ്ലിഷ് ചെയ്യാൻ പോകുന്നേ ഉള്ളൂ.
അപ്പോൾ IDT ബൂസ്റ്റർ ആരുടെ കയ്യിൽ ഉണ്ടാവില്ല. അപ്പോൾ അത് പിന്നെ വേണ്ട. ഓക്കെ, പിന്നെ നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവേണ്ട സംഭവം എന്ന് വെച്ചാൽ, അല്ലെങ്കിൽ നിങ്ങൾ ഏത് ബുക്കാണ് ഫോളോ ചെയ്യുന്നത് ആ ബുക്ക്, എൻ്റെ ബുക്കാണെങ്കിൽ ആ ബുക്ക് ഏത് എഡിഷൻ എന്ന് വെച്ചാൽ ഏത് എഡിഷനാണ്? ഇറ്റ് ഈസ് CMA Final 12th എഡിഷൻ. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് വേണ്ടത് ക്വസ്റ്റ്യൻ ബാങ്ക്. ഓക്കെ, ക്വസ്റ്റ്യൻ ബാങ്ക്. ഈ ക്വസ്റ്റ്യൻ ബാങ്കിൽ ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമ്മൾ മെയിനായിട്ട് വർക്കൗട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ അതിലേറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസാണ് ഞാൻ, അതും 12th എഡിഷനാണ്, ഏറ്റവും ഇഷ്ടപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസാണ് ഞാൻ സെലക്ട് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഫൈൻ. അപ്പോൾ ഫൈൻ, ലിസൺ. അപ്പോൾ ഏതായാലും നമുക്ക് ഡയറക്റ്റ്ലി വിൽ ഗെറ്റ് ഇൻ ദ ഡിസ്കഷൻ. അപ്പോൾ ഞാൻ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് രജിസ്റ്റർ. അപ്പോൾ നിങ്ങൾ നിർബന്ധമായിട്ട് എന്ത് ചെയ്യുന്നത് വെച്ചാൽ വീഡിയോ ഫുള്ളായിട്ട് കാണാം. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കണ്ടിട്ട് എന്ത് ചെയ്യുന്നത് വെച്ചാൽ നിങ്ങളുടെ എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാം. പിന്നെ ഇതിൻ്റെ റെക്കോർഡിങ്സ് നമ്മളിതിലുണ്ടാവും. ഓക്കെ, അപ്പോൾ റെക്കോർഡിങ്സ് ഞാൻ സജസ്റ്റ് ചെയ്യും എല്ലാവരും ലൈവായിട്ട് തന്നെ അറ്റൻഡ് ചെയ്യാം. കാരണം എനിക്കും അതായിരിക്കും ഒന്നും കൂടെ എന്താ പറയുക ഒരു ബൂസ്റ്റിംഗ് കിട്ടുക. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ മറ്റേ നമ്മളിത് പറയുന്നത് ഫയറും ഇതൊക്കെ ഇട്ടിട്ട് എന്ത് ചെയ്യാം, ഇമോജീസ് ഒക്കെ ഇട്ടിട്ട് എന്നെയും ബൂസ്റ്റ് ചെയ്യിപ്പിക്കാം അല്ലേ? അതാണ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ. ഫൈൻ, ഓക്കെ, മനസ്സിലായില്ലെന്ന് പറയാം. ഓക്കെ, ഓപ്പണായിട്ട് പറയാം. അപ്പോൾ ഏതായാലും നമുക്ക് ഞാൻ ഫസ്റ്റ് തന്നെ സിമ്പിൾ ക്വസ്റ്റ്യൻസ് ചെയ്തിട്ട് നമുക്ക് തുടങ്ങണ്ട, അപ്പോൾ രസം ഉണ്ടാവില്ല അല്ലേ? അപ്പോൾ നമുക്ക് എന്താണെന്ന് വെച്ചാൽ കുറച്ച് അഡ്വാൻസ് ലെവൽ ക്വസ്റ്റ്യൻ ആദ്യം ചെയ്യാം, പിന്നെ സിമ്പിളിലേക്ക് വരാം, പിന്നെ അഡ്വാൻസിലേക്ക് പോകാം. അങ്ങനെയാണ് ഞാൻ പ്ലാൻ ചെയ്യുന്നത്. അത് സ്റ്റാർട്ടിങ് തന്നെ നിങ്ങൾക്ക് ഒരു ഇംപ്രഷൻ പോകും, ഈ ചങ്ങായി സിമ്പിൾ ക്വസ്റ്റ്യൻ ചെയ്യാൻ പോകുന്നത്. സിമ്പിളല്ല, പക്ഷെ എന്നാലും നമ്മൾ എന്താ പറയുക അതിലേക്ക് വരുന്നില്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഫസ്റ്റ് ടൈം ഡൂയിങ് ദ ക്വസ്റ്റ്യൻ ഓൺ ഏതാണ് ITസിലെ ക്വസ്റ്റ്യൻ എടുക്കാം നമുക്ക് ഫസ്റ്റ് അല്ലേ? അതാണ് നമുക്ക് ഫസ്റ്റായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ITസിൽ തുടങ്ങാം. അപ്പോൾ ഐ തിങ്ക് ദാറ്റ് വിൽ ബി ബെറ്റർ. ഓക്കെ, അപ്പോൾ ITC ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ആദ്യമായിട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ITC ക്വസ്റ്റ്യനിൽ ഞാൻ പ്ലാൻ ചെയ്തത് 179 and 180. അപ്പോൾ നമുക്ക് നോക്കാം 179 and 180 ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. റെഡി? അപ്പോൾ ലെറ്റ് മീ ടേക്ക് ദാറ്റ്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ക്വസ്റ്റ്യൻ ബാങ്ക് ഉണ്ടെങ്കിൽ അതെടുക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ റെക്കോർഡ് ക്ലാസ്സസിൽ ചെയ്ത ക്വസ്റ്റ്യൻസ് ആയിരിക്കും ചില ക്വസ്റ്റ്യൻസ് ഒക്കെ. പക്ഷെ അപ്പോൾ നിങ്ങൾ ഒരു ലൈവായിട്ടുള്ള ഇതിലല്ല കേട്ടിട്ടുണ്ടാവുക. ഇപ്പം നിങ്ങൾക്കൊരു എന്താ പറയുക ഒരു ക്ലാസ് കേൾക്കുന്ന രീതിയിൽ ഫീൽ ചെയ്യും. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യുന്നത് വെച്ചാൽ റെക്കോർഡ് ക്ലാസ്സസിൽ ഓൾറെഡി കേട്ട ആളുകൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഇത് ഫുള്ളായിട്ട് കാണാം കേട്ടോ. ഓക്കെ, അപ്പോൾ ITC ചാപ്റ്ററിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഞാൻ കൊടുത്തിട്ടുണ്ട്. പക്ഷേ എല്ലാ ക്വസ്റ്റ്യൻസും നമുക്ക് വർക്കൗട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. സൂപ്പർ 20 ക്വസ്റ്റ്യൻസിൽ ഉൾപ്പെടുത്തേണ്ട ക്വസ്റ്റ്യൻസ് ഒക്കെ അത്രത്തോളം ഇല്ല. അപ്പോൾ ഞാൻ ഇതിൽ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ റൂൾ 42 ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. റൂൾ 42 നിങ്ങൾക്ക് എല്ലാവർക്കും എന്താണ് റൂൾ 42 അറിയുന്നുണ്ടോ? അപ്പോൾ പിന്നെ റൂൾ 42 എന്താണ്? അപ്പോർഷൻമെൻറ്റ് ചെയ്യുന്ന ഒരു പരിപാടിയാണ് റൂൾ 42. അപ്പോൾ ഈ റൂൾ 42 പഠിക്കുന്നതിന് മുമ്പ് ഒരു കാര്യം നിങ്ങൾ ഫസ്റ്റ് ഓക്കെ അതിൽ 179 ആണ് ഞാൻ ഫസ്റ്റ് ചെയ്യാൻ പോകുന്നത് 179. അപ്പോൾ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ബിഫോർ ദാറ്റ് ഞാനിതിൻ്റെ ഒരു പോർഷൻ കൂടി ഇമ്പോർട്ട് ചെയ്യട്ടെ കേട്ടോ. 1 സെക്കൻഡ്. സോറി ബഡീസ്. കാരണം ആൻസറും കൂടെ നിങ്ങൾക്ക് അവിടെ കാണിച്ചു തന്നാൽ, അല്ലെങ്കിൽ ഞാൻ ഓരോന്നും ഇങ്ങനെ ഫുൾ എഴുതി കുത്തിരുന്ന് കഴിഞ്ഞാൽ സമയം ഒരുപാട് പോകും. ഓക്കെ, ലിസൺ. അപ്പോൾ 179 ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് അല്ലേ? ഓക്കെ, സോ ലിസൺ. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ്റെ മുമ്പ് ചെറുതായിട്ട് ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് വെച്ചാൽ ഇതൊരു റൂൾ 42 ക്വസ്റ്റ്യൻ ആണ്. റൂൾ 42 ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ റൂൾ 42 എന്താ പറയുന്നത് വെച്ചാൽ ഇപ്പോൾ നമ്മൾ ഒരു ഇൻപുട്ട് വാങ്ങണം. ഓക്കെ, വി ആർ ആക്ച്വലി പർച്ചേസിങ് ആൻ ഇൻപുട്ട്. ഈ ഇൻപുട്ടിൻ്റെ മേലെ നമ്മൾ എന്ത് ചെയ്തു, ഒരു 18,000 rupees GST കൊടുത്തു വിചാരിക്കാം. 18,000 rupees GST കൊടുത്തു. ആൻഡ് വിത്ത് ദിസ് ഇൻപുട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, 2 പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യണം. ഓക്കെ, വൺ ഈസ് ടാക്സബിൾ സപ്ലൈ ആൻഡ് എക്സംപ്റ്റഡ് സപ്ലൈ. അപ്പോൾ എക്സംപ്റ്റഡ് സപ്ലൈക്ക് നമ്മൾ വേണ്ടി യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഈ ഇൻപുട്ട് നമ്മൾ എന്ത് ചെയ്യണം, വി ഹാവ് ടു അപ്പോർഷൻ 18,000 നമ്മൾ എന്ത് ചെയ്യണം, അപ്പോർഷൻ ചെയ്യണം. ആ അപ്പോർഷൻ ചെയ്യണം എങ്ങനെയാണെന്നാണ് നമ്മൾ റൂൾ 42 നമ്മളോട് പഠിപ്പിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് ബേസിക്കലി നമ്മൾ ചെയ്യാൻ പോകുന്നത്. അതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ മനസ്സിലാക്കുന്നത് വാട്ട് ഈസ് എ എക്സംപ്റ്റഡ് സപ്ലൈ ഡെഫിനിഷൻ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം 2 Clause 47 എന്നുള്ളൊരു സെക്ഷൻ ഉണ്ട്. അതിൽ പറയുന്നുണ്ട് എന്താണ് എക്സംപ്റ്റഡ് സപ്ലൈ. അപ്പോൾ ഞാനൊരു കാര്യം ചെയ്യാം, നിങ്ങൾക്കത് കാണിച്ചു തരാം എന്താണ് ഈ സംഭവം നമുക്ക് നോക്കാം. ലിസൺ കെയർഫുള്ളി. ഓക്കെ, അപ്പോൾ ITC ചാപ്റ്ററിലേക്ക് വരുന്ന സമയത്ത് ITC ചാപ്റ്ററിൽ ഞാൻ ആ ഒരു കമ്പാരിസൺ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ലിസൺ, ശ്രദ്ധിക്കാം. അതായത് എക്സംപ്റ്റഡ് സപ്ലൈ എന്ന് പറഞ്ഞാൽ
നമുക്കറിയാം ദർ ഇസ് എ നോർമൽ ഡെഫിനിഷൻ എന്ന് വെച്ചാൽ 2 clause 47. ഓക്കെ, അപ്പോൾ അതിൽ പറയുന്നുണ്ട് ഇറ്റ് ഇൻക്ലൂഡ്സ് നോട്ടിഫൈഡ് എക്സംപ്റ്റഡ് സപ്ലൈ എന്ന് വെച്ചാൽ നമ്മൾ എക്സംഷൻ ചാപ്റ്ററിൽ നമ്മൾ പഠിച്ച എക്സംഷൻസ്. ഓക്കെ, പിന്നെ നിൽ റേറ്റഡ് സപ്ലൈ ആൻഡ് നോൺ ടാക്സബിൾ സപ്ലൈ, ഇതൊക്കെയാണ് നോർമൽ ഡെഫിനിഷൻ. പക്ഷേ ഫോർ ദ പർപ്പസ് ഓഫ് റൂൾ 40 to 43 നമ്മൾ എന്ത് മനസ്സിലാക്കുന്ന വെച്ചാൽ ഈ നോർമൽ ഡെഫിനിഷൻ്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യണം, RCM സപ്ലൈ, സെയിൽ ഓഫ് സെക്യൂരിറ്റി അതിൻ്റെ 1%, സെയിൽ ഓഫ് ലാൻഡ് അല്ലേ, സപ്ലൈ വെയർ ഹൗസിൻ്റെ ഗുഡ്സ്, അങ്ങനത്തെ കാര്യങ്ങൾ ആഡ് ചെയ്യണം. പിന്നെ 2 കാര്യങ്ങൾ മൈനസ് ചെയ്യും, ഇൻട്രസ്റ്റ് ഓൺ ലോൺ ആൻഡ് ഡ്യൂട്ടി ക്രെഡിറ്റ് സ്ക്രിപ്റ്റ്സ്. ഈ പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ മൈനസ് ചെയ്യണം. ഇതൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അതിൽ ഡീറ്റെയിൽ ആയിട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യാൻ സമയം ഉണ്ടാവില്ല. അപ്പോൾ ഏതായാലും ഈ ഒരു സംഭവം നിങ്ങൾ ആദ്യം മനസ്സിലാക്കിയിരിക്കണം. അപ്പോൾ ക്വസ്റ്റ്യൻ പറയാണ്, മിസ്റ്റർ രാജേഷ് സുരാന ഹാസ് പ്രൊപ്പറേറ്റർഷിപ്പ് ഫേം ഇൻ ദ നെയിം ഓഫ് സുരാന ആൻഡ് സൺസ് ഇൻ ദ ജയ്പൂർ. ദ ഫേം രജിസ്റ്റേർഡ് അണ്ടർ GST in the state of Rajasthan manufactures 3 taxable products. ശ്രദ്ധിക്കണം, 3 taxable products MNO. അപ്പോൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഈ N എന്നുള്ള പ്രൊഡക്റ്റിൻ്റെ കേസിൽ റിവേഴ്സ് ചാർജിലാണ് GST അടയ്ക്കേണ്ടത്. ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ 3 പ്രൊഡക്റ്റും ടാക്സബിൾ സപ്ലൈ തന്നെയാണ്, 3 പ്രൊഡക്റ്റും. പക്ഷെ എന്താ പ്രശ്നം വെച്ചാൽ അതിൽ N എന്നുള്ള പ്രൊഡക്റ്റിൻ്റെ മേലെ GST അടയ്ക്കേണ്ട റെസിപ്പിയൻ്റ് ആണ്. അപ്പോൾ എന്താ സംഭവിക്കുക, ഞാൻ ഈ കാണിക്കുന്ന ഡെഫിനിഷൻ പ്രകാരം നമ്മളുടെ ഒരു പ്രൊഡക്റ്റ് RCM സപ്ലൈ ആണെങ്കിൽ ഫോർ ദ പർപ്പസ് ഓഫ് റൂൾ 42 നമ്മൾ എന്ത് ചെയ്യണം, അതിന് എക്സംപ്റ്റഡ് സപ്ലൈ ആയിട്ട് കണക്കാക്കണം. അപ്പോൾ എന്താ സംഭവിക്കുക, നമ്മുടെ സപ്ലൈ ടാക്സബിൾ സപ്ലൈ ഉണ്ടാവും, എക്സംപ്റ്റഡ് സപ്ലൈ ഉണ്ടാവും. അപ്പോൾ എക്സംപ്റ്റഡ് സപ്ലൈ വരുന്ന സമയത്ത് എന്ത് ചെയ്യണം, വി ഹാവ് ടു അപ്പോർഷൻ അല്ലേ, അതാണ് നമ്മളുടെ പ്രശ്നം. ഓക്കെ, സോ ലിസൺ. അപ്പോൾ ഏതായാലും ലിസൺ കെയർഫുള്ളി. അപ്പോൾ പറയാണ് അവർ ടേൺ ഓവർ ഓഫ് M ഉണ്ട്, N ഉണ്ട്, O ഉണ്ട്, പിന്നെ എക്സ്പോർട്ട് അല്ലേ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടാവും, നമ്മൾ എക്സ്പോർട്ട് ഇമ്പോർട്ട് ചാപ്റ്റർ പഠിച്ചിട്ടുണ്ട്. ദർ ആർ 2 types ഓഫ് എക്സ്പോർട്ട്സ്. ഒന്ന് നമുക്ക് അണ്ടർ LUT നമുക്ക് എക്സ്പോർട്ട് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഓൺ പേയ്മെൻറ്റ് ഓഫ് GST നമുക്ക് എക്സ്പോർട്ട് ചെയ്യാം. അപ്പോൾ വിത്ത് പേയ്മെൻറ്റ് ഓഫ് GST ഉണ്ട് ആൻഡ് LUT ഉണ്ട് കേട്ടോ. പിന്നെ കൺസൾട്ടൻറ്റ് സർവീസ് പ്രൊവൈഡ് ടു ഇൻഡിപെൻഡൻറ്റ് ക്ലയൻസ് ലൊക്കേറ്റഡ് ഇൻ ഫോറിൻ കൺട്രീസ് അണ്ടർ LUT. ഓക്കെ, പിന്നെ അതുപോലെ സെയിൽ ഓഫ് ബിൽഡിംഗ്. എന്തിനാണ് സെയിൽ ഓഫ് ബിൽഡിംഗ് തന്നിട്ടുള്ളത്? എഗെയിൻ ഈ ഡെഫിനിഷൻ ചെക്ക് ചെയ്യാണ്. നിങ്ങൾക്ക് ആ ഡെഫിനിഷൻ പഠിച്ചിട്ടുണ്ടോ? അതായത് ബിൽഡിങ്ങിൻ്റെ കേസിൽ അതിൻ്റെ സ്റ്റാമ്പ് വാല്യൂ നമ്മൾ എന്ത് ചെയ്യണം, എക്സംപ്റ്റഡ് സപ്ലൈ ആയിട്ട് കണക്കാക്കണം. ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. പിന്നെ ഇൻട്രസ്റ്റ് ഫ്രം ബാങ്ക്, ദിസ് ആൾസോ വെരി ഇമ്പോർട്ടൻറ്റ്. കാരണം ഇത് എന്താ സംഭവം എന്ന് വെച്ചാൽ ഈ ഇൻട്രസ്റ്റ് ഫ്രം ബാങ്ക് ആക്ച്വലി എക്സംപ്റ്റഡ് സപ്ലൈ ആണ്. നിങ്ങൾ ഇഫ് യു റീഡ് ദ നോട്ടിഫിക്കേഷൻ നമ്പർ 12/2017 അത് എക്സംപ്റ്റഡ് സപ്ലൈ ആണ്. പക്ഷേ ഫോർ ദ പർപ്പസ് ഓഫ് റൂൾ 40 എന്തായിട്ട് കണക്കാക്കില്ല, അത് എക്സംപ്റ്റഡ് സപ്ലൈ ആയിട്ട് കണക്കാക്കില്ല. പിന്നെ സെയിൽ ഓഫ് ഷെയർസ് മീൻസ് എന്താണ്, സെക്യൂരിറ്റി ആണ്. എഗെയിൻ അത് നമ്മളുടെ ഈ പ്രശ്നം വരുന്നുണ്ട്, സെക്യൂരിറ്റി അല്ലേ, സെയിൽ ഓഫ് സെക്യൂരിറ്റിയും എക്സംപ്റ്റഡ് സപ്ലൈ ആയിട്ട് കണക്കാക്കും. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ലീഗൽ സർവീസ് റിസീവ്ഡ് അഡ്വക്കേറ്റ് ഇൻ റിലേഷൻ ടു പ്രൊഡക്റ്റ് M, ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, ഇൻ റിലേഷൻ ടു പ്രൊഡക്റ്റ് M ഇങ്ങനെ പറഞ്ഞില്ലായിരുന്നെങ്കിൽ നമ്മൾ അതും അപ്പോഷൻ ചെയ്യണമായിരുന്നു. പക്ഷേ അത് പ്രൊഡക്റ്റ് M എന്ന് വെച്ചാൽ ടാക്സബിൾ സപ്ലൈ ആണ്, അപ്പോൾ അപ്പോഷൻ ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ കോമൺ ഇൻപുട്ട് സർവീസ് തന്നിട്ടുണ്ട്, അത് എന്താണ്, ഇൻപുട്ട് 35 lakh ഇൻപുട്ട് സർവീസ് തന്നിട്ടുണ്ട്. പിന്നെ വിത്ത് ഹെൽപ്പ് ഓഫ് ഇൻഫർമേഷൻ യു ഹാവ് ടു ഫൈൻഡ് ദ നെറ്റ് GST ലയബിലിറ്റി. അപ്പോൾ അതിൻ്റെ പെർസെൻറ്റേജ്, ഗുഡ്സിൻ്റെ പെർസെൻറ്റേജ് 12 ആണ്, സർവീസിൻ്റെ 18 ആണ്. ഇതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ ആർക്ക് ചോദിക്കുന്നത്, നമ്മളുടെ എന്താ പറയുക, PDF ആയിട്ട് കിട്ടില്ല, നിങ്ങൾക്ക് ബുക്സ് ആയിട്ട് ബേസിക്കലി അത് അവൈലബിൾ ആണ്, PDF ഇല്ല കേട്ടോ. അപ്പോൾ നിങ്ങൾ പറ്റുകയാണെങ്കിൽ ഒന്ന് സ്ക്രീൻഷോട്ട് എടുക്കുക, എന്നിട്ട് എന്ത് ചെയ്യാമെന്ന് വെച്ചാൽ ഒന്ന് കാണാൻ ശ്രമിക്കാം. ഓക്കെ, ഫൈൻ. Now listen carefully. Ready? അപ്പോൾ എങ്ങനെ ചെയ്യുന്നത് വെച്ചാൽ ഞാൻ എന്ത് ചെയ്യാം, ഇതിൻ്റെ ആൻസറും കൂടെ ഒരുമിച്ച് കാണിക്കാം. അല്ലെങ്കിൽ എന്താ പ്രശ്നം വെച്ചാൽ നമുക്ക് ഒരുപാട് ടൈം എടുക്കും അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ ആദ്യം വർക്ക് നോട്ട് ചെയ്യാം, GST ഓൺ ഔട്ട്വാർഡ് സപ്ലൈ. ഇതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ലിസൺ കെയർഫുള്ളി. ഫസ്റ്റ് വൺ ടേൺ ഓവർ ഓഫ് M അല്ലേ. ടേൺ ഓവർ ഓഫ് M ഒക്കെ എന്താ വെച്ചാൽ ബേസിക്കലി നോർമൽ ടാക്സബിൾ സപ്ലൈ ആണ്. അപ്പോൾ ഗുഡ്സ് ആണ്, ഗുഡ്സിൻ്റെ പെർസെൻറ്റേജ് 12% ആണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, സാധാരണ പോലെ 12% ആണ്. അപ്പോൾ GST 1,68,000 ചെയ്യുക. പിന്നെ നെക്സ്റ്റ് വൺ എന്താണ്, എന്നിൻ്റെ കേസാണ് അല്ലേ. ഓക്കെ, ശ്രദ്ധിക്കുക, എന്നിൻ്റെ കേസ് എന്താണെന്ന് വെച്ചാൽ N എന്താണ്, നമ്മൾ നേരത്തെ കണ്ടു, N ഈസ് പേബിൾ അണ്ടർ റിവേഴ്സ് ചാർജ്. അപ്പോൾ റിവേഴ്സ് ചാർജ് ആകുമ്പോൾ ആരാ GST അടയ്ക്കുക, നമ്മൾ റെസിപ്പിയൻ്റ് ആണ്. അപ്പോൾ നമ്മൾ GST അടയ്ക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മളുടെ GST കൂടുതൽ 0 ആണ്. അതുകൊണ്ടാണ് റൂൾ 40 പറഞ്ഞാൽ അതിന് എക്സംപ്റ്റഡ് സപ്ലൈ ആയിട്ട് കണക്കാക്കണം എന്ന് പറയാൻ കാരണം. ഓക്കെ, പിന്നെ ടേൺ ഓവർ ഓഫ് O നോർമൽ ചെയ്യുന്ന പോലെ തന്നെ എന്ത് ചെയ്യുക, അതും നമ്മൾ GST കണ്ടെത്തുക. ഓക്കെ, അപ്പോൾ NO കഴിഞ്ഞു. ഇനി നമുക്കറിയാം എക്സ്പോർട്ട്. ഒരു കാര്യം നിങ്ങൾ പഠിച്ചതായിരിക്കും, എന്നാലും ഫൈനൽ സ്റ്റുഡൻസിന് പറയേണ്ട ആവശ്യമില്ല. എന്നാലും പല ആളുകൾ മിസ്റ്റേക്ക് വരുത്താറുണ്ട്. എക്സ്പോർട്ട് എന്ന് കേൾക്കുമ്പോഴേ നമ്മൾ എന്താ വിചാരിക്കുക, അതിന് GST ഉണ്ടാവില്ല എന്ന് വിചാരിക്കും. അത് തെറ്റാണ്. എക്സ്പോർട്ട് 2 രീതിയിൽ ചെയ്യാൻ പറ്റും. ഒന്ന് വിത്ത് പേയ്മെൻറ്റ് ഓഫ് GST, ഒന്ന് അണ്ടർ LUT. അപ്പോൾ ഇത് വിത്ത് പേയ്മെൻറ്റ് ഓഫ് GST ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, അതിൻ്റെ എമൗണ്ട് നമ്മൾ അതുപോലെ തന്നെ എഴുതണം അല്ലേ. അപ്പോൾ വിത്ത് പേയ്മെൻറ്റ് ഓഫ് GST നമ്മൾ 30,000 അത് എഴുതുക. പിന്നെ എക്സ്പോർട്ട് ഓഫ് O അണ്ടർ LUT, അത് എന്താണ്, GST ഉണ്ടാവില്ല, കാരണം അണ്ടർ LUT ആണ്. അപ്പോൾ അവിടെ GST ഉണ്ടാവില്ല. ഇനി അതുപോലെ തന്നെ കൺസൾട്ടൻസി സർവീസ്. ഓക്കെ, എന്താ പറയുക, കൺസൾട്ടൻസി സർവീസ് പ്രൊവൈഡ് ടു ദ ഇൻഡിപെൻഡൻറ്റ് ക്ലയൻസ്. ഓക്കെ, അപ്പോൾ എഗെയിൻ
എന്തിനാണ് ഇൻഡിപെൻഡൻറ്റ് ക്ലയൻസ് എന്താണെന്ന് എന്തിനറിയോ? there is a section called 2 Clause 6 of IGST Act. അപ്പോൾ അതിൽ പറയുന്നുണ്ട് എക്സ്പോർട്ട് ഓഫ് സർവീസ് ഡെഫിനേഷനിൽ പറയുന്നുണ്ട് ഒരു എക്സ്പോർട്ട് ഓഫ് സർവീസ് ആണെങ്കിൽ 5 കണ്ടീഷൻസ് ഉണ്ട് അല്ലേ? നമുക്കറിയാം അതിൽ എന്താണ് സപ്ലയർ ഇന്ത്യയിലായിരിക്കണം, റെസിപ്പിൻ്റെ ഔട്ട് സൈഡ് ഇന്ത്യ ആയിരിക്കണം, പ്ലേസ് ഓഫ് സപ്ലൈ ഔട്ട് സൈഡ് ഇന്ത്യ ആയിരിക്കണം, അതുപോലെ പൈസ എങ്ങനെ കിട്ടണം, ഫോറിൻ കറൻസിയിൽ കിട്ടണം അല്ലേ, എക്സെപ്റ്റ് വേറൊരു പെർമിറ്റഡ് ബൈ RBI. എവിടെയൊക്കെയാണ് RBI പെർമിറ്റ് ചെയ്തത്? ഒന്ന് നേപ്പാൾ, ഭൂട്ടാൻ, മറ്റൊന്ന് സ്പെഷ്യൽ വോസ്ട്രോ അക്കൗണ്ട്. ശ്രദ്ധിക്കണ്ടോ, സ്പെഷ്യൽ വോസ്ട്രോ അക്കൗണ്ട് അത് കഴിഞ്ഞ തവണ അമെൻമെൻ്റ് ആണ്, അതും RBI പെർമിറ്റ് ചെയ്ത ഒരു എന്താണ് സിറ്റുവേഷൻ ആണ്. പിന്നൊരു കാര്യം പറയുന്നുണ്ട്, ദ ട്രാൻസാക്ഷൻ ഷുഡ് ബി ബിറ്റ്വീൻ സെപ്പറേറ്റ് എൻറ്റിറ്റി ആയിരിക്കും. അതുകൊണ്ടാണ് ഇൻഡിപെൻഡൻറ്റ് ക്ലയൻസ് പറയാൻ കാരണം. ഓക്കെ, അപ്പോൾ അതും എക്സ്പോർട്ടാണ്. അപ്പോൾ പിന്നെ അത് LUTയിലാണ്. LUT ആകുമ്പോൾ അതിന് GST ഉണ്ടാവില്ല. ഓക്കെ ഫൈൻ, അതിന് GST ഉണ്ടാവില്ല. പിന്നെ അതുപോലെ തന്നെ നെക്സ്റ്റ് വൺ ഈസ് ഓക്കെ, അപ്പോൾ അതിനുണ്ടാവില്ല. ഇനി അടുത്തത് അപ്പോൾ കൺസൾട്ട് സർവീസ്. ഇനി നെക്സ്റ്റ് വൺ ഈസ് സെയിൽ ഓഫ് ബിൽഡിംഗ്. സെയിൽ ഓഫ് ബിൽഡിംഗ് എന്ന് പറയുമ്പോൾ അതെന്താണ്? ഷെഡ്യൂൾ 3 ഐറ്റമാണ്. ശരിക്കും എക്സംപ്റ്റഡ് സപ്ലൈ എന്നല്ല, ഷെഡ്യൂൾ 3 ഐറ്റമാണ്, സപ്ലൈ അല്ല. പക്ഷേ എന്നാൽ നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ എഴുതുക. എന്തുകൊണ്ടാണ് നമ്മൾ സെയിൽ ഓഫ് ബിൽഡിംഗ് ഇവിടെ എഴുതാൻ കാരണം എന്ന് വെച്ചാൽ അത് നമുക്ക് റൂൾ 40 ചെയ്യുന്ന സമയത്ത് അവിടെ എക്സംപ്റ്റഡ് സപ്ലൈൻ്റെ വാല്യൂ ടോട്ടൽ വാല്യൂ കണ്ടെത്താൻ വേണ്ടിയിട്ട് ഒരു എന്താ പറയുക ഇതിന് വേണ്ടിയിട്ടാണോ. അപ്പോൾ നമ്മൾ ഏതാ എടുക്കുക? സെയിൽ ഓഫ് ബിൽഡിങ്ങിൻ്റെ കേസിൽ ഏതാ എടുക്കുക? നമ്മൾ 12 lakh എല്ലാം എടുക്കുക കേട്ടോ. അതിൻ്റെ സ്റ്റാമ്പ് ഡ്യൂട്ടി വാല്യൂ കണ്ടെത്തണം. സ്റ്റാമ്പ് ഡ്യൂട്ടി 2.5 lakh ആണ്. അത് എത്ര പെർസെൻറ്റേജ് ആണ്? 2% ആണ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ എങ്ങനെ നമ്മൾ സ്റ്റാമ്പ് വാല്യൂ കണ്ടെത്തുക? 2.5 lakh ഡിവൈഡ് ബൈ 2 into 100. അപ്പോൾ നമുക്ക് സ്റ്റാമ്പ് വാല്യൂ കിട്ടും. ആ സ്റ്റാമ്പ് വാല്യൂ ആണ് നമ്മൾ ഇവിടെ എഴുതേണ്ടത്, 1,25,00,000. പിന്നെ ഇൻട്രസ്റ്റ് ഫ്രം ബാങ്ക്, വെരി വെരി ഇമ്പോർട്ടൻറ്റ്. നിങ്ങൾക്കറിയാം എന്താ ഞാൻ പറയാം, ഇൻട്രസ്റ്റ് ഫ്രം ബാങ്ക് ഈസ് ആക്ച്വലി എക്സംപ്റ്റഡ് സപ്ലൈ ആണ്. 2 Clause 47 പ്രകാരം എക്സംപ്റ്റഡ് സപ്ലൈ ആണ്. പക്ഷേ റൂൾ 42 പ്രകാരം അത് എക്സംപ്റ്റഡ് സപ്ലൈ അല്ല. അപ്പോൾ നമ്മളിപ്പോൾ ചെയ്യുന്നത് ഔട്ട്പുട്ട് ടാക്സ് കണ്ടതാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? ഇൻട്രസ്റ്റ് എഴുതുക. അതിന് GST ഉണ്ടാവില്ല, കാരണം എക്സംപ്റ്റഡ് സപ്ലൈ ആണ്. പക്ഷേ റൂൾ 40 ചെയ്യുന്ന സമയത്ത് തെറ്റിക്കരുത്. പിന്നെ സെയിൽ ഓഫ് ഷെയർസ് പറയുമ്പോൾ സെക്യൂരിറ്റിയാണ്. സെക്യൂരിറ്റി നമുക്കറിയാം നീദർ ഗുഡ്സ് നോർ സർവീസ്. അപ്പോൾ അത് സപ്ലൈ അല്ല, പക്ഷേ നമ്മളുടെ റൂൾ 42 പ്രകാരം അത് എക്സംപ്റ്റഡ് സപ്ലൈയുടെ കണക്കാക്കണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ അതിൻ്റെ എമൗണ്ട് എത്ര എടുക്കാം? അവർ പറയുന്നത് പർച്ചേസ് പ്രൈസ് 24 lakh, സെയിൽ പ്രൈസ് 2 crore 40 lakh, സെയിൽ പ്രൈസ് 2 crore 50 lakh. അതല്ല എടുക്കേണ്ടത്, അതിൻ്റെ 1%. നേരത്തെ IDT ബൂസ്റ്ററിൽ നമ്മൾ കണ്ടാണ് എത്ര എടുക്കുക? 1% അല്ലേ? 1% ആണ് നമ്മൾ എടുക്കുക. അപ്പോൾ 1 crore 25 lakhൻ്റെ 1% അതാണ് നമ്മൾ പിന്നെ എടുക്കേണ്ടത്. അപ്പോൾ സെയിൽ ഓഫ് സെക്യൂരിറ്റി 1%, അപ്പോൾ 2,50,000. പിന്നെ അതിലെന്താ എടുക്കേണ്ടത്? ഇത് പിന്നെ ഇൻവേർട്ട് സപ്ലൈ ഉണ്ടോ? ഏത് ഈ ലീഗൽ സർവീസ് ഒക്കെ ഇൻവേർട്ട് സപ്ലൈ ആണ്. അപ്പോൾ നമുക്ക് ഇപ്പം എന്ത് കിട്ടി? നമുക്ക് ഔട്ട്പുട്ട് ടാക്സ് കിട്ടി. 1 crore 95 lakh, അതായത് 3,18,000 ആണ് ഔട്ട്പുട്ട് ടാക്സ് കിട്ടിയത്. ഐ ഹോപ്പ് ഓൾ ഓഫ് യു ക്ലിയർ ദിസ്. ഓക്കെ, അപ്പോൾ ഞാൻ എൻ്റെ സ്പീഡ് കൂടുക അല്ലെങ്കിൽ മനസ്സിലാവാതിരിക്കുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യുക വെച്ചാൽ നിങ്ങൾ പിന്നെ താഴെ കമൻറ്റ് ചെയ്യുക. പിന്നെ സ്പീഡ് കുറച്ച് കൂട്ടേണ്ടി വരും, കാരണം നമുക്ക് പിന്നെ എന്താണ് അത്യാവശ്യം തീർക്കാനുണ്ടല്ലേ ക്വസ്റ്റ്യൻസ്. അപ്പോൾ നിങ്ങൾക്ക് ഇല്ലെങ്കിൽ ഈ വീഡിയോ ഇതിലുണ്ടാവും, വീണ്ടും റിപ്പീറ്റ് ആയിട്ട് കാണാവുന്നേ ഉള്ളൂ. ഫൈൻ, ലിസൺ. അപ്പോൾ അത് മനസ്സിലായി. അപ്പോൾ നമ്മൾ എന്ത് കണ്ടെത്തി? ഔട്ട്പുട്ട് ടാക്സ് കണ്ടെത്തി. ഇതിൽ ക്ലിയർ അല്ലേ? ഇനിയാണ് നമ്മുടെ ITC കമ്പ്യൂട്ടേഷൻ ആണ് നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത്. വെരി വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ITCയിൽ പറയുന്നുണ്ട് കോമൺ ഇൻപുട്ട്. ഓക്കെ, കോമൺ ഇൻപുട്ട് പിന്നെ എന്ത് ചെയ്യണം? കോമൺ ഇൻപുട്ടും ഉണ്ട്, കോമൺ ഇൻപുട്ട് സർവീസ്. എന്താണ് ഈ കോമൺ ഇൻപുട്ട് മീൻസ്? എന്താണ് ഈ പറഞ്ഞ എല്ലാ പർപ്പസിനും കൂടെ വേണ്ടി യൂസ് ചെയ്തത്. ഈ പറഞ്ഞ എല്ലാ പർപ്പസ് മീൻസ് ടാക്സബിൾ പ്ലസ് എക്സംപ്റ്റഡ്. ഓക്കെ, എല്ലാത്തിനും പിന്നെ വേണ്ടിയിട്ട് യൂസ് ചെയ്ത കോമൺ ഇൻപുട്ടിൻ്റെ കേസാണ് ആ പറയുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ everyone ഹിയർ ശ്രദ്ധിക്കാം. അപ്പോൾ നമ്മൾ കമ്പ്യൂട്ടേഷൻ ഓഫ് ITC. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? കോമൺ ഇൻപുട്ട് എത്രയാണ് everyone? കോമൺ ഇൻപുട്ട് ഇസ് ഈക്വൽ ടു എത്രയാണ്? 35 lakhs അല്ലേ? 35 lakh ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? 35 lakh ഇൻറ്റു ഗുഡ്സിൻ്റെ പെർസെൻറ്റേജ് 12 ആണ്. അപ്പോൾ 12%. കോമൺ ഇൻപുട്ട് സർവീസ് തന്നിട്ട് 15 lakh ഇൻറ്റു 18%. അത് ചെയ്തു. ഇനി വളരെ ശ്രദ്ധിച്ച് കേൾക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മൾ എന്ത് ചെയ്യണം? അപ്പോൾ നമുക്ക് ടോട്ടൽ ITC കിട്ടി 6,90,000. ഓക്കെ, നൗ ലിസൺ കെയർഫുള്ളി. അപ്പോൾ ടോട്ടൽ ITC 6,90,000. ലിസൺ കെയർഫുള്ളി ബഡീസ്. ഇനി നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ മൈനസ് റൂൾ 42 അപ്പോർഷൻമെൻറ്റ്. അതായത് നമ്മൾ ഈ 6,90,000 കോമൺ ഇൻപുട്ടാണ്. കോമൺ ഇൻപുട്ട് പറയുമ്പോൾ ടാക്സ് നമ്മൾ ഇപ്പോൾ നേരത്തെ ചെയ്തില്ലേ? നേരത്തെ ചെയ്തത് ഈ പറഞ്ഞ എല്ലാ പർപ്പസ് ഈ പറഞ്ഞ എല്ലാ പർപ്പസിനും നമ്മൾ ഔട്ട്പുട്ട് ടാക്സ് കണ്ടെത്തിയില്ലേ? അതിലെല്ലാ പർപ്പസിനും വേണ്ടി യൂസ് ചെയ്ത ഇൻപുട്ടാണ് കോമൺ ഇൻപുട്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? വി ഹാവ് ടു അപ്പോർഷൻ. എങ്ങനെ അപ്പോർഷൻ ചെയ്യുന്ന വെച്ചാൽ വെരി സിമ്പിൾ. നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഈ റൂൾ 42ൻ്റെ ഇക്വേഷൻ എങ്ങനെയാണെന്ന് വെച്ചാൽ 6,90,000 ഇൻറ്റു
exempted supply divided by total supply E by F. ഓക്കെ, അത് നമ്മൾ റൂൾ 40 പറയുന്ന ഒരു ഇക്വേഷൻ ആട്ടോ. E by F. E എന്ന് വെച്ചാൽ exempted supply, F means total supply. അപ്പോൾ നമ്മൾ ആദ്യം കണ്ടെത്തേണ്ടത് വാട്ട് ഈസ് എ എക്സംപ്റ്റഡ് സപ്ലൈ, വാട്ട് ഈസ് എ എക്സംപ്റ്റഡ് സപ്ലൈ. അപ്പോൾ എക്സംപ്റ്റഡ് സപ്ലൈ എന്ന് പറഞ്ഞാൽ ശ്രദ്ധിച്ച് കേട്ടോ, ഇനിയാണ് നമ്മളുടെ കോൺസെപ്റ്റ് ക്ലാരിറ്റി നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്. ഇനി നമ്മൾ എക്സംപ്റ്റഡ് സപ്ലൈ കണ്ടെത്താൻ വീണ്ടും നമ്മളൊരു വർക്കിംഗ് നോട്ട് ചെയ്യേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ നിങ്ങൾ എഴുതിയാലും കുഴപ്പമൊന്നുമില്ല. നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ ഫസ്റ്റ് ടേബിളിലേക്ക് നമ്മൾ ഔട്ട്വാർഡ് സപ്ലൈ കണ്ടെത്തിയ ആ ടേബിളിലേക്ക് പോകാം. അപ്പോൾ അത് നമുക്കറിയാം N. അപ്പോൾ ഒരു കാര്യം ചെയ്താൽ മതി, ഇവിടെ GST ഉള്ളതൊന്നും എന്താവില്ല, എക്സംപ്റ്റഡ് സപ്ലൈ ആവില്ല. അപ്പോൾ നമുക്ക് ഏതൊക്കെ ഒഴിവാക്കാം, ഈ M ഒഴിവാക്കാം, പിന്നെ O ഒഴിവാക്കാം, പിന്നെ ഇതിനെ ഒഴിവാക്കാം. ഇത് ഒരിക്കലും എന്താണ് പിന്നെ എന്താ പറയുക, എക്സംപ്റ്റഡ് സപ്ലൈ അല്ല. മാത്രമല്ല എക്സ്പോർട്ടിൻ്റെ കേസും LUTൻ്റെ കേസും എന്തല്ല, എക്സംപ്റ്റഡ് സപ്ലൈ അല്ല. അപ്പോൾ ഈ കൺസൾട്ടൻറ്റ് സർവീസ് അത് രണ്ടും എക്സംപ്റ്റഡ് സപ്ലൈ അല്ല. ഇത്രയും കാര്യങ്ങൾ ആദ്യം ചെയ്തു വെക്കുക. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് RCM എക്സംപ്റ്റഡ് സപ്ലൈ ആണോ? അത് ശരിക്കും എക്സംപ്റ്റഡ് സപ്ലൈ അല്ല, പക്ഷേ റൂൾ 42 പ്രകാരം അത് എക്സംപ്റ്റഡ് സപ്ലൈ ആണ്. പിന്നെ നെക്സ്റ്റ് വൺ, ഇൻട്രസ്റ്റ് ഓൺ FD, വെരി വെരി ഇമ്പോർട്ടൻറ്റ്. അത് ശരിക്കും എക്സംപ്റ്റഡ് സപ്ലൈ ആണ്, പക്ഷേ ഫോർ ദ പർപ്പസ് ഓഫ് റൂൾ 42 എന്തല്ല, എക്സംപ്റ്റഡ് സപ്ലൈ അല്ല. സെയിൽ ഓഫ് ബിൽഡിംഗ് എക്സംപ്റ്റഡ് സപ്ലൈ ആണോ? ആണ്. ഏതാ വാല്യൂ എടുക്കുക, നമ്മൾ എഴുതിയ വാല്യൂ 1,25 lakh. സെയിൽ ഓഫ് സെക്യൂരിറ്റി എക്സംപ്റ്റഡ് സപ്ലൈ ആണോ? യെസ്. ഏതാ വാല്യൂ എടുക്കുക, 1%, 2,50,000. അപ്പോൾ നമുക്ക് എക്സംപ്റ്റഡ് സപ്ലൈ കിട്ടി. എത്ര എക്സംപ്റ്റഡ് സപ്ലൈ കിട്ടിയെന്ന് വെച്ചാൽ എത്രയാണ്, ഇത് മൂന്നും ആഡ് ചെയ്യാം അല്ലേ. അപ്പോൾ എക്സംപ്റ്റഡ് സപ്ലൈ ഈസ് ഈക്വൽ ടു സെയിൽ ഓഫ് ബിൽഡിംഗ്, സെയിൽ ഓഫ് സെക്യൂരിറ്റി, ഇൻട്രസ്റ്റ് ഓൺ FD അല്ല, പിന്നെ സെയിൽ ഓഫ് N. അപ്പോൾ നമുക്ക് എക്സംപ്റ്റഡ് സപ്ലൈ ഈസ് ഈക്വൽ ടു 1,33,50,000. 1 കോടി. അപ്പോൾ നമ്മൾ എങ്ങനെ ചെയ്യുന്നത് വെച്ചാൽ എക്സംപ്റ്റഡ് സപ്ലൈ ഈസ് ഈക്വൽ ടു 1,33,50,000. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ നമ്മൾ ഇക്വേഷൻ അപ്ലൈ ചെയ്യുക. 6,90,000 ഇൻറ്റു 1,33,50,000 ഡിവൈഡ് ബൈ ടോട്ടൽ സപ്ലൈ. ടോട്ടൽ സപ്ലൈന് സെപ്പറേറ്റ്ലി ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇല്ല, കാരണം നമ്മളിവിടെ ടോട്ടൽ ചെയ്തിട്ടുണ്ട് 1,94,00,000 അല്ലേ, 1,94,00,000. ഓക്കെ, അപ്പോൾ നമുക്ക് ഒരു എമൗണ്ട് കിട്ടും. ഇതാണ് നമ്മൾ എക്സംപ്റ്റഡ് സപ്ലൈയുമായി ബന്ധപ്പെട്ട് നമ്മൾ റിവേഴ്സ് ചെയ്യേണ്ട എമൗണ്ട് ആണ് കേട്ടോ. സോ ഇത്രയും എമൗണ്ട് നമ്മൾ എന്ത് ചെയ്യണം, റിവേഴ്സ് ചെയ്യണം. അപ്പോൾ എത്ര റിവേഴ്സ്, ഞാൻ കാൽക്കുലേറ്റർ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ആൻസർ നോക്കുകയാണ്. ഇപ്പോൾ റിവേഴ്സ് ചെയ്യേണ്ട എമൗണ്ട് നമ്മൾ കണ്ടെത്തി. എത്ര റിവേഴ്സ് ചെയ്യേണ്ട എമൗണ്ട്, 4,74,800 രൂപ അല്ലേ, 4,74,820. അപ്പോൾ ഇത്ര റിവേഴ്സ് ചെയ്യണം. ബാക്കിയുള്ളതാണ് നമ്മളുടെ എലിജിബിൾ ITC ആയിട്ട് വരാം. ബാക്കിയുള്ളതാണ് നമ്മളുടെ എലിജിബിൾ ITC ആയിട്ട് വരാം. ഓക്കെ, അപ്പോൾ എലിജിബിൾ ITC എത്ര വന്നു, 4,74,000. അപ്പോൾ 2,15,180. ഇനി ഒരു കാര്യം നിങ്ങൾ നിർബന്ധം ശ്രദ്ധിക്കുക, ഇത്രയും ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ എന്താ ചെയ്തു വെച്ചാൽ ആദ്യം കോമൺ ITC നമ്മൾ കണ്ടെത്തി. അത് നമ്മൾ റൂൾ 42 പ്രകാരമുള്ള റിവേഴ്സിൽ കുറച്ചു. റൂൾ 42 പ്രകാരം എങ്ങനെ റിവേഴ്സ് ചെയ്യുന്നത് വെച്ചാൽ ടോട്ടൽ കോമൺ ഇൻപുട്ട് ഇൻറ്റു എക്സംപ്റ്റഡ് സപ്ലൈ ഡിവൈഡ് ബൈ ടോട്ടൽ സപ്ലൈ. എക്സംപ്റ്റഡ് സപ്ലൈ നമ്മൾ എന്ത് ചെയ്തു, റൂൾ 42 ഡെഫിനിഷൻ പ്രകാരം കണ്ടെത്തി. ടോട്ടൽ സപ്ലൈ നമ്മൾ ഔട്ട്വാർഡ് സപ്ലൈൻ്റെ വാല്യൂ കോളത്തിന് ടോട്ടൽ, അത്രേ ഉള്ളൂ. സിമ്പിൾ അല്ലേ. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് കൂടെ പറഞ്ഞുതരാം. ഇവിടെ പറയുന്നുണ്ട് ലീഗൽ സർവീസ്. ഓക്കെ, നമ്മൾ അഡ്വക്കേറ്റിന് അങ്ങോട്ട് പൈസ കൊടുത്തു, വിത്ത് റെസ്പെക്ട് ടു M എന്ന് വെച്ചാൽ ടാക്സബിൾ സപ്ലൈ ആണ്. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്തു, അഡ്വക്കേറ്റിന് പൈസ കൊടുത്തു 3,50,000 എന്ന് പറഞ്ഞാൽ അതിൻ്റെ GST അടയ്ക്കേണ്ടത് നമ്മളാണ്. RCM വരുന്ന സമയത്ത് ഞാൻ അതിൽ ലോജിക്കിലേക്കൊന്നും പോകുന്നില്ല, കാരണം അത് പിന്നെ നമ്മൾ റെഗുലർ ക്ലാസ് ഡിസ്കസ് ചെയ്താണ്. RCM വരുന്ന സമയത്ത്, അതായത് RCMൽ നമ്മൾ GST അടയ്ക്കുന്ന സിറ്റുവേഷനിൽ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, എന്ത് ചെയ്യണം, RCMൽ നമ്മൾ അടയ്ക്കുന്ന GST അതേ മാസം സൈമിൾട്ടേനിയസ്ലി എന്ത് ചെയ്യാം, നമുക്ക് ITC ആയിട്ട് എടുക്കുകയും ചെയ്യാം. അതേ മാസത്തിന് നമ്മൾ ക്യാഷ് ആയിട്ട് പേ ചെയ്യും വേണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ, ഇപ്പോൾ നമുക്കൊരു ITC കിട്ടിയില്ല, ഇവിടെ എത്രയാണ്, ഇത് മൈനസ് ചെയ്ത് നമുക്കൊരു എമൗണ്ട് കിട്ടും. ആ എമൗണ്ടിൻ്റെ അതായത് അതിൻ്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യണം, ഇതും കൂടെ ആഡ് ചെയ്യണം. ഈ പറഞ്ഞ RCMൽ വരുന്ന ITC എത്രയാണെന്ന് വെച്ചാൽ എത്രയാണ്, 3,50,000 18%. ഓക്കെ, അതും കൂടെ നമ്മൾ എന്ത് ചെയ്യുക, ITCയിൽ ആഡ് ചെയ്യുക. അതാണ് ഈ ചെയ്തിട്ടുള്ളത്. ഞാനിവിടെ കമ്പ്യൂട്ടേഷൻ കാണിച്ചു തരാം. നമ്മൾ ആദ്യം എന്ത് ചെയ്തു, ടോട്ടൽ കോമൺ ITC കണ്ടെത്തി. അത് നമ്മൾ നേരത്തെ റിവേഴ്സ് ചെയ്തു അല്ലേ, അപ്പോൾ നമുക്ക് എലിജിബിൾ ITC കിട്ടി. അതിൻ്റെ കൂടെ നമ്മൾ RCMൻ്റെ എമൗണ്ട് ആഡ് ചെയ്തു. അപ്പോൾ നമുക്ക് ടോട്ടൽ ITC കിട്ടി. ഇത് നമ്മൾ സെറ്റ് ഓഫ് ചെയ്യുന്ന സമയത്ത് അല്ലേ, നമ്മളോട് ചോദിച്ചത് നെറ്റ് GST ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, GST ഓൺ ഔട്ട്വാർഡ് സപ്ലൈ. ഇത് എവിടെ നിന്ന് കിട്ടിയത്, നമ്മുടെ ഫസ്റ്റ് ടേബിളിൽ ടോട്ടൽ 3,18,000 നമ്മൾ എന്ത് ചെയ്തു, ITC. ഇപ്പോൾ നമ്മൾ കണ്ടെത്തിയ ITC നമ്മൾ കുറച്ചു. അപ്പോൾ നമുക്ക് നെറ്റ് ഔട്ട്പുട്ട് ടാക്സ് കിട്ടി. അതിൻ്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യണം, RCM എമൗണ്ട് വീണ്ടും നമ്മൾ പേബിൾ ആയിട്ട് ആഡ് ചെയ്യണം. അതേ പറഞ്ഞത്
RC വരുന്ന സമയത്ത് ITCൻ്റെ കൂടെ ആഡ് ചെയ്യുക. അറ്റ് ദ സെയിം ടൈം നമ്മൾ എന്ത് ചെയ്യുക എന്ന് വെച്ചാൽ അതേ മാസം അത് പേ ചെയ്യുന്ന രീതിയിലും കാണിക്കണം. അതിൻ്റെ ലോജിക്കൊക്കെ എന്താണെന്ന് ഞാൻ പറഞ്ഞിട്ട് ലോജിക്ക് മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾക്ക് റെഫർ ചെയ്യേണ്ട സെക്ഷൻ 2 ക്ലോസ് 62 എന്നുള്ള ഡെഫിനേഷൻ റെഫർ ചെയ്യുക, പ്ലസ് 2 ക്ലോസ് 82 എന്നാണ് ഡെഫിനേഷൻ റെഫർ ചെയ്യുക. ഇതിൻ്റെ ഒരു ലോജിക്ക് ഞാൻ എൻ്റെ ബുക്കിൽ കൊടുത്തിട്ടുണ്ട്, ഞാൻ എൻ്റെ റെഗുലർ ബുക്കിൽ അത് ലോജിക്ക് സഹിതം കൊടുത്തിട്ടുണ്ട്, എന്തുകൊണ്ടാണ് അങ്ങനെ വരാൻ കാരണം അല്ലേ. അപ്പോൾ വിത്ത് എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് വായിക്കുക, അല്ലെങ്കിൽ നിങ്ങളത് എന്ത് ചെയ്യാം, ഡൗട്ട് ഉണ്ടെങ്കിൽ പിന്നെ ഞാൻ പറഞ്ഞുതരാം, ഡോണ്ട് വറി. ഓക്കെ, അപ്പോൾ ഏതായാലും ഇതാണ് നമ്മുടെ ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ. ഐ ഹോപ്പ് ദിസ് ഇസ് ക്ലിയർ. സെറ്റുള്ള ക്വസ്റ്റൻ അല്ലേ, നിങ്ങൾ ചിലപ്പോൾ ചെയ്ത ക്വസ്റ്റൻ ആയിരിക്കും, എന്നാലും ഒരു റിവിഷൻ പോലെ ആയിരിക്കും ഉണ്ടാവും അല്ലേ. അല്ലെങ്കിൽ ആദ്യമായിട്ട് കാണുന്ന ക്വസ്റ്റൻ ആണെങ്കിൽ അതും താഴ്ന്ന് കമൻറ്റ് ചെയ്യുക. ഏതായാലും ഓക്കെ ആണെങ്കിൽ ഒന്ന് ഓക്കെ എന്ന് പറയാം. സെറ്റ് ഒന്ന് നിങ്ങൾ റെസ്പോണ്ട് ചെയ്യണ്ട, എന്നാൽ മാത്രമേ എനിക്ക് ബൂസ്റ്റിംഗ് കിട്ടാം. ഓക്കെ, നമ്മൾ വിത്ത് ദാറ്റ് വി ഹാവ് ഡൺ വിത്ത് ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഒന്ന് സെറ്റായെന്ന് പറയാം. ഇനി നമ്മൾ ITC തന്നെ ക്വസ്റ്റ്യൻ നമ്പർ 180ലേക്കാണ് പോകുന്നത്. അതും ഇതേ കോൺസെപ്റ്റ് വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇപ്പം നമ്മൾ അതന്നെ ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ചെയ്ത ക്വസ്റ്റ്യൻസ് അടയാളപ്പെടുത്താം, എന്നിട്ട് ഇതിലേക്ക് തിരിച്ചു വരാം. അതായിരിക്കും നല്ലതില്ലേ. അല്ലെങ്കിൽ നമുക്ക് അതേ കോൺസെപ്റ്റ് കിട്ടുന്ന സമയത്ത് ബോറടിക്കാൻ ചാൻസ് ഉണ്ട്. യെസ്, ഇനി നമുക്കൊരു ഒരു നല്ല ക്വസ്റ്റ്യൻ ചെയ്തിട്ട് പിന്നെ നമുക്കൊരു എന്താ പറയുക സിമ്പിൾ ക്വസ്റ്റ്യനിലേക്ക് പോകാം. സെറ്റല്ലേ മക്കളെ, എന്താണ് റെസ്പോണ്ട് ചെയ്യാത്ത? എല്ലാവരും ഓൺലൈനിൽ കിടക്കുന്നുണ്ടല്ലോ, 60-ഓളം കുട്ടികളുണ്ട്, എന്നിട്ടും ആരും ഉണ്ടെന്നില്ല. ലാൻഡിൻ്റെ വാല്യൂ എടുത്തത് ഒന്നുകൂടെ പറയുന്ന ക്വസ്റ്റ്യൻ. ലാൻഡിൻ്റെ വാല്യൂ എടുത്തത് സിമ്പിളാണ് മക്കളെ. അതായത് ലാൻഡിൻ്റെ വാല്യൂ എടുത്തത് എങ്ങനെയാണ്, ഒരു ഡൗട്ട് ചോദിച്ചു. അതായത് നമ്മളുടെ ഞാൻ IDT അതായത് ഇതിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. ലാൻഡിൻ്റെ വാല്യൂ എടുക്കുക എങ്ങനെയാണ്, സ്റ്റാമ്പ് വാല്യൂ എടുക്കേണ്ടത്. സ്റ്റാമ്പ് വാല്യൂ ഇപ്പോൾ ക്വസ്റ്റ്യൻ നോക്കുക, ലാൻഡിൻ്റെ വാല്യൂ എന്നുള്ളത് 2.5 ലക്ഷമാണ്. സ്റ്റാമ്പ് ഡ്യൂട്ടി എന്ന് വെച്ചാൽ ടാക്സ് 2.5 ലക്ഷമാണ്. ഈ ടാക്സ് അടക്കം എങ്ങനെയാണ്, സ്റ്റാമ്പ് വാല്യൂ ഇൻറ്റു 2.5% 2.5 ലാക്ക്. അപ്പോൾ നമുക്ക് സ്റ്റാമ്പ് വാല്യൂ എങ്ങനെ കിട്ടുക, ഈ 2.5 ലാക്ക് ഡിവൈഡ് ബൈ 2.5 ഇൻറ്റു 100 സോറി 2.5 അല്ല 2 ലാക്ക് 2%. ഓക്കെ, അപ്പോൾ സ്റ്റാമ്പ് വാല്യൂ ഇൻറ്റു 2% ആണ് 2.5 ലാക്ക്. അപ്പോൾ നമുക്ക് ഈ സ്റ്റാമ്പ് വാല്യൂ എങ്ങനെ കണ്ടെത്താൻ പറ്റും, സിമ്പിൾ അല്ലേ. 2.5 ലാക്ക് ഡിവൈഡ് ബൈ 2 ഇൻറ്റു 100 ഈസി. ഓക്കെ, ഇനി നമുക്കൊരു സിമ്പിൾ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഓക്കെ, അതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ നമുക്കെല്ലാം ഒരേ ലെവലിലെ ക്വസ്റ്റ്യൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കും മടുക്കും. അപ്പോൾ നമുക്ക് അങ്ങോട്ടും മാറ്റി സിമ്പിൾ അങ്ങനെ ചെയ്ത് പഠിക്കാം അല്ലേ. അപ്പോൾ അടുത്ത കേസ് നോക്കാം നമുക്ക്. ഓക്കെ, RCM ഔട്ട്വാർഡ് സപ്ലൈ 42 പ്രകാരം ഒഴിവാക്കണ്ട. RCM ഔട്ട്വാർഡ് സപ്ലൈ ഡെഫിനറ്റ്ലി എക്സംപ്റ്റഡ് സപ്ലൈയുടെ ഡെഫിനേഷനിൽ ആഡ് ചെയ്യണം, എക്സംപ്റ്റഡ് സപ്ലൈയുടെ കണക്കാക്കണം. ഓക്കെ ഫൈൻ. നൗ ലിസൺ. അപ്പോൾ ഇനി നമുക്ക് അടുത്തത് എന്ത് ചെയ്യാം, ഒരു ചെറിയൊരു ക്വസ്റ്റ്യൻ ചെയ്യാം. എക്സംഷനിലെ ഏത് ക്വസ്റ്റ്യനാണ് ചെയ്യാം? എക്സംഷനിൽ വലിയൊരു ക്വസ്റ്റ്യനും ഉണ്ട്, ചെറിയ ക്വസ്റ്റ്യൻ. നമുക്ക് ആദ്യം ചെറിയ ക്വസ്റ്റ്യൻ ചെയ്യാം. 59 ചെയ്യാം. ഓക്കെ, അപ്പോൾ എല്ലാവരും നമുക്ക് എക്സംഷൻ ചാപ്റ്ററിലേക്ക് ഞാൻ അങ്ങനെ എന്താ പറയുക പല ചാപ്റ്റേഴ്സിന് എടുക്കാം കേട്ടോ, അല്ലെങ്കിൽ നിങ്ങൾക്കും ബോറടിക്കും. അപ്പോൾ 59ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് വരാം. പിന്നെ കുറേ പേര് PDF ചോദിക്കുന്നുണ്ട്. അപ്പോൾ PDF ഞാൻ പറഞ്ഞില്ല, PDF ആയിട്ട് ഷെയർ ചെയ്യാൻ കഴിയില്ല. നമുക്ക് ബുക്സ് അവൈലബിൾ ആണ്, അതിൻ്റെ ഡീറ്റെയിൽസ് വേണമെങ്കിൽ ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട്. 59 അല്ലേ പറഞ്ഞത്? ഓക്കെ, 59. ഇത് ആക്ച്വലി പറയുകയാണെങ്കിൽ ഒരു CMAൻ്റെ ഒരു ക്വസ്റ്റനാണ്. CMA MQBയിൽ ചോദിച്ചൊരു ക്വസ്റ്റനാണ്. അപ്പോൾ ഇഷ്ടപ്പെട്ടതുകൊണ്ട് എടുത്തു. ഓക്കെ, അപ്പോൾ ലിസൺ, ഇതിലെല്ലാം ഈ ക്വസ്റ്റൻ ബാങ്കിൽ എല്ലാ ക്വസ്റ്റനും ഉണ്ട്. CA ക്വസ്റ്റൻ CMA ക്വസ്റ്റൻസ് ഒക്കെ ഉണ്ട്. അതായത് കുറച്ച് അത്യാവശ്യം എനിക്ക് നല്ലതായിട്ട് തോന്നിയ ക്വസ്റ്റൻസ് മാത്രം. ഇതിലേകദേശം 364 സംതിങ് ക്വസ്റ്റൻസ് ഉണ്ട്. അപ്പോൾ അതെല്ലാം കൂടെ നമുക്ക് ചെയ്യാൻ കഴിയില്ല. അതിലെനിക്ക് ഇഷ്ടപ്പെട്ട ആകെ 20 ക്വസ്റ്റൻസ് മാത്രമേ വർക്കൗട്ട് ചെയ്യുന്നുള്ളൂ. ഓക്കെ, അതേ അർത്ഥം ബാക്കിയുള്ള ക്വസ്റ്റൻസ് എന്താണ്, നല്ല ക്വസ്റ്റൻസ് എല്ലാം നല്ല ക്വസ്റ്റനാണ്. ഓക്കെ, പക്ഷേ നമുക്കൊരു ടൈം കൺസ്ട്രെയിൻ ഉണ്ട്, അതാ പ്രശ്നം അല്ലേ. അപ്പോൾ എക്സംഷൻ ചാപ്റ്ററിൽ നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, പാലിയേറ്റീവ് കെയർ ഫോർ ടെർമിനലി ഇൽ പേഷ്യൻസ് അറ്റ് പേഷ്യൻസ് ഹോം അല്ലേ. പാലിയേറ്റീവ് കെയർ ഈസ് ഗിവൺ ടു ഇംപ്രൂവ് ദ ക്വാളിറ്റി ഓഫ് ദ ലൈഫ് ഓഫ് പേഷ്യൻസ് ഹു ഹാവ് സീരിയസ് ലൈഫ് ത്രെറ്റനിങ് ഡിസീസ്, ബട്ട് ദ ഗോൾ ഓഫ് സച്ച് കെയർ ഈസ് നോട്ട് ടു ക്യൂർ ദ ഡിസീസ്. ഓക്കെ, പാലിയേറ്റീവ് കെയർ ആക്ച്വലി ഒരു രോഗം മാറ്റുന്ന ഒരു പരിപാടിയല്ല. അതെന്താണെന്ന് വെച്ചാൽ ഒരു സാന്ത്വനം അല്ലേ. അപ്പോൾ അത് എക്സംപ്റ്റ് ആണോ എന്നാണ് ഫസ്റ്റ് നിങ്ങൾ പറയേണ്ടത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഞാൻ എൻ്റെ തിയറി കാണിച്ചിട്ടുണ്ട്. ഓരോന്നിൻ്റെ തിയറി കാണിക്കുന്നു കഴിഞ്ഞാൽ അതിനെ സമയം ഉണ്ടാവുള്ളൂ. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുക, ഞാനതിൽ ജസ്റ്റ് ആ ഒരു എക്സംഷൻ്റെ ചാപ്റ്റർ എടുത്ത് തരാം. എക്സംഷൻ്റെ ചാപ്റ്ററിൽ ഓക്കെ IDT പോസ്റ്റിൽ എടുക്കാം. മറ്റേ റെഗുലർ ബുക്ക് എടുത്തു കഴിഞ്ഞാൽ അതിൽ കുറേ ഉണ്ടാവും. അപ്പോൾ നമുക്ക് GST പോസ്റ്റ് എടുക്കാം അല്ലേ. ഓക്കെ ലിസൺ,
അല്ലെങ്കിൽ ഞാൻ ജസ്റ്റ് തിയറി കാണിക്കുന്നില്ല. തിയറി ഞാൻ അത്യാവശ്യമുള്ള തിയറി മാത്രമേ കാണിക്കുന്നുള്ളൂ, വെറുതെ നമുക്ക് സമയം കളയണ്ട. ഓക്കെ, അപ്പോൾ ഇതിൽ മനസ്സിലാക്കേണ്ടത് പാലിയേറ്റീവ് കെയറിൻ്റെ ക്ലിയർലി ക്ലാരിഫിക്കേഷൻ ഉണ്ട്, ദാറ്റ് ഈസ് എക്സംപ്റ്റഡ്. ഓക്കെ, അപ്പോൾ അത് എക്സംപ്റ്റ് ആണ്. നെക്സ്റ്റ് വൺ, സർവീസസ് പ്രൊവൈഡ് ബൈ കോഡ് ബ്ലഡ് ബാങ്ക്. ഇത് പല ആളുകളും തെറ്റിക്കുന്ന പരിപാടിയാണ്. കോഡ് ബ്ലഡ് ബാങ്ക് യൂണിറ്റ് ഓഫ് ദ നഴ്സിംഗ് ഹോം ബൈ ദ വേ ഓഫ് പ്രിസർവേഷൻ ഓഫ് സ്റ്റെം സെൽ. ഇതെന്താ സംബന്ധിച്ചാൽ നമുക്ക് നേരത്തെ ഒരു എക്സംഷൻ ഉണ്ടായിരുന്നു. ഈ പ്രിസർവേഷൻ ഓഫ് സ്റ്റെം സെൽ ബൈ ദ കോഡ് ബ്ലഡ് ബാങ്ക് വാസ് എക്സംപ്റ്റഡ്. പക്ഷേ പിന്നീട് ഗവൺമെൻറ് എന്ത് ചെയ്തു, നവംബർ 2022 അത് റിമൂവ് ചെയ്തു, ആ എക്സംഷൻ റിമൂവ് ചെയ്തു. നൗ ഇറ്റ് ഈസ് ടാക്സബിൾ. ഓക്കെ, പിന്നെ ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ ഹെൽത്ത് കെയർ സർവീസിൽ ക്ലിയർലി പറയുന്നുണ്ട് 3 കാര്യങ്ങൾ എന്തല്ല ഹെൽത്ത് കെയർ സർവീസ് അല്ല. അതിലൊരു കാര്യം എന്താണ്, ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ ആണ്, അതുകൊണ്ട് ടാക്സബിൾ ആണ്. പിന്നെ നെക്സ്റ്റ് വൺ, ആംബുലൻസ് സർവീസസ് ടു ട്രാൻസ്പോർട്ട് ക്രിട്ടിക്കലി ഇൽ പേഷ്യൻ ഫ്രം വേരിയസ് ലൊക്കേഷൻ ടു നഴ്സിംഗ് ഹോം. അത് എക്സംപ്റ്റ് ആണ്. കാരണം ആംബുലൻസ് സർവീസസ് ഹെൽത്ത് കെയർ സർവീസ് ഡെഫിനിഷനിലും പറയുന്നതെന്ന് വെച്ചാൽ ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന ആംബുലൻസ് സർവീസ് എക്സംപ്റ്റ് ആണ്. മാത്രമല്ല സെപ്പറേറ്റ്ലി പറയുന്നുണ്ട് ഹെൽത്ത് കെയർ എന്താണ് എക്സംഷനിൽ പറയുന്നുണ്ട് ആംബുലൻസ് സർവീസ് എക്സംപ്റ്റ് ആണ്, അതുകൊണ്ട് ദിസ് ഇസ് എക്സംപ്റ്റഡ്. പിന്നെ ട്രാൻസ്പോർട്ടേഷൻ ഓഫ് പേഷ്യൻ ഇൻ ആംബുലൻസ് ഓൺ ബിഹാഫ് ഓഫ് ദ സ്റ്റേറ്റ് ഗവൺമെൻറ്, ഇതും നമ്മളുടെ എന്താ പറയുക ക്ലാരിഫിക്കേഷൻ, സെപ്പറേറ്റ് ക്ലാരിഫിക്കേഷൻ. അതായത് എന്താ ക്ലാരിഫിക്കേഷൻ എന്ന് വെച്ചാൽ ഈ സ്റ്റേറ്റ് ഗവൺമെൻറ് എന്ത് ചെയ്യും, ആംബുലൻസ് അതായത് നമ്മൾ ഡയൽ 102 അല്ലെ ഡയൽ 108 ആംബുലൻസ് ഒക്കെ ഉണ്ടാവില്ലേ, അതിനുവേണ്ടി എന്ത് ചെയ്യും അവർ ഒരു PSP എന്നൊരു ടീമിനെ ഏൽപ്പിക്കും, പ്രൈവറ്റ് സർവീസ് പ്രൊവൈഡർ അവരേൽപ്പിക്കും. അപ്പോൾ എന്ത് ചെയ്യും, സ്റ്റേറ്റ് ഗവൺമെൻറ് അവർക്ക് പൈസ കൊടുക്കും. അപ്പോൾ അതുകൊണ്ട് അത് ടാക്സ് ഓൺ എക്സംപ്റ്റ് ആണ്. കാരണം ഇത് ഈ ഹെൽത്ത് കെയർ സർവീസ് എന്നുള്ളത് നമ്മുടെ 243G ആൻഡ് 243W എന്ന നമ്മളുടെ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി ചെയ്യുന്ന കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഭാഗമായിട്ട് ചെയ്യേണ്ട ഫംഗ്ഷൻസ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ പഠിച്ചിട്ടുണ്ട് പിന്നെ എക്സംഷൻ ചാപ്റ്ററിൽ ഈ 243G 243Wയുമായി ബന്ധപ്പെട്ട് ഗവൺമെൻറ്റിലേക്ക് പ്യുവർ സർവീസ് ചെയ്ത് കഴിഞ്ഞാൽ അത് എക്സംപ്റ്റ് ആണ് അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ PSP ഇവർക്ക് ചെയ്യുന്ന സർവീസ് എക്സംപ്റ്റ് ആണ്. അപ്പോൾ അത് എക്സംപ്റ്റ് ആണെന്നുള്ള ക്ലാരിഫിക്കേഷൻ നമ്മളുടെ പിന്നെ ഇതിൽ തന്നിട്ട് എക്സംഷൻ ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, ദാറ്റ് ഈസ് എക്സംപ്റ്റഡ്. പിന്നെ നെക്സ്റ്റ് വൺ എന്തായിരുന്നു, നാച്ചുറോപ്പതി ട്രീറ്റ്മെൻറ്റ് സച്ച് ട്രീറ്റ്മെൻറ്റ് ഈസ് എ റെക്കഗ്നൈസ് സിസ്റ്റം ഓഫ് മെഡിസിൻ. അപ്പോൾ ഓഫ് കോഴ്സ് എക്സംപ്റ്റ് ആണ്. പിന്നെ പ്ലാസ്റ്റിക് സർജറി നമുക്കറിയാം, നോർമലി ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ പ്ലാസ്റ്റിക് സർജറി ഒന്നും എന്തല്ല, കോസ്മെറ്റിക്സ് ഒന്നും എന്തല്ല ഹെൽത്ത് കെയർ സർവീസ് അല്ല. പക്ഷെ അവിടെ പറയുന്നുണ്ട് എക്സെപ്റ്റ് വെൻ ഇറ്റ് അണ്ടർടേക്കൺ ടു റിസ്റ്റോർ ഓർ റീകൺസ്ട്രക്ട് അനാട്ടമി ഓർ എ ഫംഗ്ഷൻ ഓഫ് എ ബോഡി അല്ലേ. അപ്പോൾ ഇവിടെ എന്തിനാണ്, അനാട്ടമി ഓഫ് എ ചൈൽഡ് അഫക്ട് ഡ്യൂ ടു ആൻ ആക്സിഡൻറ്റ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ഹെൽത്ത് കെയർ സർവീസ് ആണ്, ദെർഫോർ ഇറ്റ് ഈസ് എക്സംപ്റ്റഡ്. പിന്നെ പ്രാനിക് ഹീലിംഗ് സിസ്റ്റം നമ്മളുടെ ബുക്കിൽ ക്ലിയർലി കൊടുത്തിട്ടുണ്ട്. പ്രാനിക് ഹീലിംഗ് സിസ്റ്റം, അക്യൂപങ്ചർ, എന്താണ് റീഗി അല്ലേ, അങ്ങനത്തെ സിസ്റ്റംസ് ഒന്നും എക്സംപ്റ്റ് അല്ല, ദാറ്റ് വിൽ ബി ടാക്സബിൾ. മോർച്ചറി സർവീസ് എക്സംപ്റ്റ് നേടി കഴിഞ്ഞാൽ മാർക്ക് പോവും, എക്സംപ്റ്റ് അല്ല, ദാറ്റ് ഈസ് നോട്ട് സപ്ലൈ അല്ലേ, ദാറ്റ് ഈസ് നോട്ട് സപ്ലൈ. കാരണം അത് ഷെഡ്യൂൾ 3 വരുന്ന സംഭവമാണ്. അപ്പോൾ അതുകൊണ്ട് സപ്ലൈ അല്ല എന്നാണ് എഴുതേണ്ടത്. ക്ലിയർ അല്ലേ? അപ്പോൾ ഇത് സിമ്പിൾ ക്വസ്റ്റൻ ആയിരുന്നു. അപ്പോൾ ഐ ഹോപ്പ് ഓൾ ഓഫ് യു ക്ലിയർ. എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാം, അല്ലെങ്കിൽ നമുക്ക് മൂവ് ഓൺ ടു ദ ഫർദർ ക്വസ്റ്റ്യൻസ്. സെറ്റ് അല്ലേ എവരി വൺ? സെറ്റല്ലേ? ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ അടുത്ത ഒരു സംഭവം നമുക്ക് റീഫണ്ട് ചാപ്റ്ററിലേക്ക് പോകാം അല്ലേ. അപ്പോൾ നമ്മൾ ചെറിയൊരു ക്വസ്റ്റ് ചെയ്തു, നമുക്കിനി അടുത്ത റീഫണ്ട് ചാപ്റ്ററിലേക്ക് പോകാം. അപ്പോൾ റീഫണ്ടിൽ നമുക്ക് 237 ചെയ്യാം. 237 ആംബുലൻസ് റെൻറ്റിനെടുത്ത് സർവീസ് നടത്തില്ല എക്സംഷൻ. കാരണം ആംബുലൻസ് സർവീസ് എങ്ങനെ എക്സംപ്റ്റ് ആണ്, കാരണം അത് സെപ്പറേറ്റ് ഒരു എക്സംഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആംബുലൻസ് സർവീസസ്, അപ്പോൾ അതുകൊണ്ട് എങ്ങനെയാണെങ്കിലും എക്സംപ്റ്റ് ആണ്. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യുന്നു വെച്ചാൽ എത്ര പറഞ്ഞത് 237 അല്ലേ, 237 നമുക്ക് ചെയ്യാം. റീഫണ്ട് ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ റീഫണ്ട് ചാപ്റ്ററിലേക്ക് വരാം. ഓക്കെ, ഏതാ ക്വസ്റ്റ്യൻ നമ്പർ ആണ് 247 സംതിങ് അല്ലേ, 237. ഓക്കെ, ഇതും എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടൊരു ക്വസ്റ്റ്യൻ ആണ്. 237 നല്ലൊരു അടിപൊളി ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, കുറച്ച് കോൺസെപ്ഷ്യലി നിങ്ങൾ നല്ല രീതിയിൽ മനസ്സിലാക്കിയ ഒരാൾക്ക് മാത്രമേ ഇത് ചെയ്യാൻ കഴിയുള്ളൂ.
അപ്പോൾ നമുക്ക് ഏതായാലും എന്ത് ചെയ്യാന്ന് വെച്ചാൽ ആദ്യം ഞാൻ ജസ്റ്റ് തിയറി ഒന്ന് കാണിച്ചു തരാം. കാരണം തിയറി നമുക്ക് തീരെ നമ്മൾ ടച്ച് ചെയ്യാതെ നമുക്കത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ പിന്നെ എന്നെ പിരാകും, ചങ്ങായി എന്തൊക്കെയാണ് പറഞ്ഞത് നിങ്ങൾ പറയും. അപ്പോൾ നമുക്ക് ചെറുതായിട്ട് 1 സെക്കൻഡ് റീഫണ്ട് അവിടെ ഓക്കെ. അപ്പോൾ റീഫണ്ട് അല്ലേ, റീഫണ്ടിൻ്റെ കേസ് ഞാനത് IDT ബൂസ്റ്റഡ് ആട്ടോ, നമ്മുടെ റെഗുലർ മെറ്റീരിയൽ അല്ല. റെഗുലർ മെറ്റീരിയൽ നമുക്ക് ഈ ഒരു സമയത്ത് എടുത്താൽ ചിലപ്പോൾ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഓക്കെ അപ്പോൾ നമുക്കറിയാം റീഫണ്ട് ചാപ്റ്ററിൽ നമ്മൾ 3 എമൗണ്ട് കണ്ടെത്തണം. ഓക്കെ, റീഫണ്ട് ചാപ്റ്ററിൽ പിന്നെ എന്താ പറയുക, റെൻറ്റിന് GST കൊടുക്കണം. നേരത്തെ നമ്മുടെ ആംബുലൻസിൻ്റെ കേസ് റെൻറ്റിന് GST കൊടുക്കണം. കാരണം നമ്മൾ വെഹിക്കിൾസ് റെൻറ്റിന് കൊടുക്കുകയാണെങ്കിൽ ആകെ 4 കാര്യങ്ങളാണ് എക്സംഷൻ കിട്ടുക. ഒന്നുകിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് അണ്ടർടേക്കിങ്ങിന് വെഹിക്കിൾ വാടക കൊടുക്കുക more than 12 passengers. അതുപോലെ തന്നെ രണ്ടാമത്തെ കേസ് എന്ന് വെച്ചാൽ പിന്നെ എന്ത് ചെയ്യുക, നമ്മളുടെ ഒരു GTക്ക് ഇത് കൊടുക്കുക, അല്ലെങ്കിൽ അതായത് ലോറി കൊടുക്കുക, അല്ലെങ്കിൽ ഒരു എന്താ പറയുക നമ്മളുടെ ലോക്കൽ അതോറിറ്റിക്ക് ഒരു ഇലക്ട്രിക് വെഹിക്കിൾ കൊടുക്കുക, അല്ലെങ്കിൽ എന്ത് ചെയ്യുന്ന വെച്ചാൽ നമ്മളുടെ ഒരു സ്കൂളിന് നിങ്ങൾ എന്ത് ചെയ്യുക, സ്കൂളിൻ്റെ കുട്ടികളെ ട്രാൻസ്പോർട്ട് ചെയ്യുന്ന ട്രാൻസ്പോർട്ടർക്ക് നിങ്ങൾ വെഹിക്കിൾ വാടക കൊടുക്കുക. ഇത് മാത്രമാണ് എക്സംഷൻ കിട്ടുക, വേറെ വെഹിക്കിൾ റെൻ്റൊന്നും എക്സംഷൻ ഇല്ല. ഓക്കെ, അപ്പോൾ ലിസൺ, കമ്പ്യൂട്ടേഷൻ ഓഫ് റീഫണ്ടിൻ്റെ കേസിൽ നമ്മൾ 3 എമൗണ്ടാണ് കമ്പയർ ചെയ്യുക. ഒന്ന്, ഇപ്പോൾ നമ്മളിപ്പോൾ റീഫണ്ടിന് അപ്ലിക്കേഷൻ പോകുന്നത്, സപ്പോസ് റീഫണ്ടിന് അപ്ലിക്കേഷൻ പോകുന്നത് ചിലപ്പോൾ മന്ത്ലി പോകാം, അല്ലെങ്കിൽ നമുക്ക് ക്വാർട്ടർലി പോകാം, അല്ലെങ്കിൽ 2 മാസം എങ്ങനെ ചെയ്യാം. നമ്മൾ April to June എന്നുള്ള ക്വാർട്ടറിലേക്കാണ് നമ്മൾ റീഫണ്ട് അപ്ലിക്കേഷൻ പോകുന്നത് വിചാരിക്കാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ April to June റീഫണ്ട് അപ്ലിക്കേഷൻ പോകുകയാണെങ്കിൽ നമ്മൾ 3 എമൗണ്ട് കണ്ടെത്തണം. ഒന്ന്, ബാലൻസ് ഇൻ ദ ക്രെഡിറ്റ് ലെഡ്ജർ, അവിടെ ആയിരിക്കും ITC ബാലൻസ് ഉണ്ടാവുക. അത് ടൈം ഓഫ് ഫയലിംഗ് അപ്ലിക്കേഷൻ. ഇപ്പോൾ April to June നമ്മൾ അപ്ലിക്കേഷൻ കൊടുക്കുന്നത് July 15 വിചാരിക്കാം. അപ്പോൾ July 15 എത്രയാണോ ക്രെഡിറ്റ് ലെഡ്ജർ ബാലൻസ് നമ്മൾ ആദ്യം കണ്ടെത്താം. ഓക്കെ, പിന്നെ നമ്മൾ നോക്കേണ്ടതെന്ന് വെച്ചാൽ ബാലൻസ് ഇൻ ദ ലെഡ്ജർ അറ്റ് ദ എൻഡ് ഓഫ് ദ ടാക്സ് പീരീഡ് ഫോർ വിച്ച് റീഫണ്ട് ക്ലെയിംസ് എന്ന് വെച്ചാൽ June 30 എത്രയാണ്, June 30 എത്രയാണ് ക്രെഡിറ്റ് ലെഡ്ജർ ബാലൻസ് നോക്കുക. പിന്നെ നമ്മൾ കണ്ടെത്തേണ്ടത് റൂൾ 89 സബ് റൂൾ 4 and 5, ഈ റൂൾ പ്രകാരം എത്രയാണ് എമൗണ്ട് ഉണ്ടാവുക അത് കണ്ടെത്തുക. ഇത് 3ഉം കമ്പയർ ചെയ്തിട്ട് വിച്ച് എവർ ഇസ് ലോവർ അതാണ് നമുക്ക് റീഫണ്ട് ആയിട്ട് കിട്ടുക. അപ്പോൾ ഞാൻ ഈ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന റൂൾ 89(4) ആണ്. അതായത് എക്സ്പോർട്ടിൻ്റെ സമയത്ത് നമുക്ക് എത്രയാണ് മാക്സിമം റീഫണ്ട് കിട്ടുക. അപ്പോൾ ഇതിൽ പറയുന്നത് നെറ്റ് ITC ഇൻറ്റു 0 rated സപ്ലൈ ഗുഡ്സ് ഓർ സർവീസസ് ഡിവൈഡ് ബൈ അഡ്ജസ്റ്റഡ് ടോട്ടൽ ടേൺ ഓവർ അല്ലേ. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിലാക്കുന്ന കാര്യം എന്ന് വെച്ചാൽ നെറ്റ് ITC എന്ന് വെച്ചാൽ ITC ഇൻപുട്ട് ആൻഡ് ഇൻപുട്ട് സർവീസ് ആണോ എന്ന് വെച്ചാൽ ക്യാപിറ്റൽ ഗുഡ്സ് കിട്ടൂല. ക്യാപിറ്റൽ ഗുഡ്സിൻ്റെ ITC നമുക്ക് റീഫണ്ട് കിട്ടൂല. അപ്പോൾ സാർ ക്യാപിറ്റൽ ഗുഡ്സിൻ്റെ ITC നമുക്ക് സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റും, അത് പറ്റും, പക്ഷേ റീഫണ്ട് കിട്ടൂല. ഓക്കെ, പിന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ 0 rated സപ്ലൈ ഗുഡ്സ് എങ്ങനെ ചെയ്യാന്ന് വെച്ചാൽ ഒന്നെങ്കിൽ വാല്യൂ ഓഫ് 0 rated സപ്ലൈ ഫോർ ദ റെലവൻറ്റ് പീരീഡ് other than 4A4B, very important, other than sub rule 4A4B, അല്ലെങ്കിൽ 1.5 times. ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ 10 ലക്ഷം രൂപേൻ്റെ ഒരു പിന്നെ ഗുഡ്സ് എക്സ്പോർട്ട് ചെയ്യാണ്. അതേ നമ്മൾ ഫോർ എക്സാമ്പിൾ 10 ലക്ഷം രൂപേൻ്റെ അല്ലെങ്കിൽ ഒരു എത്രയാണ് വിചാരിക്കാം, ഒരു 14 അല്ലെങ്കിൽ 16 ലക്ഷം രൂപയ്ക്ക് നമ്മൾ എന്ത് ചെയ്യാണ് ഒരു ഗുഡ്സ് എക്സ്പോർട്ട് ചെയ്യണമെന്ന് വിചാരിക്കുക. പക്ഷേ ലോക്കലി നമ്മൾ വിൽക്കുന്നത് 10 ലക്ഷം രൂപയ്ക്കാണ് വിചാരിക്കുക. അപ്പോൾ നമുക്ക് 16 ലക്ഷം കാണിക്കാൻ പറ്റില്ല. ഒന്നെങ്കിൽ നമ്മളുടെ ഈ പറഞ്ഞ 16 ലക്ഷം അല്ലെങ്കിൽ 1.5 times ഓഫ് ദ ഡൊമസ്റ്റിക് സെയിൽ. അങ്ങനത്തെ ഗുഡ്സ് നമ്മൾ ഡൊമസ്റ്റിക്കലി വിൽക്കുന്ന 10 ലക്ഷത്തിനാണ്. അപ്പോൾ അതിൻ്റെ 1.5 times എന്ന് വെച്ചാൽ 15 ലക്ഷം വിച്ച് എവർ ഇസ് ലോവർ. അപ്പോൾ നമ്മൾ 15 lakh കാണിക്കാൻ പറ്റുള്ളൂ, അതാണ് ഈ പറയുന്നത്. ഓക്കെ, പിന്നെ ഇതൊക്കെ നിങ്ങൾക്ക് അറിയാം, ഞാൻ വെറുതെ പൊടി തട്ടിയെടുക്കാണ്ടോ, അല്ലെങ്കിൽ നമുക്ക് തീരെ അറിയാൻ നമുക്കതിലേക്ക് പോയി കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. പിന്നെ അതുപോലെ തന്നെ 0 rated സപ്ലൈ ഓഫ് സർവീസ് എങ്ങനെ കണ്ടെത്തുക വെച്ചാൽ സപ്ലൈ കംപ്ലീറ്റഡ് പേയ്മെൻറ്റ് റിസീവ്ഡ്, സപ്ലൈ കംപ്ലീറ്റഡ് ദിസ് മന്ത്, പക്ഷേ നമ്മൾ അഡ്വാൻസ് കിട്ടിയ മുമ്പത്തെ മാസം, റെഡ്യൂസ്ഡ് ബൈ അഡ്വാൻസ് റിസീവ്ഡ്. ഓക്കെ, പിന്നെ ഈ സബ് റൂൾ 4A4 എന്താ വെരി വെരി ഇമ്പോർട്ടൻറ്റ്. സബ് റൂൾ 4A പറയാണ് വിത്ത് സപ്ലൈ ഡീംഡ് എക്സ്പോർട്ടർ. ശ്രദ്ധിക്കണം, ഈ ഒരു പോയിന്റാണ് ശ്രദ്ധിക്കേണ്ടത്. വേർ ദ സപ്ലയർ ഓഫ് ഡീംഡ് എക്സ്പോർട്ട് ക്ലെയിം ദ ബെനിഫിറ്റ് ഓഫ് ഡീംഡ് എക്സ്പോർട്ട്. ഓക്കെ, പിന്നെ 4B മെർച്ചൻ്റ് എക്സ്പോർട്ട്, അത് അങ്ങോട്ട് ഞാൻ പോകുന്നില്ല. പക്ഷേ ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു പോയിന്റ് നിർബന്ധമായിട്ട് അറിഞ്ഞിരിക്കണം. അപ്പോൾ ഡീംഡ് എക്സ്പോർട്ടിൻ്റെ കേസിൽ സപ്ലയർ റീഫണ്ട് ക്ലെയിം ചെയ്യുകയാണെങ്കിൽ അത് നമ്മൾ എന്ത് ചെയ്യണം, നെറ്റ് ITC ഒഴിവാക്കണം, അതുപോലെ തന്നെ 0 rated സപ്ലൈ ഒഴിവാക്കണം, അതുപോലെ തന്നെ എന്താ പറയുക നമ്മളുടെ അഡ്ജസ്റ്റഡ് ടോട്ടൽ ടേൺ ഓവർ ഒഴിവാക്കണം. ഇത്രയും ഒരു തിയറീൻ്റെ ഒരു ബേസ് നിങ്ങൾക്ക് വേണം. അപ്പോൾ ഐ ഹോപ്പ് ഓൾ ഓഫ് യു ഹാവ് ദറ്റ് ബേസ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഡയറക്റ്റ്ലി ഗെറ്റ് ഇൻ ടു ദ ടോപ്പിക്സ്. ഓക്കെ, നൗ ലിസൺ കെയർഫുള്ളി ബഡീസ്.
ഇപ്പോൾ ഒരു പറയാണ് Sinotex Private Limited manufactures taxable goods Q and exempted goods set. Okay, sorry, yes. The product is sold in the international market without payment of tax. Very very important. ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, സാധാരണ നമ്മുടെ പ്രൊഡക്റ്റ് എക്സംപ്റ്റ് ആണെങ്കിൽ നമുക്കതിൻ്റെ ITC റീഫണ്ട് ഒന്നും കിട്ടില്ല. പക്ഷെ ദ മൊമെൻറ്റ് യു എക്സ്പോർട്ട് ഇൻ ദാറ്റ് പ്രൊഡക്റ്റ് ദാറ്റ് വിൽ ബിക്കം സീറോ റേറ്റഡ് സപ്ലൈ. അപ്പോൾ നമുക്ക് റീഫണ്ട് കിട്ടും കേട്ടോ. അപ്പോൾ അത് മനസ്സിലാക്കണം. ഈ ഗുഡ്സ് എക്സംപ്റ്റ് ആണെങ്കിൽ കൂടെ അത് ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ നമ്മൾ എന്ന് വെച്ചാൽ എക്സ്പോർട്ട് ചെയ്യാണ്. അപ്പോൾ അണ്ടർ LUT. അപ്പോൾ അണ്ടർ LUT ആണ്. അപ്പോൾ എന്താണ് ഓക്കെ. പക്ഷേ ക്വസ്റ്റ്യൻ മിസ്റ്റേക്ക് നമുക്ക് എക്സംപ്റ്റഡ് ഗുഡ്സ് ആണെങ്കിൽ നമുക്ക് LUT ഫയൽ ചെയ്യേണ്ട ആവശ്യമില്ല. ദ കമ്പനി ഈസ് രജിസ്റ്റേർഡ് അണ്ടർ GST ഇൻ ദ സ്റ്റേറ്റ് ഓഫ് മഹാരാഷ്ട്ര. കമ്പനി പ്രൊവൈഡ് ദ ഫോളോയിങ് ഇൻഫർമേഷൻ ഇൻ റിലേഷൻ ടു വേരിയസ് സപ്ലൈ. പ്രൊഡക്റ്റ് S ഹാസ് ബിൻ എക്സ്പോർട്ടഡ് ഫോർ 12,000 പിന്നെ UK pound. പ്രൊഡക്റ്റ് Q ഹാസ് ബിൻ സപ്ലൈഡ് ടു ബെറ്റി എന്റർപ്രൈസസ്. ദിസ് ഇസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഈ പ്രൊഡക്റ്റ് Q ഹാസ് ബീൻ supplied to Betty Enterprises within India for 20 lakh. ഇവിടെ താഴെ പറയുന്നുണ്ട് ഇങ്ങോട്ട് ഒരു ആരമാർക്ക് കൊടുക്കുക. എല്ലാവരും നിങ്ങളുടെ കയ്യിൽ ബുക്ക് ഉണ്ടെങ്കിൽ ആരമാർക്ക് കൊടുക്കുക. Betty Enterprises 100% export oriented undertaking. It has claimed ITC on the good supply. അവിടെ ഒരു ട്വിസ്റ്റ് ഉണ്ട്. അവിടെ ട്വിസ്റ്റ് ഉണ്ട്. ആ ട്വിസ്റ്റ് ഞാൻ എന്ത് ചെയ്യാന്ന് വെച്ചാൽ പറഞ്ഞുതരാം. ഓക്കെ. പിന്നെ ദ എബോവ് എമൗണ്ട്സ് ആർ എക്സ്ക്ലൂസീവ് ടാക്സസ്. ദ കമ്പനി പ്രൊവൈഡ് ദ ഫോളോയിങ് ഇൻഫർമേഷൻ. ഓക്കെ. അപ്പോൾ GST ഓഫ് 5 lakh on input, capital goods and services. All the above input and input services are used in the manufacturing process. Following additional information, നമ്മുടെ എസിൻ്റെ വാല്യൂ, അതായത് S 12,000 UK pound ആണല്ലോ, അതിൻ്റെ കൺവേർട്ടഡ് വാല്യൂ 12 lakh ആണ്. However, the value of the such product when sold in the ഡൊമസ്റ്റിക് മാർക്കറ്റ് 10 lakh ആണ്. ഞാൻ നേരത്തെ പറഞ്ഞ അഡ്ജസ്റ്റ്മെൻറ്റ് വേണ്ടിയിട്ടാണ്. പിന്നെ ബാലൻസ് ലെഡ്ജർ അറ്റ് ദ എൻഡ് ഓഫ് ദ ടാക്സ്, അത് നമുക്ക് ലാസ്റ്റ് കമ്പയർ ചെയ്താൽ മതി. കമ്പ്യൂട്ട് ദ എമൗണ്ട് റീഫണ്ടബിൾ ടു സിനോടെക്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. ദിസ് ഇസ് ദ ക്വസ്റ്റ്യൻ. ശ്രദ്ധിക്കാം. അപ്പോൾ നമുക്ക് എങ്ങനെ ചെയ്യും നമുക്ക് നോക്കാം. 237. ഞാൻ ആൻസറും കൂടെ ഓപ്പൺ ചെയ്യട്ടെ, അല്ലെങ്കിൽ ഞാൻ ഓരോന്നും എഴുതി ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി ഡിഫിക്കൽട്ട്. ഓക്കെ. അപ്പോൾ ലിസൺ ബഡീസ്. 237 ഓക്കെ. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ടാസ്ക് എന്ന് വെച്ചാൽ ഇതിലെന്ത് കണ്ടെത്തുകയാണ്. ഫസ്റ്റ് ടാസ്ക് ഇതിലെ നമ്മുടെ ഇക്വേഷൻ ആദ്യം നിങ്ങളൊരു ഭാഗത്ത് എഴുതി വെക്കണം, എന്നാൽ നമുക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റും. എന്താണ് നമ്മൾ ഇക്വേഷൻ എന്താണെന്ന് വെച്ചാൽ സിമ്പിൾ ഇക്വേഷൻ. നെറ്റ് ITC ഇൻറ്റു അല്ലേ ITC ഇൻറ്റു, അല്ലെങ്കിൽ ഇവിടെ കാണിച്ചാൽ നെറ്റ് ITC ഇൻറ്റു വാട്ട് ഇസ് ഇക്വേഷൻ എവരി വൺ ശ്രദ്ധിക്കുക. നെറ്റ് ITC ഇൻറ്റു zero rated supply of goods and services divided by adjusted total turnover. അപ്പോൾ നമുക്ക് ആദ്യം അറിയേണ്ടത് വാട്ട് ഈസ് നെറ്റ് ITC. അപ്പോൾ നമുക്ക് അറിയേണ്ടത് നെറ്റ് ITC എന്താണെന്ന് വെച്ചാൽ ITC ഓൺ ഇൻപുട്ട് ആൻഡ് ഇൻപുട്ട് സർവീസ്. ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മൾ ഫസ്റ്റ് എന്ത് കണ്ടെത്തുക, നെറ്റ് ITC കണ്ടെത്തി അല്ലേ. നെറ്റ് ITC is equal to ITC ഓൺ ഇൻപുട്ട് ആൻഡ് ഇൻപുട്ട് സർവീസ്. ITC ഓൺ ഇൻപുട്ട് ആൻഡ് ഇൻപുട്ട് സർവീസ്. അപ്പോൾ ഇവിടെ ഇൻപുട്ടിൻ്റെ ഉണ്ട്, ക്യാപിറ്റൽ ഗുഡ്സ് ഉണ്ട്, ഇൻപുട്ട് സർവീസ് ഉണ്ട്. പക്ഷെ നമ്മൾ ഏതെടുക്കാൻ മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ, ഇൻപുട്ടും ഇൻപുട്ട് സർവീസും മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ. റീഫണ്ട് പർപ്പസിന് ക്യാപിറ്റൽ ഗുഡ്സിൻ്റെ ITC റീഫണ്ട് കിട്ടില്ല. യു ക്യാൻ യൂട്ടിലൈസ് ലോക്കലി. ഓക്കെ. അപ്പോൾ 5 lakhും അതുപോലെ തന്നെ 2 lakhും ആണ് എടുക്കുക. അപ്പോൾ നെറ്റ് ITC is equal to നമുക്ക് എത്ര കിട്ടും, അവിടെ 7 lakhs അല്ലേ. നെറ്റ് ITC is equal to 237. നെറ്റ് ITC is equal to 7 lakh. സെറ്റ് അല്ലേ. എങ്ങനെ 7 lakh കിട്ടി മനസ്സിലായില്ലേ. നമ്മൾ ഇൻപുട്ടും ഇൻപുട്ട് സർവീസും മാത്രം എടുക്കാൻ പാടുള്ളൂ. അപ്പോൾ അത് ക്ലിയർ ആയി. ഇനി നമുക്ക് അറിയേണ്ടത് സീറോ റേറ്റഡ് സപ്ലൈ ഗുഡ്സ് ആണ് അറിയേണ്ടത് അല്ലേ. സീറോ റേറ്റഡ് സപ്ലൈ ഗുഡ്സ് ആണ് അറിയേണ്ടത്. അപ്പോൾ എത്രയാണ് സീറോ റേറ്റഡ് സപ്ലൈ ഗുഡ്സ്? എത്രയാണ് സീറോ റേറ്റഡ് സപ്ലൈ ഗുഡ്സ് എങ്ങനെ കണ്ടെത്തുക? ആദ്യം പറയും എങ്ങനെയാണ് അതിൻ്റെ ഇക്വേഷൻ എങ്ങനെയാണ്. അവർ പറയാണ് ലോവർ ഓഫ്, ഏതിന് ലോവർ ഓഫ്, ഒന്നെങ്കിൽ സീറോ റേറ്റഡ് സപ്ലൈ അണ്ടർ LUT. അത് എത്ര വരിക? സീറോ റേറ്റഡ് സപ്ലൈ അണ്ടർ LUT ഈസ് ഈക്വൽ ടു എത്രയാണ് നമ്മളുടെ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്, 12 lakhs ആണ്. 12 lakh ആണ്. അല്ലെങ്കിൽ അത് ലോക്കലി വിൽക്കുന്നതിൻ്റെ 1.5 times വിച്ച് ഇസ് ലോവർ. അപ്പോൾ ലോക്കലി വിൽക്കുന്നത് എത്ര രൂപയ്ക്കാണ്? 10 ലക്ഷമാണ്. അപ്പോൾ അതിൻ്റെ 1.5 times കംസ് ടു 15 lakh ആണ്. 15 lakh or 12 lakh വിച്ച് ഇസ് ലോവർ. അപ്പോൾ ഇതെടുക്കുക, 12 lakh എടുക്കാം. അപ്പോൾ സീറോ റേറ്റഡ് സപ്ലൈ ഗുഡ്സ് കിട്ടി. എത്ര കിട്ടി? അപ്പോൾ നെറ്റ് ITC 7 lakh കിട്ടി. സീറോ റേറ്റഡ് സപ്ലൈ ഗുഡ്സ് എത്ര കിട്ടി? നമുക്ക് 12 lakh കിട്ടി അല്ലേ. 12 lakh കിട്ടി. ഇത് നമുക്ക് അറിയേണ്ട സംഭവം എന്ന് വെച്ചാൽ ദിസ് ഇസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് ബഡീസ്, ശ്രദ്ധിക്കട്ടോ. ഇനി നമുക്ക് എന്താ കിട്ടി? ഹിയർ യു ഹാവ് ടു ലിസൺ. ഇപ്പോൾ നെറ്റ് ITC കിട്ടി, ദെൻ സീറോ റേറ്റഡ് സപ്ലൈ ഗുഡ്സ് കിട്ടി, 12 lakhs കിട്ടി അല്ലേ. ഇനി അഡ്ജസ്റ്റഡ് ടേൺ ഓവർ കിട്ടണം. അഡ്ജസ്റ്റഡ് ടേൺ ഓവർ കിട്ടണം. നോ ലിസൺ, അഡ്ജസ്റ്റഡ് ടേൺ ഓവറിൽ പറയുന്നുണ്ട് പിന്നെ ഓക്കെ. അഡ്ജസ്റ്റഡ് ടേൺ ഓവർ എന്ന് പറഞ്ഞാൽ നമുക്കിവിടെ 2 പ്രൊഡക്റ്റാണുള്ളത്. അഡ്ജസ്റ്റഡ് ടോട്ടൽ ടേൺ ഓവർ നത്തിങ് ബട്ട് ടോട്ടൽ ടേൺ ഓവർ എന്ന് വെച്ചാൽ സീറോ റേറ്റഡ് സപ്ലൈ പ്ലസ് അതർ സപ്ലൈ, അതെല്ലാം കൂടെ ആഡ് ചെയ്താണ് ഏത് അഡ്ജസ്റ്റഡ് ടോട്ടൽ ടേൺ ഓവർ.
അപ്പോൾ നോക്ക് നിങ്ങൾ ഇവിടെ നമ്മളുടെ ഇതിൽ എത്രയാണ് ക്യൂ എക്സ്പോർട്ട് ചെയ്തിട്ടില്ല, എങ്ങോട്ടാണ് നമ്മൾ ബെറ്റി എൻ്റർപ്രൈസിന് വിറ്റതാണ് 20 lakh, എക്സ്പോർട്ട് എമൗണ്ട് 12 lakh ആണ്. അപ്പോൾ നമ്മൾ ഇവിടെ നിങ്ങൾ കൂടുതൽ ചിന്തിച്ചിട്ടില്ലെങ്കിലും രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞാൽ, പക്ഷേ കുറച്ച് ഒരു പകുതി ചിന്തിച്ചാൽ പണിയാണ്. ഞാൻ പറഞ്ഞുതരാം എന്താണെന്ന് വെച്ചാൽ, അഡ്ജസ്റ്റഡ് ടോട്ടൽ ടേൺ ഓവർ ഇസ് ഈക്വൽ ടു, നിങ്ങൾ കൂടുതൽ ചിന്തിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും, നിങ്ങൾ ഈസി ആയിട്ട് എടുക്കും 20 lakh + 12 lakh, അപ്പോൾ ഇസ് ഈക്വൽ ടു 32 lakhs. പക്ഷേ നിങ്ങളൊരു പകുതി എന്താണ് ചിന്തിച്ചാൽ എന്താ പ്രശ്നം വെച്ചാൽ, ഇവിടെ നമ്മുടെ തിയറിയിൽ പറയുന്നുണ്ട് ഈ അഡ്ജസ്റ്റഡ് ടോട്ടൽ ടേൺ ഓവർ കണ്ടെത്തുന്ന സമയത്ത്, അഡ്ജസ്റ്റ് ടോട്ടൽ ടേൺ ഓവർ കണ്ടെത്തുമ്പോൾ മാത്രമല്ല, നമ്മൾ സീറോ റേറ്റഡ് സപ്ലൈ കണ്ടെത്തുമ്പോഴും അതുപോലെ തന്നെ നെറ്റ് ITC കണ്ടെത്തുമ്പോഴും നമ്മൾ എന്ത് മൈനസ് ചെയ്യണം, നമ്മളുടെ 4A 4B മൈനസ് ചെയ്യണം അല്ലേ. അതിൽ 4A എന്താ പറയുന്നത് വെച്ചാൽ 4A എന്താ പറയുന്നത് വെച്ചാൽ ഡീംഡ് എക്സ്പോർട്ട്. ശ്രദ്ധിക്കാം, ഡീംഡ് എക്സ്പോർട്ടിൻ്റെ കേസിൽ ഉള്ള സെയിൽസ് ആണ്. അതിൽ വെദർ സപ്ലയർ ഓഫ് ദ ഡീംഡ് എക്സ്പോർട്ട് ക്ലെയിം ദ ബെനിഫിറ്റ് ഓഫ് ഡീംഡ് എക്സ്പോർട്ട്, അങ്ങനെ ക്ലെയിം ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, അത് വീണ്ടും നമ്മൾ ഇവിടെ എടുക്കാൻ പാടില്ല. അപ്പോൾ ഈ ഡീംഡ് എക്സ്പോർട്ടിൻ്റെ തിയറി നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ഡീംഡ് എക്സ്പോർട്ടിൽ പറയുന്നുണ്ട് ഏതൊക്കെ ഡീംഡ് എക്സ്പോർട്ടായിട്ട് വരിക, ഒരു അഡ്വാൻസ് ഓതറൈസേഷൻ ഹോൾഡർക്ക് നമ്മൾ സെയിൽ ചെയ്യാം, അല്ലെങ്കിൽ ഒരു EPCG ഹോൾഡർക്ക് നമ്മൾ സെയിൽ ചെയ്യാം, അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം, നമ്മളുടെ എന്താ പറയുക ഒരു 100% എക്സ്പോർട്ട് ഓറിയൻറ്റഡ് യൂണിറ്റ് നമ്മൾ സെയിൽ ചെയ്യാം. ഇതൊക്കെയാണ് ഡീംഡ് എക്സ്പോർട്ട്. അപ്പോൾ ക്വസ്റ്റ്യനിൽ ക്ലിയർലി പറയുന്നുണ്ട് ഈ 20 ലക്ഷം എന്നുള്ളത് ബെറ്റി എൻ്റർപ്രൈസിന് വിറ്റതാണ്. ഈ ബെറ്റി എൻ്റർപ്രൈസ് ആരാണ് വരിക, 100% എക്സ്പോർട്ട് ഓറിയൻറ്റഡ് യൂണിറ്റ് ആണ്. അപ്പോൾ എൻ്റെ ഡൗട്ട്, ഇത് ഈ 20 ലക്ഷം സബ് റൂൾ 4A വരൂലേ എന്നാണ് എൻ്റെ ഡൗട്ട്. ഇസ് ദാറ്റ് എ സബ് റൂൾ 4A ഐറ്റം? ദ ആൻസർ ഈസ് നോ. വൈ നോ? അതാണ് ഇവിടുത്തെ ടെസ്റ്റ്. അതായത് പറഞ്ഞത് കൂടുതൽ ചിന്തിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് കുഴപ്പമില്ല, പക്ഷേ നിങ്ങളെന്ത് കുറച്ച് ചിന്തിച്ചാൽ നിങ്ങൾ വിചാരിക്കുക അതൊരു സബ് റൂൾ 4A ഐറ്റം ആണ്, അപ്പോൾ അഡ്ജസ്റ്റ് ടോട്ടൽ ടേൺ ഓവർ കൂട്ടാൻ പാടില്ല എന്ന് വിചാരിക്കും. അതിൽ മനസ്സിലാക്കുന്നത് വെച്ചാൽ, നമ്മളുടെ ഡീംഡ് എക്സ്പോർട്ടിൻ്റെ കേസിൽ 2 രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യുക, ഡീംഡ് എക്സ്പോർട്ട് ചെയ്യുക. ശ്രദ്ധിച്ച് കേൾക്കുക എല്ലാവരും. ഒന്നുകിൽ അവിടെ സപ്ലയർക്ക് റീഫണ്ട് വാങ്ങാം, അല്ലെങ്കിൽ റെസിപ്പിയൻറ്റിന് റീഫണ്ട് വാങ്ങാം. അതെങ്ങനെയാണ് സപ്ലയർ റീഫണ്ട് വാങ്ങുക, എപ്പോഴാണ് റെസിപ്പിയൻറ്റ് റീഫണ്ട് വാങ്ങുക? ലിസൺ കെയർഫുള്ളി. അതായത് ഇപ്പോൾ നമ്മളൊരു അഡ്വാൻസ് ഓതറൈസേഷൻ ഹോൾഡർ അല്ലെങ്കിൽ ഒരു EOU യൂണിറ്റ് ഉണ്ട് വിചാരിക്കുക. അവർക്ക് നമ്മൾ എന്ത് ചെയ്യാണ്, നമ്മുടെ DTA എന്ന് വെച്ചാൽ ഡൊമസ്റ്റിക് താരിഫ് ഏരിയ. ഇപ്പോൾ കേരളത്തിലുള്ള ഒരാൾ ചങ്ങായി എന്താണെന്ന് വെച്ചാൽ ഒരു അഡ്വാൻസ് ഓതറൈസേഷൻ ഹോൾഡർക്ക് ഗുഡ്സ് വിൽക്കുകയാണ്. അപ്പോൾ എന്ത് ചെയ്യുന്നു, ഒരു 1 lakh rupees-നാണ് ഗുഡ്സ് വിൽക്കുന്നത്. 2 രീതിയിൽ സെയിൽ ചെയ്യാം. ഇപ്പോൾ എക്സാമ്പിൾ അതിൻ്റെ 18% 18,000 അതിൻ്റെ GST. അപ്പോൾ എന്ത് ചെയ്യുന്നു, 2 രീതിയിൽ ചെയ്യാം. ഒന്നുകിൽ ഈ GST വാങ്ങാതിരിക്കാം. അപ്പോൾ എന്താ സംഭവിക്കുക, ഇയാളെ സംബന്ധിച്ച് ആളുടെ ഔട്ട്പുട്ട് ടാക്സ് 0 ആണ്, കാരണം GST വാങ്ങുന്നില്ല. അപ്പോൾ ഇയാൾക്ക് എന്തുണ്ടാവും, എക്സസ് ITC ഉണ്ടാവും. ഈ എക്സസ് ITC എന്ത് ചെയ്യാം, ആൾക്ക് റീഫണ്ട് വാങ്ങാം. ഇതാണ് സപ്ലയർ റീഫണ്ട് വാങ്ങുന്ന സിറ്റുവേഷൻ. രണ്ടാമത്തെ സിറ്റുവേഷൻ എന്ന് വെച്ചാൽ, ഇയാളുടെ കയ്യിൽ നിന്ന് എന്ത് ചെയ്യാം, ഈ അഡ്വാൻസ് ഓതറൈസേഷൻ ഹോൾഡറുടെ കയ്യിൽ നിന്ന് അല്ലെങ്കിൽ യുവിൻ്റെ കയ്യിൽ നിന്ന് എന്ത് ചെയ്യുക, ഈ 18,000 rupees നമ്മൾ DTA സാധാ പോലെ GST വാങ്ങാം. എന്നിട്ട് ഈ 18,000 rupees എന്ത് ചെയ്യാം, ഈ റെസിപ്പിയൻറ്റിന് എന്ത് ചെയ്യാൻ പറ്റും, ഡീംഡ് എക്സ്പോർട്ട് എന്നുള്ള കാറ്റഗറിയിൽ അയാൾക്ക് റീഫണ്ട് വാങ്ങാൻ പറ്റും. അപ്പോൾ നിങ്ങൾ വിചാരിക്കും സാർ അതുകൊണ്ടുള്ള ഉപകാരം എന്താണെന്ന് വെച്ചാൽ, ചില സമയങ്ങളിൽ ഇതായിരിക്കും ഉപകാരം. അതായത് ഈ റെസിപ്പിയൻറ്റ് ITC ക്ലെയിം ചെയ്യുന്ന സിറ്റുവേഷൻ ആയിരിക്കും ഉപകാരം. കാരണം വെച്ചാൽ ഇവിടെ പറയുന്നുണ്ട്, നമ്മുടെ റെഗുലർ ബുക്കിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്, ഇത് ഈവൻ ബ്ലോക്ക്ഡ് ITC ആണെങ്കിൽ പോലും ഇങ്ങനെ റീഫണ്ട് വാങ്ങാൻ പറ്റും. അപ്പോൾ അത് അവരുടെ ഇഷ്ടമാണ്. ഓക്കെ, അപ്പോൾ ഏതായാലും ഞാൻ പറഞ്ഞത് 2 പേർക്കും ഡീംഡ് എക്സ്പോർട്ടിൽ റീഫണ്ട് വാങ്ങാൻ പറ്റും. അപ്പോൾ ഈ റൂൾ 89 സബ് റൂൾ 4A എന്നുള്ള പോയിന്റ് എപ്പോൾ മാത്രമേ വരിക, വെദ സപ്ലയർ ക്ലെയിമിംഗ് ദ റീഫണ്ട് ഓഫ് ഡീംഡ് എക്സ്പോർട്ട്. ഓക്കെ, പക്ഷേ ഈ ക്വസ്റ്റിന് ക്ലിയർലി പറയുന്നുണ്ട്, ഈ പറഞ്ഞ ബെറ്റി എൻ്റർപ്രൈസ് എന്ത് ചെയ്തിട്ടുണ്ട്, ബെറ്റി എൻ്റർപ്രൈസസ് ഹാസ് ക്ലെയിംഡ് ITC എന്ന് പറഞ്ഞാൽ ഇതേത് സിറ്റുവേഷനാണ്, രണ്ടാമത്തെ സിറ്റുവേഷനാണ്. അതായത് ഈ ബെറ്റി എൻ്റർപ്രൈസിൻ്റെ കയ്യിൽ നിന്ന് GST വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആരായിരിക്കും റീഫണ്ട് വാങ്ങുന്നുണ്ടാവുക, റെസിപ്പിനാണ് റീഫണ്ട് വാങ്ങുക. അത് സബ് റൂൾ 4A ഐറ്റം അല്ല. ആർ ഗെറ്റിംഗ്? അപ്പോൾ എപ്പോഴാണ് സബ് റൂൾ 4A ഐറ്റം ആവുക, വെദ സപ്ലയർ ഓഫ് ദ ഡീംഡ് എക്സ്പോർട്ട് ക്ലെയിം ദ ബെനിഫിറ്റ് ഓഫ് ഡീംഡ് എക്സ്പോർട്ട്. ആർ ഗെറ്റിംഗ്? അപ്പോൾ അതെന്തല്ല, ആ പറഞ്ഞ 20 lakh എന്തല്ല, സബ് റൂൾ 4A ഐറ്റം അല്ല. അതുകൊണ്ട് നമ്മൾ ഇതിൽ ആഡ് ചെയ്യണം. അപ്പോൾ 20 + 12 lakh = 32 lakh. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഡയറക്റ്റ്ലി നമ്മളുടെ ഇക്വേഷനിലേക്ക് അപ്ലൈ ചെയ്താൽ മതി, വേറെ ഒന്നും ചെയ്യാനില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് എല്ലാ ഫിഗറും കിട്ടി, നമുക്ക് നെറ്റ് ITC കിട്ടി, നമുക്ക് സീറോ റേറ്റഡ് സപ്ലൈ ഗുഡ്സ് കിട്ടി. സോറി, അതേതായിരുന്നു,
137 സോറി നമുക്ക് 0 സപ്ലൈ കിട്ടി, പിന്നെ അഡ്ജസ്റ്റഡ് ടോട്ടൽ ടേൺ ഓവർ കിട്ടി. ഇനി നമ്മൾ എന്ത് ചെയ്യുക, നമ്മളുടെ ഇക്വേഷനിലേക്ക് വരിക. 7 lakh × 12 lakh ഡിവൈഡ് ബൈ 13 lakh = 2,65,500. അത് നമ്മൾ ബാക്കിയുള്ള ബാലൻസുമായിട്ട് എന്ത് ചെയ്യാം, നമ്മൾ ക്രോസ് ചെക്ക് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ റീസൺ ഞാൻ കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ബെറ്റി എൻ്റർപ്രൈസിൻ്റെ കേസ് അപ്രൂവൽ 4A അല്ലാത്തത് എന്നതിൻ്റെ റീസൺ ഞാൻ അവിടെ കൊടുത്തിട്ടുണ്ട്. ഐ ഹോപ്പ് ഇറ്റ് ഇസ് ക്ലിയർ. സെറ്റ് അല്ലേ? നല്ലൊരു ക്വസ്റ്റൻ ആണ്. അപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ഈ ഒരു അഡ്ജസ്റ്റ്മെൻ്റ് ആണ്, ഈ ഒരു ബെറ്റി എൻ്റർപ്രൈസിൻ്റെ അഡ്ജസ്റ്റ്മെൻ്റ് ആണ്. കാരണം അധിക പേരും അത് വിചാരിക്കുക സബ്റൂൾ 4 ഐറ്റം ആണ് എന്നാണ് വിചാരിക്കുക. പക്ഷേ ദർ ഇസ് എ ട്വിസ്റ്റ്. സെറ്റാണോ മക്കളെ? നിങ്ങൾക്ക് ക്ലാസ് ഹെൽപ്ഫുൾ ആയി തോന്നുന്നുണ്ടോ? അപ്പം അങ്ങനെയാണെങ്കിൽ നമുക്കിനി ഇപ്പോൾ നമ്മളൊരു ഇനി നമുക്ക് ചെറിയൊരു ക്വസ്റ്റ്യനിലേക്ക് വരാം അല്ലേ? നമുക്കങ്ങനെ മാറി മാറി കളിക്കാം. അപ്പോൾ നമ്മൾ 3 ക്വസ്റ്റ്യൻ ചെയ്തു. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. ലെറ്റ്സ് ടേക്ക് എ സിമ്പിൾ ക്വസ്റ്റ്യൻ. രജിസ്ട്രേഷൻ ചാപ്റ്ററിലെ ഒരു ക്വസ്റ്റ്യൻ എടുക്കാം. 24 റെഡി. അപ്പോൾ നമുക്ക് 24th ക്വസ്റ്റ്യനിലേക്ക് വരാം. എവിടെയാണ്? ഓക്കെ, യെസ്, ലെറ്റ്സ് സീ. മഹാദേവ് എന്റർപ്രൈസസ് സോൾ പ്രൊപ്പറേറ്റർഷിപ്പ് from opened a shopping complex dealing in supply goods at multiple location and in Himachal Pradesh, Uttarakhand, Tripura in the month of June. Is furnished following detail. അപ്പോൾ 3 ബ്രാഞ്ച് ഉണ്ട്: ഹിമാചൽ പ്രദേശ്, ഉത്തരാഖണ്ഡ് ആൻഡ് ത്രിപുര. അപ്പോൾ ഓരോന്നൊരു ടാക്സബിൾ സപ്ലൈ, എക്സംപ്റ്റഡ് സപ്ലൈ, ഇൻട്രസ്റ്റ് ഫ്രം ബാങ്ക് ഉണ്ട്, ഇൻട്രാ സ്റ്റേറ്റ് നോൺ ടാക്സബിൾ സപ്ലൈ ഉണ്ട്. അപ്പോൾ ഇത്രയും ഐറ്റംസ് ഉണ്ട്. വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഇൻഫർമേഷൻ you are required to answer the following: whether Mahadev Enterprise is liable to be registered. ഇതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പോൾ ലിസൺ കെയർഫുള്ളി. ഇതിൻ്റെ തിയറി എടുക്കുകയാണെങ്കിൽ സംതിങ് യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് അബൌട്ട് ദിസ്. അപ്പോൾ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും, എന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് പൊടി തട്ടിയെടുക്കുകയാണ്. രജിസ്ട്രേഷൻ ചാപ്റ്ററിന് സമ്മറായിട്ട് കൊടുത്തിട്ടുണ്ട്. അതായത് രജിസ്ട്രേഷൻ ചാപ്റ്ററിൻ്റെ ലിമിറ്റ് നമ്മൾ എങ്ങനെ കണ്ടെത്തും വെച്ചാൽ, ഇഫ് ഇറ്റ് ഈസ് MMND എന്ന് വെച്ചാൽ മണിപ്പൂർ, മിസോറാം, നാഗാലാൻഡ്, ത്രിപുര, അവിടെയാണ് 10 lakh ആണ്. അതർ സ്റ്റേറ്റ് ആണെങ്കിൽ ഇവിടെ ശരി സാധനം ഉള്ളിൽ പോയിട്ടില്ലേ, സർവീസസ് ആണെങ്കിൽ 20 lakh, എക്സ്ക്ലൂസീവ്ലി ഗുഡ്സ് ആണെങ്കിൽ 40 lakh. ഇതാണ് അതിൻ്റെ ലിമിറ്റായിട്ട് നമുക്ക് ഉള്ളത്. ഇനി അതിൽ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇതിലൊരു കാര്യം പറയുന്നുണ്ട്, ഇൻട്രസ്റ്റ് എമൗണ്ട് അല്ലേ, ഞാനത് ചുരുക്കി പറയാണ്. ഇൻട്രസ്റ്റ് എമൗണ്ട് ശരിക്കും അതൊരു സർവീസാണ്, പക്ഷേ അതിന് സർവീസായിട്ട് കൂട്ടൂല. അപ്പോൾ ഈ 40 lakh ആർക്കാ കിട്ടുക? എക്സ്ക്ലൂസീവ്ലി ഗുഡ്സ് എന്ന് വെച്ചാൽ ഗുഡ്സ് പ്ലസ് സർവീസ് ആണെങ്കിൽ 20 lakh ആണ്. പക്ഷേ ഇൻട്രസ്റ്റ് എമൗണ്ട് നിങ്ങൾ സർവീസിൽ കൂട്ടണ്ട, സ്റ്റിൽ യു വിൽ ഗെറ്റ് ദ 40 lakh ലിമിറ്റ്. പിന്നെ ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം പറയുന്നുണ്ട്, ഒരാൾ MMNDയിൽ, അതായത് സ്പെഷ്യൽ കാറ്റഗറി സ്റ്റേറ്റ് അല്ലേ, സ്പെഷ്യൽ കാറ്റഗറി സ്റ്റേറ്റ് മീൻസ് MMNDയിൽ ടാക്സബിൾ സപ്ലൈ ചെയ്യുകയാണെങ്കിൽ ആളുടെ എല്ലാ ബ്രാഞ്ചിൻ്റെ ലിമിറ്റും 10 lakh ആയിട്ട് കുറയും. ഇതാണ് നിങ്ങൾ പഠിക്കേണ്ട ഒരു തിയറി. അപ്പോൾ അങ്ങനെ നോക്കുന്ന സമയത്ത് ആദ്യം നിങ്ങൾ എന്ത് ചെയ്യുക, അയാളുടെ അഗ്രഗേറ്റ് ടേൺ ഓവർ കണ്ടെത്തുക. എത്ര അഗ്രഗേറ്റ് ടേൺ ഓവർ? 22,50,000 പ്ലസ് 21 ലക്ഷം പ്ലസ് എത്ര വരുന്നത്? ടോട്ടൽ എത്ര വരുന്നത്? എല്ലാം കൂടെ കൂട്ടുമ്പോൾ എത്ര വരുന്നത് നിങ്ങൾക്ക്? ഓക്കെ, ഏതായാലും ഒരു എമൗണ്ട് വരുന്നുണ്ട്. അത് ഞാൻ എൻ്റെ കയ്യിൽ ഇപ്പോൾ കാൽക്കുലേറ്റർ ഇല്ല. അപ്പോൾ എന്തായാലും ഇവിടെ ലിമിറ്റ് എത്ര വരിക? ഇവിടെ ഹിമാചൽ പ്രദേശിൻ്റെ ത്രഷോൾഡ് ലിമിറ്റ് എത്ര വരിക? 40 lakh ആണ് വരിക? അല്ല, 10 lakh ആണ് വരിക. എന്തുകൊണ്ടാണ്? കാരണം ത്രിപുര എന്നുള്ള സ്റ്റേറ്റിൽ അവർക്ക് എന്തുണ്ട്, പിന്നെ ബ്രാഞ്ച് ഉണ്ട്. അതുകൊണ്ട് ലിമിറ്റ് വിൽ ബി എത്രയായിരിക്കും? 10 lakh ആണ് വരിക. ഓക്കെ, അതുപോലെ ഇവിടെയും 10 lakh ആണ് വരിക, ഇവിടെയും 10 lakh ആണ് വരിക. അപ്പോൾ അഗ്രിഗേറ്റ് ചെയ്യണവർ ഡെഫിനറ്റ്ലി മോർ ദാൻ ദാറ്റ്. അപ്പോൾ അതുകൊണ്ട് 3 ബ്രാഞ്ചിൽ എന്ത് ചെയ്യണം? അവർ രജിസ്ട്രേഷൻ എടുക്കണം. അതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ.
ഇനി എക്സ്പ്ലെയിൻ വിത്ത് റീസൺ വെദർ ആൻസർ ഇൻ വൺ വിൽ ചേഞ്ച് ഇൻ ദ ഫോളോയിങ്. ഇഫ് മഹാദേവ് എൻ്റർപ്രൈസ് ഡീലിംഗ് ടാക്സബിൾ സപ്ലൈ ഗുഡ്സ് ഓൺലി ഫ്രം ഹിമാചൽ പ്രദേശ്. ഇത് നിങ്ങൾ വായിക്കുന്ന സമയത്ത് എന്താ പറയുക, മിസ്റ്റേക്ക് വരുത്. അവർ പറയുന്നത് ഓൺലി ഫ്രം ഹിമാചൽ പ്രദേശ്. ഈ 2 ബ്രാഞ്ചുകൾ ഇല്ല, 2 ബ്രാഞ്ചുകളില്ല. അപ്പോൾ എന്താ സംഭവിക്കുക, ഹിമാചൽ പ്രദേശിൽ മാത്രമാണെങ്കിൽ, ഗുഡ്സ് മാത്രമാണെങ്കിൽ അവിടെ ത്രഷോൾഡ് ലിമിറ്റ് വരെ 40 lakh ആണ്. അപ്പോൾ അഗ്രിഗേറ്റ് ചെയ്യണ ഓൺലി 22,50,000 ആണ്. കാരണം ഈ 2 ബ്രാഞ്ചും ഇല്ല എന്നാണ് കേട്ടോ. അല്ലാതെ ഓക്കെ അത് തീരല്ല, ഇവർക്ക് ആകെ ഒറ്റ ബ്രാഞ്ചുള്ളൂ. അപ്പോൾ എന്താ സംഭവിക്കുക, ദിസ് ഈസ്, അതായത് എന്താണ് 40 lakhന് മുകളിൽ പോകുന്നുണ്ടോ, ഇല്ല. അപ്പോൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, രജിസ്ട്രേഷൻ എടുക്കേണ്ട ആവശ്യമില്ല. ദാറ്റ്സ് ക്ലിയർ. ഇനി ബി പോയിന്റ്, ഇഫ് മഹാദേവ് എൻ്റർപ്രൈസ് ഡീലിംഗ് ടാക്സബിൾ സപ്ലൈ ഗുഡ്സ് ആൻഡ് സർവീസ് ഓൺലി ഫ്രം ഹിമാചൽ പ്രദേശ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഗുഡ്സ് ആൻഡ് സർവീസ് ആണെങ്കിൽ ഏതാ ലിമിറ്റ് വരിക, ഇവിടെ എക്സ്ക്ലൂസീവ്ലി ഗുഡ്സ് ആണെങ്കിൽ 40 lakh ആണ്. സർവീസ് മീൻസ് കുറഞ്ഞ ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഈവൻ എ നോമിനൽ വാല്യൂ ഓഫ് ടാക്സബിൾ ഓർ എക്സംപ്റ്റഡ് സർവീസ് ചെയ്ത് കഴിഞ്ഞാൽ ലിമിറ്റ് വിൽ ബി എന്താണ് 20 lakh ആയിരിക്കും. ലിമിറ്റ് വിൽ ബി 20 lakh. അപ്പോൾ അവർ പറയുന്നത് ഹിമാചൽ പ്രദേശിൽ ഗുഡ്സും സർവീസും കൂടെ ഉണ്ടെങ്കിൽ എന്താ സംഭവിക്കുക, അപ്പോൾ ത്രഷോൾഡ് ലിമിറ്റ് 40 അല്ല വരിക, എത്ര വരിക, ത്രഷോൾഡ് ലിമിറ്റ് വിൽ ബി 20 lakh. അപ്പോൾ 20,50,000 മോർ ദാൻ 20 lakh ആണ്, അപ്പോൾ രജിസ്ട്രേഷൻ വേണം. ഓക്കെ. ഇനി സി പോയിന്റ്, ഇഫ് മഹാദേവ് എൻ്റർപ്രൈസ് ഡീലിംഗ് ഇൻ ടാക്സബിൾ സപ്ലൈ ഗുഡ്സ് ഓൺലി ഫ്രം ഹിമാചൽ പ്രദേശ് ആൻഡ് ആൾസോ ഇഫക്റ്റഡ് ഇന്റർ സ്റ്റേറ്റ് സപ്ലൈ ഗുഡ്സ് എമൗണ്ട് ഇൻ ടു 4 lakh. അത് നമ്മൾ സെക്ഷൻ 24 പറയുന്നുണ്ട്. സെക്ഷൻ 24 കമ്പൽസറി രജിസ്ട്രേഷൻ പറയുന്നുണ്ട്. ഒരാൾ ഇന്റർ സ്റ്റേറ്റ് ടാക്സബിൾ സപ്ലൈ ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യണം, കമ്പൽസറി ആയിട്ട് എന്ത് ചെയ്യണം, അയാൾ രജിസ്ട്രേഷൻ എടുക്കണമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ എന്ത് ചെയ്യണം, അപ്പോൾ ഈ തേർഡ് സിറ്റുവേഷനിൽ എന്ത് ചെയ്യണം, അയാളുടെ അഗ്രിഗേറ്റ് ചെയ്യണവരൊന്നും ക്രോസ് ചെയ്യുന്നില്ല, ബട്ട് സ്റ്റിൽ ഹീ ഈസ് ലയബിൾ ഫോർ രജിസ്ട്രേഷൻ. കാരണം എന്തുകൊണ്ടാണ്, ആൾ ഇന്റർ സ്റ്റേറ്റ് സപ്ലൈ ചെയ്യുന്നു എന്ന കാരണം കൊണ്ട് ആൾ രജിസ്ട്രേഷൻ എടുക്കണം. സെറ്റ് അല്ലേ, ഓൾ ഓഫ് ക്ലിയർ? സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് ഓരോന്നും അല്ലേ, ഒരു വലിയ ക്വസ്റ്റ്യൻ ചെയ്തിട്ട് മധുരം തരാൻ വേണ്ടിയിട്ടാണ് ചെറിയ ചെറിയ ക്വസ്റ്റ്യൻസ്. ഐ ഹോപ്പ് ഓൾ ഓഫ് യു ക്ലിയർ വിത്ത് ദിസ്. ഓക്കെ, യെസ്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ഇതിലേക്ക് വരാം. നമ്മൾ അടുത്ത ചെയ്യാൻ പോകുന്നത് ഏതാണ്, അപ്പീൽ ചാപ്റ്ററിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാം. അപ്പീൽ നമുക്ക് 276 ആദ്യം ചെയ്യാം അല്ലേ. 276, let's see. അപ്പോൾ 276, let me take this. ഒന്ന് ഉഷാറായിട്ട് റിപ്ലൈ ഇടും. എന്താണ് നിങ്ങളിപ്പോൾ തന്നെ ഉറങ്ങിയോ? Okay, 276. So let's start the discussion. 276, let's see. അപ്പോൾ 276ൻ്റെ കേസിൽ നോക്കാം. അതായത് XY കമ്പനി റിസീവ്ഡ് ആൻ അഡ്ജഡിക്കേഷൻ ഓർഡർ. അഡ്ജഡിക്കേഷൻ ഓർഡർ എന്ന് പറയുമ്പോൾ ഏത് ഓർഡർ ആയിരിക്കും? ഇറ്റ് ക്യാൻ ബി 73 ഓർഡർ ഓർ 74 ഓർഡർ അല്ലേ, വടവർ. അപ്പോൾ അവർക്ക് എന്ത് ചെയ്തു, ഒരു അഡ്ജഡിക്കേഷൻ ഓർഡർ എന്ത് കിട്ടി, 1/11/2021 അണ്ടർ 73. ഓക്കെ, ഇവിടെ 73 ആണ് അല്ലേ. 73 മീൻസ് അതർ ദാൻ ഫ്രോഡ്, നിങ്ങൾക്ക് അറിയുന്നുണ്ടോ. അപ്പോൾ അതിൽ പറഞ്ഞത് ടാക്സ് 6 ലക്ഷം കൊടുക്കണം, ഇൻട്രസ്റ്റ് 18% കൊടുക്കണം, പെനാൾട്ടി 60,000 കൊടുക്കണം. The assessee filed appeal before the appellate authority on 26/11/2021. Case number 1. How much company has to pay as a pre-deposit? ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം. CA ഫൈനലാണെങ്കിൽ CMA ഫൈനലാണെങ്കിൽ അപ്പീൽ ചാപ്റ്ററിൽ ഏറ്റവും കൂടുതൽ അവർ ടെസ്റ്റ് ചെയ്യുന്ന ഒരു പോയിന്റ് ഈ പ്രീ ഡെപ്പോസിറ്റ് ആണ്. അത് വളരെ ക്ലിയർ ആയിട്ട് നിങ്ങൾ പഠിച്ചിരിക്കണം. ഓക്കെ, അപ്പോൾ അവർ പറയുന്നത് പ്രീ ഡെപ്പോസിറ്റ് നമുക്കറിയാം. ഫസ്റ്റ് അപ്പീൽ ഏതാണ്, അപ്പലറ്റ് അതോറിറ്റി. അപ്പോൾ അപ്പലറ്റ് അതോറിറ്റിൻ്റെ അടുത്ത് പോകുന്ന സമയത്ത് എത്രയാണ് പ്രീ ഡെപ്പോസിറ്റ് ആയിട്ട് അവർ പേ ചെയ്യേണ്ടി വരിക? ഇതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് അതിൻ്റെ തിയറി ഒന്ന് റിവൈസ് ചെയ്യാം. അപ്പോൾ അപ്പീലിൻ്റെ കേസിൽ ഇത് CS എക്സിക്യൂട്ടീവ് ഒരിക്കലും CS എക്സിക്യൂട്ടീവ് അല്ല കേട്ടോ, CS പ്രൊഫഷണൽ മാത്രമല്ല. CA ഫൈനൽ, CMA ഫൈനൽ, CS പ്രൊഫഷണൽ. എക്സിക്യൂട്ടീവിന് ഇവിടെ കാണാൻ പാടില്ല. ഓക്കെ, ഞാൻ ഇൻ്റർൻ്റെ ഒരു ഇത് പ്ലാൻ ചെയ്യുന്നുണ്ട്, ബട്ട് നോക്കാം. അപ്പീലിൻ്റെ കേസിൽ പിന്നെ ഫ്യൂ സീ ദിസ് അവിടെ കാണാം മാൻഡേറ്ററി പ്രീ ഡെപ്പോസിറ്റ്.
മാൻഡേറ്ററി പ്രീ ഡെപ്പോസിറ്റ്. ശ്രദ്ധിച്ച് കേൾക്കട്ടെ എല്ലാവരും. അപ്പോൾ നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്നത് അപ്പലറ്റ് അതോറിൻ്റെ അടുത്താണ്. അപ്പലറ്റ് അതോറിൻ്റെ കേസിൽ എത്രയാണ് പ്രീ ഡെപ്പോസിറ്റ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇർറെസ്പെക്റ്റ് ഓഫ് എമൗണ്ട് അക്സെപ്റ്റഡ്, നമ്മൾ അക്സെപ്റ്റ് ചെയ്ത് എന്ത് ചെയ്യണം, 100%. ശ്രദ്ധിക്കണം, ടാക്സ്, ഇൻട്രസ്റ്റ്, പെനാൽറ്റി അക്സെപ്റ്റ് ചെയ്ത എമൗണ്ട് ഫുള്ളായിട്ട് പേ ചെയ്യണം. പക്ഷേ ഇൻ റെസ്പെക്റ്റ് ഓഫ് ഡിസ്പ്യൂട്ടഡ് എമൗണ്ട്, നമ്മളൊരു ഡിസ്പ്യൂട്ട് ചെയ്ത എമൗണ്ട് ആണെങ്കിലോ അവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് 10%. ഇവിടെ നോക്ക്, ഇവിടെ അക്സെപ്റ്റ് ചെയ്ത 100% ടാക്സ്, ഇൻട്രസ്റ്റ്, പെനാൽറ്റി. പക്ഷേ ഇൻ റെസ്പെക്റ്റ് ഓഫ് ഡിസ്പ്യൂട്ടഡ് എമൗണ്ട് ആണെങ്കിൽ 10% ഓഫ് ദ ടാക്സ് ഓൺലി. വെരി ഇമ്പോർട്ടൻറ്റ്, ടാക്സ് ഓൺലി, നോട്ട് ഇൻട്രസ്റ്റ്, നോട്ട് പെനാൽറ്റി. ഓക്കെ, ടാക്സ് ഓൺലി. മാക്സിമം 25 crore. ഓക്കെ, ഇനി അതുപോലെ തന്നെ 129 കേസ് ആണെങ്കിൽ, സ്പെസിഫിക് 120 സെക്ഷൻ 3 ആണ്. അതായത് നമുക്കറിയാം സീജറിൻ്റെ കേസ് ആണെങ്കിൽ, സീജറിൻ്റെ കേസിലാണെങ്കിൽ സീജർ 2 സീജർ ഉണ്ട്, 67 സീജർ ഉണ്ട്, 129 സീജർ ഉണ്ട്. 129 സീജർ ഏതാണ്? ഗുഡ്സ് ഇൻ ട്രാൻസിറ്റ് അല്ലെ, ട്രാൻസിറ്റിൻ്റെ സീജറാണ്, നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും. അപ്പോൾ ആ സീജറിൻ്റെ 129 ഓർഡറിന് അഗെയിൻസ്റ്റ് ആണ് നിങ്ങൾ അപ്പീലിന് പോകുന്നതെങ്കിൽ അവിടെ നിങ്ങൾ ഇതല്ല പ്രീ ഡെപ്പോസിറ്റ് അടക്കേണ്ടത്. 25% ഓഫ് ദ പെനാൽറ്റി, ആ 129 പറയുന്ന പെനാൽറ്റി എത്രയാണോ അതിൽ പറയുന്നുണ്ട് എന്താണ്, ഓണർ കെയിം ഫോർവേഡ്, ഓണർ നോട്ട് കെയിം ഫോർവേഡ്, നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ പെനാൽറ്റീൻ്റെ 25% അടച്ചാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്ക് പിന്നെ അപ്പീലിന് പോകാൻ പറ്റുള്ളൂ. ഇതാണ് തിയറി. അപ്പോൾ ലെറ്റ്സ് സീ, ഇപ്പോൾ ഈ ക്വസ്റ്റിൽ പറയുന്നുണ്ട് അവർ എന്താ പറയുക, ഫസ്റ്റ് കേസിൽ ഹൗ മച്ച് ഓഫ് ദ കമ്പനി ഹാസ് പ്രീ ഡെപ്പോസിറ്റ് ഡ്യൂട്ടി. അപ്പോൾ ഇവിടെ അക്സെപ്റ്റ് ചെയ്ത ഒന്നും പറയാത്തതുകൊണ്ട് നമുക്ക് എന്താ അസ്യൂം ചെയ്യേണ്ടത്, അതേ അസ്യൂം ചെയ്യാൻ പാടുള്ളൂ. അയാൾ ഫുള്ളായിട്ട് എന്ത് ചെയ്യുന്നു, ഡിസ്പ്യൂട്ട് ചെയ്യുന്നു, ഫുൾ എമൗണ്ട് ഡിസ്പ്യൂട്ട് ചെയ്യുന്നു. ഫുൾ എമൗണ്ട് ഡിസ്പ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ ഞാൻ പറഞ്ഞിട്ട് ഏതിൻ്റെ എമൗണ്ട് മാത്രം അടച്ചാൽ മതി. ഡിസ്പ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ ഞാൻ പറഞ്ഞിട്ട് 10% ഓഫ് ദി ടാക്സ് ഓൺലി, 10% ഓഫ് ദി ടാക്സ് ഓൺലി. ടാക്സ് എത്രയാണ്? ഒരു 16 lakh ആണ്, അതിൻ്റെ 10%. അപ്പോൾ നമ്മൾ എത്രയാണ് പ്രീ ഡെപ്പോസിറ്റ് കൊടുക്കേണ്ടി വരിക? പ്രീ ഡെപ്പോസിറ്റ് ഇസ് ഈക്വൽ ടു 60,000. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ വിചാരിക്കും കേട്ടോ, അപ്പോൾ നമ്മൾ ഈ ഇൻട്രസ്റ്റിന് 10% കൊടുക്കണോ, പെനാൽറ്റിൻ്റെ 10%, അതൊന്നും വേണ്ട. ഡിസ്പ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ടാക്സിൻ്റെ 10% മാത്രം. ക്ലിയർ? ഓക്കെ. ഇനി രണ്ടാമത്തെ കേസിൽ അവർ പറയാണ് whether your answer would be different if the appeal only against the part of the demanded amount. അതായത് അയാൾ ഡിസ്പ്യൂട്ട് ചെയ്യുന്ന 4 ലക്ഷം ആൻഡ് അഡ്മിറ്റ് ദ ബാലൻസ് ലയബിലിറ്റി ഓഫ് ദ റിലേറ്റഡ് 2 lakhs. അപ്പോൾ ഈ 6 ലക്ഷത്തിൽ അയാൾ എന്ത് ചെയ്യുന്നു, അയാൾ 2 ലക്ഷം അക്സെപ്റ്റ് ചെയ്യുന്നു, 2 ലക്ഷം അക്സെപ്റ്റ് ചെയ്യുന്നു, 4 ലക്ഷം അയാൾ ഡിസ്പ്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ എന്താ സംഭവിക്കുക, ഈ അക്സെപ്റ്റ് ചെയ്ത 2 ലക്ഷം ഡെഫിനറ്റ്ലി കൊടുക്കണം, അക്സെപ്റ്റ് ചെയ്ത 2 ലക്ഷം ഡെഫിനറ്റ്ലി കൊടുക്കണം, പ്ലസ് 4 ലക്ഷത്തിൻ്റെ 10% എന്ന് വെച്ചാൽ 40,000. അപ്പോൾ 2,40,000. പക്ഷെ അത് മാത്രമല്ല, ഇയാൾ ഈ ടാക്സ് അക്സെപ്റ്റ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ പ്രൊപ്പോർഷണൽ ഇൻട്രസ്റ്റും അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യണം, അത് കണ്ടെത്തി എഴുതുന്ന നിർബന്ധമല്ല, നിങ്ങൾ പോയിൻ്റായിട്ട് എഴുതിയാൽ മതി. ഇൻട്രസ്റ്റ് ഇൻ പ്രൊപ്പോർഷൻ ടു 2 lakhs, അതുപോലെ തന്നെ പെനാൽറ്റി ഇൻ പ്രൊപ്പോർഷൻ ടു 2 lakhs. ആ 2 lakhിൻ്റെ ഇൻട്രസ്റ്റും ആ 2 lakhിൻ്റെ പെനാൽറ്റിയും കൂടെ എന്ത് ചെയ്യണം, അയാൾ പേ ചെയ്യണം. അപ്പോൾ ഇത്ര എമൗണ്ടാണ് അയാൾ ഇങ്ങനെ ഡിസ്പ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ അയാൾ അടക്കേണ്ടി വരും. യെസ്, ആ റെക്കോർഡ് യൂട്യൂബിലുണ്ടാവും. ഫൈൻ. അപ്പോൾ ഐ ഹോപ്പ് ഓൾ ഓഫ് ക്ലിയർ ദിസ്. ഇത് മനസ്സിലായില്ല എല്ലാവർക്കും? ഈ ഒരു പ്രീ ഡെപ്പോസിറ്റിൻ്റെ കോൺസെപ്റ്റ് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. CA ഫൈനൽ, CMA ഫൈനൽ ബോത്ത് പിന്നെ എക്സാംസിലും എന്താണ് അവർ നല്ല രീതിയിൽ ടെസ്റ്റ് ചെയ്യുന്ന ഒരു പരിപാടി ഉണ്ടാവും ഈ ഒരു പ്രീ ഡെപ്പോസിറ്റ്. ഓക്കെ, നമുക്കിനി അടുത്തത് നമുക്ക് എങ്ങോട്ട് പോകാം? പ്ലേസ് ഓഫ് സപ്ലൈ ചാപ്റ്ററിലേക്ക് പോകാം. പ്ലേസ് ഓഫ് സപ്ലൈ അല്ലെ, പ്ലേസ് ഓഫ് സപ്ലൈയിൽ നമുക്ക് ഏത് ചെയ്യാം? നമുക്ക് 132 ചെയ്യാതെ അല്ലേ, 132 ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് 132ലേക്ക് വരാം. ശ്രദ്ധിക്കാം, 132. ലെറ്റ്സ് ടേക്ക് 132. ഓക്കെ, ഇപ്പോൾ പ്ലേസ് ഓഫ് സപ്ലൈയിൽ 132 ഏതാ? ഇത് CAൻ്റെ RTPയിൽ വന്നൊരു ക്വസ്റ്റ്യൻ ആണ്. ഒരുപാട് മുമ്പ് വന്ന ക്വസ്റ്റ്യൻ ആണ്, ബട്ട് ദേ നെവർ ടെസ്റ്റ് ഇൻ എക്സാംസ്. അതുകൊണ്ട് ബി കെയർഫുൾ. അപ്പോൾ പിന്നെ ദേ ക്യാൻ ഈസിലി
form a question from this. Okay, അപ്പോൾ ഇതിൻ്റെ തിയറി എന്താണ്, എവിടെ നിന്നാണ് ഈ ക്വസ്റ്റ്യൻ ഞാൻ കാണിച്ചു തരാം. പ്ലേസ് ഓഫ് സപ്ലൈ, ഇഫ് യു ടേക്ക് ദ പ്ലേസ് ഓഫ് സപ്ലൈ ചാപ്റ്റർ ബഡീസ്. ഓക്കെ, പ്ലേസ് ഓഫ് സപ്ലൈ ഇതേതാ ITs അല്ലേ, സോറി, പ്ലേസ് ഓഫ് സപ്ലൈ ചാപ്റ്റർ എടുക്കുകയാണെങ്കിൽ, ഓക്കെ, പ്ലേസ് ഓഫ് സപ്ലൈ ചാപ്റ്റർ എടുക്കുകയാണെങ്കിൽ നമുക്കറിയാം, ഞാനിവിടെ രണ്ടും കൂടെ കമ്പയർ ചെയ്തിട്ടാണ് IDT ബുക്സിൽ കൊടുത്തിട്ടുള്ളത് കേട്ടോ, 12 ഉം 13. അപ്പോൾ അതിൽ പിന്നെ നമ്മുടെ അഡ്വർടൈസിങ് സെക്ടറിൻ്റെ ഒരു പരിപാടിയുണ്ട്, അഡ്വർടൈസ്മെൻറ്റ് സർവീസ് ടു ഗവൺമെൻറ്. അപ്പോൾ അതിൽ നമുക്കൊരു അപ്പോർഷൻമെൻറ്റ് ഉണ്ട് അല്ലേ. ഗവൺമെൻറ്റിന് നമ്മൾ അഡ്വർടൈസ്മെൻറ്റ് സർവീസ് പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ വി ഹാവ് ടു അപ്പോർഷൻ. അതെങ്ങനെ അപ്പോർഷൻ ചെയ്യുന്നത് വെച്ചാൽ, നമ്മളുടെ അതിൽ TV ചാനലിൻ്റെ കേസിൽ എങ്ങനെ അപ്പോർഷൻ ചെയ്യുക വെച്ചാൽ, ബേസ്ഡ് ഓൺ ദ വ്യൂവർഷിപ്പ് ബേസിലാണ് നമ്മൾ അത് അപ്പോർഷൻ ചെയ്യുക. പക്ഷേ അത് പിന്നെ കമ്പൈൻഡ് വ്യൂവർഷിപ്പ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അതിൻ്റെ പോപ്പുലേഷൻ വെച്ചിട്ടാണ് നമ്മൾ അത് ഡിവൈഡ് ചെയ്യേണ്ടത്. അപ്പോൾ അത് ബേസിലുള്ളൊരു ക്വസ്റ്റ്യനാണ്. ഇപ്പോൾ നിങ്ങൾ ചിലപ്പോൾ ചെയ്തിട്ടുണ്ടാവും ഈ ക്വസ്റ്റ്യൻ, എന്നാലും എനിക്ക് ഇഷ്ടപ്പെട്ടൊരു ക്വസ്റ്റ്യനാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അതുകൂടെ വർക്കൗട്ട് ചെയ്യാം. യെസ്, അപ്പോൾ ഏതായാലും എന്ത് ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ നോക്കാം. ക്വസ്റ്റ്യൻ ചുരുക്കി വായിക്കാം. PQ എന്ന് വെച്ചാൽ സ്റ്റാറ്റ്യൂട്ടറി ബോർഡ് എന്ന് വെച്ചാൽ ഗവൺമെൻറ്റാണ്. അപ്പോൾ ഗവൺമെൻറ് എന്ത് ചെയ്യണം, മൂൺ+ ചാനൽ എന്ന് വെച്ചാൽ ഒരു TV ചാനലിൽ അവർ എന്ത് ചെയ്യണം, പരസ്യം കൊടുക്കുകയാണ്. അപ്പോൾ ഗവൺമെൻറ്റിന് മൂൺ+ ചാനലാണ് അഡ്വർടൈസ്മെൻറ്റ് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ സെപ്റ്റംബർ മാസത്തെയാണ് അഡ്വർടൈസ്മെൻറ്റ്. അതിനുവേണ്ടി 10 ലക്ഷം രൂപയാണ് കൊടുക്കുന്നത്. ഈ മൂൺ+ ചാനലിന് എവിടെയൊക്കെ ബ്രോഡ്കാസ്റ്റ് ഉണ്ട്, സ്റ്റേറ്റ് നമ്പർ A, B, C, D, E ഇങ്ങനെ 5 സ്റ്റേറ്റിലാണ് അവർക്ക് വ്യൂവർഷിപ്പ് ഉള്ളത്. നോ ലിസൺ കെയർഫുള്ളി. അപ്പോൾ ഓരോ സ്റ്റേറ്റിലെയും വ്യൂവർഷിപ്പ് തന്നിട്ടുണ്ട്. അതായത് എൻ്റെ വ്യൂവർഷിപ്പ്, B+C ആൻഡ് D+E. അപ്പോൾ ഇതെങ്ങനെയാണ് നമ്മൾ ഇതിനെ പ്ലേസ് ഓഫ് സപ്ലൈ എങ്ങനെ കണ്ടെത്തുമെന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഇതിൻ്റെ ആൻസർ തന്നെ കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് പിന്നെ ഒന്നുകൂടെ ഈസി ആയിട്ട് ചെയ്യാം. അപ്പോൾ 132 അല്ലേ, ഞാൻ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഞാൻ എഴുതിയിട്ട് ആൻസറും കൂടെ ഒരുമിച്ച് കാണിച്ചു തരാം. അപ്പോൾ ഞാനത് മനസ്സിലാൻ വേണ്ടിയിട്ട് ആൻസറിലും ഒരു ചാർട്ടായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. പക്ഷേ എക്സാമിൽ അങ്ങനെ പ്രസൻറ്റ് ചെയ്യാൻ പാടില്ല. എക്സാമിൽ ചാർട്ടായിട്ട് പ്രസൻറ്റ് ചെയ്യരുത്. അപ്പോൾ ലിസൺ, ഓക്കെ, ഇതാണ് സംഭവം. അപ്പോൾ നമ്മൾ ടോട്ടൽ 10 ലക്ഷമാണ് നമ്മളുടെ മൂൺ+ ചാനലിന് ഗവൺമെൻറ് കൊടുക്കുന്നത്. ടോട്ടൽ 10 ലക്ഷമാണ്. നമ്മൾ എന്ത് ചെയ്യണം, ഈ പറഞ്ഞ സ്റ്റേറ്റുകൾക്ക് നമ്മൾ അപ്പോർഷൻ ചെയ്യണം. ഏതൊക്കെ സ്റ്റേറ്റുകൾ നമുക്ക്, വി ഹാവ് A, B, C, D, E 5 സ്റ്റേറ്റ് ഉണ്ട് അല്ലേ. അപ്പോൾ നമ്മൾ എങ്ങനെ അപ്പോർഷൻ ചെയ്യുക വെച്ചാൽ, ടോട്ടൽ 10 ലക്ഷമാണ്. അപ്പോൾ എന്ത് ചെയ്യുക, അവരുടെ വ്യൂവർഷിപ്പിൻ്റെ പ്രൊപ്പോർഷനിലാണ് നമ്മൾ ഡിവൈഡ് ചെയ്യേണ്ടത്. ഡിവൈഡ് ചെയ്യേണ്ടത്. ഇപ്പോൾ വ്യൂവർഷിപ്പ് എന്ന് വെച്ചാൽ 50,000 വ്യൂവർഷിപ്പ്. പക്ഷേ B+Cൻ്റെ 1 lakh, D+E 50,000. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഈ റേഷ്യോ എടുക്കുക, 5:10:5 ഈ റേഷ്യോയിൽ നമ്മൾ ഡിവൈഡ് ചെയ്യാം. അപ്പോൾ എത്ര കിട്ടുമെന്ന് വെച്ചാൽ, ഞാൻ എമൗണ്ട് ഞാൻ തന്നെ ഇവിടെ ഇതാണ്. അപ്പോൾ 2,50,000, 5 lakh ആൻഡ് 2,50,000 അങ്ങനെ കിട്ടും. അതായത് എക്ക് 2,50,000. പക്ഷേ B+C അത് കമ്പൈൻഡ് വ്യൂവർഷിപ്പാണ്, അവർക്ക് 5 lakh. D+Eയും കമ്പൈൻഡ് വ്യൂവർഷിപ്പാണ്, അതിനും 2,50,000 ഇങ്ങനെ കിട്ടും. അപ്പോൾ എക്ക് ഇനി നമ്മൾ ഫർദർ അപ്പോർഷൻ ചെയ്യേണ്ട, അത് ഓൾറെഡി കിട്ടി. ഇനി ഇവരുടെ എങ്ങനെ ഫർദർ അപ്പോർഷൻ ചെയ്യാം, ഈ 5 lakhും 2,50,000 എങ്ങനെ അപ്പോർഷൻ ചെയ്യാം, അതിന് വേണ്ടിയിട്ടാണ് നമ്മളവിടെ പഠിച്ചത്. കമ്പൈൻഡ് വ്യൂവർഷിപ്പ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അവരുടെ പോപ്പുലേഷൻ വെച്ചിട്ടാണ് നമ്മൾ സബ്ഡിവൈഡ് ചെയ്യാം. അപ്പോൾ അങ്ങനെ നോക്കുന്ന സമയത്ത് ഇവരുടെ പോപ്പുലേഷൻ നോക്കാൻ നമുക്ക് എൻ്റെ പോപ്പുലേഷൻ വേണ്ട, BC ബിയിൽ 180 ആൻഡ് സിയിൽ 120. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, ഈ 50,000 നമ്മൾ എന്ത് ചെയ്യുക, 180:20 എന്നുള്ള റേഷ്യോയിൽ ഡിവൈഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് എത്ര കിട്ടും, ബിയിലേക്ക് നമുക്ക് എത്ര കിട്ടുമെന്ന് വെച്ചാൽ 5 ലക്ഷം ഇൻറ്റു 180/200. ബാക്കിയുള്ളത് സിയിലേക്കും പിന്നെ പോകും അല്ലേ. അപ്പോൾ എത്ര കിട്ടും, ബിയിലേക്ക് ഹൗ മച്ച് വരുവാൻ, ബീൻ്റെ കേസിൽ എത്ര കിട്ടും, ബിക്ക് 4,50,000, മറ്റൊരാൾക്ക് 50,000. ഇവിടെ 4,50,000 നിങ്ങൾ ചെയ്ത് നോക്കുക, അതിന് കിട്ടുന്നില്ല നോക്കുക. 4,50,000 ഇവിടെ 50,000. പിന്നെ 2,50,000 കേസും ഇതുപോലെ പോപ്പുലേഷൻ, ഡീൻ്റെ പോപ്പുലേഷനും ഇൻ്റെ പോപ്പുലേഷനും. അപ്പോൾ എത്ര ഡീൻ്റെ പോപ്പുലേഷൻ എത്രയാണ്, 100:25 അല്ലേ. ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, 100:25 റേഷ്യോയിൽ ചെയ്യാം. അപ്പോൾ ഇവിടെ 2,50,000 ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ 125. അപ്പോൾ എത്ര കിട്ടും, 100 ഡിവൈഡ് ബൈ 125 ഈസ് ഈക്വൽ ടു എത്ര കിട്ടുക, 2 lakhs കിട്ടും. മറ്റാൾക്ക് 2,50,000 കിട്ടും. 2 lakh ഇവിടെ 2 lakh കിട്ടും, ഇവിടെ 50,000 കിട്ടും. അപ്പോൾ നമുക്ക് എല്ലാ സ്ഥലത്തും നമ്മൾ അപ്പോർഷൻ ചെയ്തു. ഇവിടെ നമുക്ക് ഓൾറെഡി ചെയ്തു. ഇവിടെ 4,50,000, ഇവിടെ 50,000, 2 lakh 50,000. സെറ്റല്ലേ.
ഇത് പല ആളുകൾ എന്നോട് ചെയ്യാൻ വേണ്ടി പറഞ്ഞൊരു ക്വസ്റ്റൻ ആയിരുന്നു. അതുകൊണ്ടാണ് ഇവനെ ഒന്നുകൂടെ ഇത് പിക്ക് ചെയ്തത്. കാരണം ഇതെന്താണ് ചെയ്തത് പല ആളുകളും മനസ്സിലായില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ വളരെ സിമ്പിൾ ട്രിക്കാണ്. നിങ്ങൾക്ക് ഈ ട്രിക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈസി ആയിട്ട് ആ ക്വസ്റ്റൻ ചെയ്യാൻ പറ്റും. പിന്നെ പ്രസൻറ്റേഷൻ ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്, എങ്ങനെ ഇത് പ്രസൻറ്റ് ചെയ്യേണ്ടത്. ഈ ചാർട്ട് ഞാൻ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാൻ വേണ്ടി ചെയ്തതാണ്. ഐ ഹോപ്പ് ഓൾ ഓഫ് ക്ലിയർ. പിന്നെ നമ്മളുടെ പേയ്മെൻറ്റ് ഓഫ് ടാക്സിലെ ക്വസ്റ്റ്യനൊക്കെ ഞാൻ നാളെയാണ് പ്ലാൻ ചെയ്യുന്നത്. അത് കുറച്ചും കൂടെ അടിപൊളിയായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അത് നമുക്ക് നാളെയാണ് ഞാൻ പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ നമുക്കിനി എന്ത് ചെയ്യാം, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. അപ്പോൾ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു എല്ലാവർക്കും. സെറ്റല്ലേ? ഇനി നമ്മൾ ഇത് ചെയ്യും. Offenses and penalties. Next one is presentation. പ്രസൻറ്റേഷൻ എങ്ങനെയാണ് നമ്മുടെ ഇഷ്യൂ ഓഫ് ഇൻവോയ്സ് ആൻഡ് ആപ്ലിക്കബിൾ GST നമ്മൾ ഈ രീതിയിൽ കാണിച്ചാൽ മതി. ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, ചെറുതായിട്ട് പ്രൊവിഷൻ ചെയ്താണ്ടോ നമ്മളുടെ സമ്മറി ഓഫ് ദ പ്രൊവിഷൻ ആദ്യം എഴുതിയിട്ട് വേണം ഇത് ചെയ്യാൻ. അപ്പോൾ ജസ്റ്റ് ഇത്രത്തോളം ഒന്നും എഴുതേണ്ട ആവശ്യമില്ല, ജസ്റ്റ് സമ്മറി കൊടുക്കുക. പിന്നെ ഈ ഒരു സംഭവം ഇങ്ങനെ കാണിച്ചാൽ മതി, ഈസി. ഓക്കെ, പിന്നുള്ളത് അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് ഏത് ചെയ്യാം, പ്ലേസ് ഓഫ് സപ്ലൈ ഇപ്പോൾ ചെയ്തു. പിന്നെ തൊടാത്തത് റീഫണ്ട്, അസസ്മെൻറ്റ്, ഓഡിറ്റ്, ഓഫൻസസ് ആൻഡ് പെനാൽറ്റീസ് ആൻഡ് വാല്യൂ ഓഫ് സപ്ലൈയിലെ ക്വസ്റ്റ്യൻ ചെയ്യാം അല്ലേ. വാല്യൂ ഓഫ് സപ്ലൈ നമുക്ക് 146 ചെയ്യാം. അത് കുറച്ച് വലിയ ക്വസ്റ്റ്യനാണ്. നമുക്ക് വാല്യൂ ഓഫ് സപ്ലൈയിലെ ക്വസ്റ്റ്യൻ ചെയ്യാം. ഏതാണ് വാല്യൂ ഓഫ് സപ്ലൈയിൽ? 146 അല്ലേ. ഓക്കെ, നിങ്ങളെന്താണ് ഒന്നും ഉഷാറിലായിരിക്കുന്നത്? മനസ്സിലാകുന്നില്ലേ? എത്ര പേരുണ്ടായിട്ടും ആരും മണ്ടുന്നില്ല. ഒരു നല്ലൊരു വാല്യൂ ഓഫ് സപ്ലൈൻ്റെ അടിപൊളി ഒരു ക്വസ്റ്റ്യൻ ചെയ്യാം നമുക്ക്. ഇപ്പോൾ നമ്മൾ ഇതിൻ്റെ തിയറി മനസ്സിലാക്കണമെങ്കിൽ റൂൾ 28ഉം റൂൾ 29ഉം നമുക്കറിയണം. റൂൾ 28ഉം റൂൾ 29ഉം. അപ്പോൾ ഞാൻ IDT ബൂസ്റ്ററിൽ എന്ത് ചെയ്യാം, റൂൾ 28ഉം 29ഉം എടുക്കാം. ലെറ്റ്സ് സീ ദിസ്. ഞാൻ റെഗുലർ ബുക്ക് എടുക്കാത്തതിൻ്റെ കാരണമല്ല, കാരണം അത് നമുക്ക് ഇതൊരു റിവിഷൻ സ്ട്രക്ചർ ഇതുപോലെ അല്ലേ. അപ്പോൾ ഞാനതിൽ റെഗുലർ ബുക്ക് എടുത്തു കഴിഞ്ഞാൽ ഒരുപാട് ടൈം പോകും വിചാരിച്ചിട്ടാണ് അത് എടുക്കാത്തത് കേട്ടോ. അപ്പോൾ എവിടെയായിരുന്നു? പ്ലേസ് ഓഫ് സപ്ലൈ, വാല്യൂ ഓഫ് സപ്ലൈ. ഓക്കെ, ഇപ്പോൾ വാല്യൂ ഓഫ് സപ്ലൈൻ്റെ കേസിൽ സെക്ഷൻ 15 ഉണ്ട് നമുക്കറിയാം. അതിനുശേഷം നമുക്ക് വാല്യുവേഷൻ റൂൾസ് ഉണ്ട്. അപ്പോൾ റൂൾ 27 എപ്പോഴാണ് അപ്ലൈ ചെയ്യുന്നത് വെച്ചാൽ വെൻ മണി ഈസ് നോട്ട് ദ ഓൺലി കൺസിഡറേഷൻ അല്ലെ. വെൻ മണി ഈസ് നോട്ട് ദ ഓൺലി കൺസിഡറേഷൻ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ആദ്യം ഓപ്പൺ മാർക്കറ്റ് വാല്യൂ ഉണ്ടോ നോക്കുക. അതില്ലെങ്കിൽ എന്താ ചെയ്യുക, നമുക്ക് എല്ലാവർക്കും അറിയാം ഓപ്പൺ മാർക്കറ്റ് വാല്യൂ ഉണ്ടാക്കുക. പിന്നെ റൂൾ 28, അതായത് നമ്മളുടെ റിലേറ്റഡ് പേഴ്സൻ്റെ കേസ്. അപ്പോൾ റൂൾ 28 എന്താണ്, റിലേറ്റഡ് പേഴ്സൻ്റെ കേസാണ്. ഇത് ഏത് ക്വസ്റ്റൻ ആയിരുന്നു? റൂൾ 28ഉം 29 ആണല്ലേ. അപ്പോൾ റൂൾ 28ഉം 29ഉം ആണ്. അപ്പോൾ റിലേറ്റഡ് പേഴ്സൻ്റെ കേസിൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഈ റെസിപ്പിയൻ്റ് ITs എടുക്കാൻ പറ്റുന്ന ആളാണ് നോക്കാം. ITs എടുക്കാൻ പറ്റുന്ന ആളാണെങ്കിൽ ഇൻവോയ്സ് വാല്യൂ ഓപ്പൺ മാർക്കറ്റ് വാല്യൂ അക്സെപ്റ്റ് ചെയ്യും. അത് തന്നെ ആയിരിക്കും വാല്യൂ ആയിട്ട് വരാം. ITs എടുക്കാൻ പറ്റാത്ത ആളാണെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് റെസിപ്പിയൻ്റ് ഈസ് ഇൻറ്റൻസ് ടു സപ്ലൈ ആസ് സച്ച് മീൻസ് വിത്തൗട്ട് എനി പ്രോസസ്സിംഗ്. അങ്ങനെയാണെങ്കിൽ വാല്യൂ ഈസ് ഈക്വൽ ടു ഓപ്പൺ മാർക്കറ്റ് വാല്യൂ ഓർ 90% ഓഫ് ദി വാല്യൂ ഓഫ് ദ ഗുഡ്സ് വിച്ച് എവർ ഇസ് ലോവർ എടുത്താൽ മതി. ഇനി പിന്നെ അത് അങ്ങനെയല്ല എങ്കിൽ അവർ ഫർദർ പ്രോസസ്സിംഗ് ചെയ്യുകയാണെങ്കിൽ പിന്നെ നമ്മൾ ഓപ്പൺ മാർക്കറ്റ് വാല്യൂ ഉണ്ടാക്കുക, അല്ലെങ്കിൽ ലൈക്ക് ആൻഡ് ക്വാളിറ്റി ഉണ്ടാക്കുക. അത് നമ്മൾ സാധാ പ്രൊസീജിയർ നമ്മൾ ഫോളോ ചെയ്യണം. ഓക്കെ,
അപ്പോൾ റൂൾ 29 പറഞ്ഞു വെച്ചാൽ നമ്മളുടെ ഏജൻ്റെ കേസാണ്. ഏജൻ്റെ കേസിൽ വാല്യൂ എങ്ങനെ കണ്ടെത്തുക? ഓപ്പൺ മാർക്കറ്റ് വാല്യൂ ഓർ 90% ഓഫ് ദി വാല്യൂ ഗുഡ്സ് സപ്ലൈഡ് ബൈ ദ റെസിപ്പിയൻ വിച്ച് എവർ ഇസ് ലോവർ. ഇതാണ് നമ്മളുടെ തിയറി ആയിട്ട് നമുക്ക് ഓർത്തിരിക്കേണ്ടത്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ വായിച്ച് മനസ്സിലാക്കണം. നമ്മളുടെ ക്വസ്റ്റ്യൻ നമുക്ക് വായിച്ചു നോക്കാം. റെഡി, ശ്രദ്ധിക്കാം. ലിസൺ കെയർഫുള്ളി. അപ്പോൾ ഓൾ ഫിറ്റ് ലബോറട്ടറീസ് ഇസ് എ രജിസ്റ്റേർഡ് സപ്ലൈൻ ബൾക്ക് ഡ്രഗ്സ്. ഓക്കെ, അപ്പോൾ അവർ കുറേ സ്റ്റോറി പറയുന്നുണ്ട്. അവർ എന്താ പറയുക, ആ സ്റ്റോറി കാർഡ് നിൽക്കട്ടെ, നമുക്ക് സ്റ്റോറിൻ്റെ ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഇവരുള്ളത് എവിടെയെന്ന് വെച്ചാൽ ഇവർ രജിസ്റ്റേർഡ് സപ്ലൈ ബൾക്ക് ഇൻ ഡൽഹിയാണ് കേട്ടോ. അപ്പോൾ ഈ സ്റ്റോറി നമുക്ക് അത്ര ആവശ്യമില്ല. ഇനി അവർ പറയുന്നുണ്ട് അഡ്വാൻസ് റിസീവ്ഡ് ടുവാർഡ്സ് ഡ്രഗ് ഡെവലപ്മെൻറ്റ് സർവീസ് ടു സപ്ലൈ ടു ഓർഷം പ്രൈവറ്റ് ലിമിറ്റഡ് ഡ്രഗ് മാനുഫാക്ചർ ലൊക്കേറ്റ് ഇൻ ഡൽഹി. നൗ ലിസൺ കെയർഫുള്ളി, ദിസ് ഇസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മുടെ അഡ്വാൻസിൻ്റെ ഇത് ചെയ്യുന്ന സമയത്ത്, അഡ്വാൻസ് കിട്ടുന്ന സമയത്ത് ഒരു കാര്യം നിങ്ങൾ അതിൻ്റെ കൂടെ പഠിക്കേണ്ടതെന്ന് വെച്ചാൽ, ഞാൻ ടൈം ഓഫ് സപ്ലൈ ചാപ്റ്ററിൽ അതിൻ്റെ ഒരു കാര്യം കൊടുത്തിട്ടുണ്ട്. ബി കെയർഫുൾ. അതായത് IDT ബൂസ്റ്റ് ടൈം ഓഫ് സപ്ലൈ. ഓക്കെ, ടൈം ഓഫ് സപ്ലൈ ചാപ്റ്ററിൽ ഐ ഹാവ് ഗിവൺ ദിസ്. അഡ്വാൻസ് കിട്ടുന്ന സമയത്ത് ഗുഡ്സിൻ്റെ കേസിൽ, കോമ്പോസിഷൻ ഡീലറിൻ്റെ കേസിലും സ്പെസിഫൈഡ് ആക്ഷൻ ക്ലെയിംസിൻ്റെ കേസിലും ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ആ അഡ്വാൻസിൻ്റെ ടൈം ഓഫ് സപ്ലൈ സെപ്പറേറ്റ്ലി കണ്ടെത്തണം. ആൻഡ് ടൈം ഓഫ് സപ്ലൈ വിൽ ബി റെസിപ്റ്റ് ഓഫ് അഡ്വാൻസ്. പക്ഷേ നോർമൽ കേസിലാണെങ്കിൽ അഡ്വാൻസ് എടുക്കാൻ പാടില്ല ഗുഡ്സിൻ്റെ. പക്ഷേ സർവീസിൻ്റെ കേസിലാണെങ്കിൽ ഓൾവേസ് നമ്മൾ എന്ത് ചെയ്യണം? ആ അഡ്വാൻസിൻ്റെ ടൈം ഓഫ് സപ്ലൈ സെപ്പറേറ്റ്ലി കണ്ടെത്തണം. എന്ന് പറഞ്ഞാൽ ഇപ്പം ഞാൻ ഏപ്രിൽ മാസമാണ് സർവീസ് പ്രൊവൈഡ് ചെയ്യാൻ പോകുന്നത്, പക്ഷേ എനിക്ക് മാർച്ച് മാസം അഡ്വാൻസ് കിട്ടിക്കഴിഞ്ഞാൽ ആ അഡ്വാൻസിൻ്റെ ടൈം ഓഫ് സപ്ലൈ മാർച്ചിലായിരിക്കും, അതിൻ്റെ GST മാർച്ചിൽ പേ ചെയ്യണം. നേരെ മറിച്ച് ഗുഡ്സിനെ ആണെങ്കിലോ ഈ 1 lakh ഞാൻ നോക്കണ്ട. ഏത് ഗുഡ്സ് ഒഴികെ, കോമ്പോ സ്കീമിൻ്റെ കേസിലും സ്പെസിഫൈഡ് ആക്ഷൻ ക്ലെയിംസിൻ്റെ കേസിലും ഒഴികെ അഡ്വാൻസ് എമൗണ്ട് നോക്കാൻ പാടില്ല, അഡ്വാൻസ് ഇഗ്നോർ ചെയ്യാം. പക്ഷേ സർവീസിൻ്റെ കേസിലാണെങ്കിൽ ഓൾവേസ് നമ്മൾ എന്ത് ചെയ്യണം? അഡ്വാൻസ് എടുക്കണം. ഓക്കെ, അതിൻ്റെ ടൈം ഓഫ് സപ്ലൈ സെപ്പറേറ്റ്ലി കണ്ടെത്തണം. നൗ ലിസൺ. അപ്പോൾ അഡ്വാൻസ് റിസീവ്ഡ് ടുവാർഡ്സ് ഡ്രഗ് ഡെവലപ്മെൻറ്റ് സർവീസസ് ആണ്. അപ്പോൾ നമ്മളിപ്പോൾ ഏത് മാസമുള്ളത്? നമ്മൾ ജാനുവരിയാണ്. പക്ഷേ ഇതിൻ്റെ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നത് ഫെബ്രുവരിയാണ്. അത് കുഴപ്പമില്ല, കാരണം സർവീസ് ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ഈ 5 ലക്ഷത്തിന് നമ്മൾ ഈ മാസം GST കൊടുക്കണം. പക്ഷേ രണ്ടാമത്തെ കേസ് നോക്കി നിങ്ങൾ, അഡ്വാൻസ് റിസീവ് ഫോർ ബൾക്ക് ഡ്രഗ്സ് ടു ബി സപ്ലൈഡ് ടു നോവിക് ഫാർമാസ്യൂട്ടിക്കൽ എ ഹോൾസെയിൽ ഡീലർ. ഓക്കെ, അപ്പോൾ ഇത് ബൾക്ക് ഡ്രഗ് ആണ്, എന്ന് വെച്ചാൽ ഗുഡ്സ് ആണ്. ഗുഡ്സിൻ്റെ കേസിൽ അഡ്വാൻസ് എടുക്കാൻ പാടില്ല. അപ്പോൾ ഈ 6 lakh നമ്മൾ എടുക്കാൻ പാടില്ല, കാരണം ഇത് മാർച്ചിലാണ് പ്രൊവൈഡ് ചെയ്യാൻ പോകുന്നത് അല്ലേ. നമ്മൾ ജാനുവരിയിൽ എടുക്കാൻ പാടില്ല, സർവീസ് എടുക്കണം, ഇതെടുക്കാൻ പാടില്ല. ഇനി സപ്ലൈ ഓഫ് ബൾക്ക് ഡ്രഗ്, ഞാൻ ഇതിൻ്റെ ആൻസർ കാണിച്ചിടാം. ആദ്യം ഞാൻ ഡിസ്കസ് ചെയ്തിട്ട് ആൻസർ കാണിച്ചിടാം. സപ്ലൈ ഓഫ് ബൾക്ക് ഡ്രഗ്സ് ടു ഹോൾസെയിൽ ഡീലർ ഡ്രഗ്സ് ഇൻ ഡൽഹി. അപ്പോൾ സാധാരണ പോലെ അത് CGST SGS ചെയ്യാം. ബൾക്ക് ഡ്രഗ് സപ്ലൈ ടു ആങ്കർ ഫാർമാസ്യൂട്ടിക്കൽ USA അണ്ടർ ബോണ്ട് മീൻസ് LUTൻ്റെ കൂടെ നമ്മൾ എന്താണ് 250 lakhന് മുകളിലൊക്കെ എന്തെങ്കിലും നമ്മൾ പ്രോസിക്യൂഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ബോണ്ട് ഇഷ്യൂ ചെയ്യണം. അപ്പോൾ അത് LUT ആണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം ഇതിന് GST ഉണ്ടാവില്ല. പിന്നെ ഡ്രഗ് ഡെവലപ്മെൻറ്റ് സർവീസ് പ്രൊവൈഡ് ടു യൂണിഫോം ഡ്രഗ്സ് മാനുഫാക്ചർ ലൊക്കേറ്റ് ഡൽഹി, അത് നമ്മൾ സാധാ പോലെ എന്ത് ചെയ്യുക? നമ്മൾ GST കണ്ടെത്താം. ഇവിടെ സാധാരണ ഒരു എന്താ പറയുക, കൂടുതൽ സംഭവമൊന്നുമില്ല. പക്ഷേ നമ്മൾ റൂൾ അപ്ലൈ ചെയ്യേണ്ടത് 2 പോയിൻ്റാണ്, 1-2 പോയിന്റ് അതിലേക്ക് വരാം. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഞാൻ കാണിച്ചു തരാം. 146 അല്ലേ, ശ്രദ്ധിക്കാം. 146 വരാം. സെക്കൻഡ് ബഡീസ്. ഓക്കെ, 146ൻ്റെ ആൻസർ നോക്കാം. അപ്പോൾ അതിൽ നമ്മൾ ഫസ്റ്റ് എന്ത് ചെയ്തു? അഡ്വാൻസ് റിസീവ്ഡ് ഫ്രം അഡ്വാൻസ് സർവീസസ് ആണ്. അപ്പോൾ നമ്മൾ GST ചെയ്യണം. പക്ഷേ ഗുഡ്സിൻ്റെ കേസിൽ എന്ത് ചെയ്യാൻ പാടില്ല? GST നമുക്ക് 0 ആണ്. പിന്നെ ഞാൻ പറഞ്ഞു ഡൽഹിയിൽ CGST SGST ചെയ്യാം. പിന്നെ US അണ്ടർ ബോണ്ട് ആണെങ്കിൽ GST ഉണ്ടാവില്ല. പിന്നെ അതുപോലെ തന്നെ ഡ്രഗ് ഡെവലപ്മെൻറ്റ് സർവീസസ് ടു യൂണിഫാർമ ലിമിറ്റഡ് സാധാ പോലെ എന്ത് ചെയ്യുക? ഇൻട്രാസ്റ്റ് ചെയ്യാം. അവിടെ ഒന്നും പ്രശ്നമില്ല. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അപ്പോൾ ഇവിടെ നമുക്ക് ഈ പറഞ്ഞ 4 കേസിൽ അങ്ങനെ വലിയ സംഭവമായിട്ടുള്ള അഡ്ജസ്റ്റ്മെൻ്റ് ഒന്നുമില്ല, ഈസി ആയിട്ടുള്ള കാര്യമാണ്. പിന്നെ സാർ ഇംഗ്ലീഷ് പ്ലീസ് എന്ന് പറയുന്നുണ്ട്. ഇംഗ്ലീഷ് പ്ലീസ് ഞാൻ ഐ ക്യാൻ എന്താ പറയുക, ഇഫ് ഐ ടേക്ക് ഇൻ ഇംഗ്ലീഷ് അത് majority will be okay with Malayalam. That's a problem. So anyway, I'm planning for an English classes. So for the time being, let me complete this in Malayalam. Anyway, I've completed majority portion in Malayalam only, so that's a problem. Now listen. So what happens in the situation is that ഞാൻ അറിയാം ഇംഗ്ലീഷിലേക്ക് അറിയാം. അപ്പോൾ കൺസൈൻമെൻറ്റ് ഓഫ് ബൾക്ക് ഡ്രഗ്സ്. ഓക്കെ, ശ്രദ്ധിക്കാം. കൺസൈൻമെൻറ്റ് ഓഫ് ബൾക്ക് ഡ്രഗ്സ് വർ സെൻഡ് ടു കാർഡിനൽ ഫാർമ പ്രൈവറ്റ് ലിമിറ്റഡ് ആൻഡ് റോച്ചസ്റ്റർ മെഡിക്കോസ്. ഇത് രണ്ടും ഇവരുടെ ഏജന്റുമാരാണ്.
Now, Allfield Laboratories Limited in Punjab and Haryana respectively, Carton Pharma Private Limited and Rochester Medicals have supplied these drugs under their invoice to medical store 60 lakh and 50 lakh respectively. Very important adjustment. Shradhiya, listen carefully. നമ്മൾ ആരാണ്? ഓൾഫിറ്റ് ലബോറട്ടറീസ് ആണ്. ഓൾഫിറ്റ് ലബോറട്ടറീസ്. ദെൻ നമ്മൾ ആർക്ക് ഗുഡ്സ് സെൻഡ് ചെയ്യാണ്? രണ്ട് ഏജന്റ് ഉണ്ട്, കാർഡിനൽ ഫാർമ ആൻഡ് റോച്ചസ്റ്റർ മെഡിക്കോസ്. ഇപ്പോൾ കാർഡിനൽ ഫാർമ, റോച്ചസ്റ്റർ മെഡിക്കോസ്, ദീസ് ടു ആർ ഏജൻസ്. ഓക്കെ, ദീസ് ടു ആർ ഏജൻസ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? അവർക്ക് നമ്മൾ ഗുഡ്സ് സെൻഡ് ചെയ്യുന്നു. നമ്മൾ ആരുടെ ജി എസ് ടി നമ്മൾ കണ്ടത്? ഓൾഫിറ്റിൻ്റെ ജി എസ് ടി ആണ്. അപ്പോൾ നമുക്കറിയേണ്ടത് ഈ വാല്യൂ എത്രയാണ്, അതായത് ഓൾഫിറ്റ് അവരുടെ ഏജന്റിന് അയച്ച വാല്യൂ എത്രയാണെന്ന് കണ്ടെത്തേണ്ടത്. പക്ഷേ ക്വസ്റ്റ്യനിൽ തന്ന വാല്യൂ എന്താ? ഈ 60 ലാക്കും 50 ലാക്കും എന്താണെന്ന് വെച്ചാൽ ഈ ഏജന്റ് ഫർദർ ആർക്ക് സെയിൽ ചെയ്യും? കസ്റ്റമർക്ക് സെയിൽ ചെയ്യും. ആ വാല്യൂ ആണ് 50 ലാക്കും 60 ലാക്കും. ഓക്കെ, ആ വാല്യൂ ആണ് 50 ലാക്കും 60 ലാക്കും. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മളുടെ റൂൾ 29 ഞാൻ നേരത്തെ കാണിച്ചു തന്നു. റൂൾ 29 വാല്യൂ കണ്ടെത്തുന്ന സമയത്ത്, ഓക്കെ ശ്രദ്ധിക്കാം, I'll take the value of supply. At value of supply ഇവിടെ അപ്പോൾ അതിൽ റൂൾ 29 പറയുന്നുണ്ട്. വേർ ഇസ് റൂൾ 29? വാല്യൂ ഇസ് ഈക്വൽ ടു ഒന്നുകിൽ ഓപ്പൺ മാർക്കറ്റ് വാല്യൂ. ക്വസ്റ്റ്യൻ ഓപ്പൺ മാർക്കറ്റ് വാല്യൂ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ എടുക്കേണ്ട ആവശ്യമില്ല. അല്ലെങ്കിൽ 90% ഓഫ് ദി വാല്യൂ ഗുഡ് സപ്ലൈഡ് ബൈ ദ റെസിപ്പിയൻ എന്ന് പറഞ്ഞാൽ ഇവിടെ ഈ ഏജന്റ് അവരുടെ കസ്റ്റമർക്ക് സെയിൽ ചെയ്ത പ്രൈസിൻ്റെ 90% എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരുമിച്ച് ചെയ്യാം. 50 + 60 എത്രയാണ്? 110 lakhs ആണ്. ആ 110 lakhsൻ്റെ 90% ആയിരിക്കും ഇതിൻ്റെ വാല്യൂ. ആർ ഗെറ്റിംഗ്? അതാണ് റൂൾ പറയുന്നത്. അതായത് ഏജന്റ് അവരുടെ കസ്റ്റമർക്ക് എത്രക്കാണ് വിൽക്കുന്നത് അതിൻ്റെ 90% ഓർ ഓപ്പൺ മാർക്കറ്റ് വാല്യൂ വിച്ച് ഇസ് ലോവർ, അതായിരിക്കും അതിൻ്റെ വാല്യൂ ആയിട്ട് വരിക. ഓക്കെ, സോ പിന്നെ അപ്പോൾ അങ്ങനെ നോക്കുന്ന സമയത്ത് ഇതിൻ്റെ വാല്യൂ എത്ര കിട്ടും? വാല്യൂ ഇസ് ഈക്വൽ ടു 110ൻ്റെ എത്രയാണ് വരിക? 99 lakh ആണ് വാല്യൂ വരിക. 99 lakh ആണ് അതിൻ്റെ വാല്യൂ വരിക. ഓക്കെ, അപ്പോൾ അതങ്ങനെ കിട്ടി, മനസ്സിലായില്ലേ? ഓക്കെ, അതിൻ്റെ 90%. ഇനി ബൾക്ക് ഡ്രഗ്സ് ഹാവ് ബീൻ സപ്ലൈഡ് ടു റോൺ മെഡിക്കോസ്. റോൺ മെഡിക്കോസ് ആരാ? എ ഹോൾസെയിൽ ബൾക്ക് ഡീലർ ഇൻ ഗുരുഗ്രാം, ഹരിയാന ഫോർ എ കൺസിഡറേഷൻ 15 lakhs. ഓൾഫിറ്റ് ലബോറട്ടറീസ് ഓൺസ് 72% ഷെയർസ്. എപ്പോഴാണ് ഒരാൾ റിലേറ്റഡ് പേഴ്സൺ ആവുക? റിലേറ്റഡ് പേഴ്സൺ ഡെഫിനിഷൻ പറയുന്നുണ്ട്, വൺ പേഴ്സൺ കൺട്രോൾസ് ദി അതർ. കൺട്രോൾ എന്ന് പറയുമ്പോൾ മോർ ദാൻ 50% ഹോൾഡ് ചെയ്യാം. അപ്പോൾ ഈ പറഞ്ഞ ഓൾഫിറ്റ് ലബോറട്ടറീസും റോൺ മെഡിക്കോസും എന്താണ്? ദേ ആർ റിലേറ്റഡ് പേഴ്സൺ ആണ്, അല്ലേ? അപ്പോൾ അവരുടെ ഇൻവോയ്സ് വാല്യൂ ഇസ് ഈക്വൽ ടു 15 lakh. ബി കെയർഫുൾ ബഡീസ്. ഇവിടെ ക്ലിയർലി പറയുന്നുണ്ട് ദേ ആർ നോട്ട് എലിജിബിൾ ഫോർ ITC. ആര്? ഈ റെസിപ്പിയൻ്റ്, റെസിപ്പിയൻ്റ് ആയിട്ടുള്ള റോൺ മെഡിക്കോസിന് ITC എടുക്കാൻ പറ്റൂല. അപ്പോൾ ITC എടുക്കാൻ പറ്റുകയായിരുന്നെങ്കിൽ നമ്മൾ ഏതാ വാല്യൂ എടുക്കുക? 15 lakh ആണ് വാല്യൂ എടുക്കുക. കാരണം റെസിപ്പിയൻറ്റിന് ITC എടുക്കാൻ പറ്റുകയാണെങ്കിൽ നമ്മൾ എന്താ പഠിച്ചത്? വാല്യൂ ഇസ് ഈക്വൽ ടു, അതായത് ഇൻവോയ്സ് വാല്യൂ ഷാൾ ബി അക്സെപ്റ്റബിൾ. അപ്പോൾ നമ്മൾ 15 lakh എടുക്കാം. പക്ഷേ ഇവർക്ക് ITC എടുക്കാൻ പറ്റാത്തത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ വേറെ ഇൻഫർമേഷൻ ഇല്ലാത്തതുകൊണ്ട് ഓപ്പൺ മാർക്കറ്റ് വാല്യൂ എടുക്കേണ്ടത്. എത്ര ഓപ്പൺ മാർക്കറ്റ് വാല്യൂ ഇസ് ഈക്വൽ ടു മാർക്കറ്റ് വാല്യൂ ഇസ് ഈക്വൽ ടു 30 lakhs. അപ്പോൾ ആ 30 lakh ആണ് നമ്മൾ വാല്യൂ ആയിട്ട് എടുക്കേണ്ടത്. ഓക്കെ, അതിന് IGST ചെയ്യുക. കാരണം ഹരിയാനയിലാണ്, നമ്മൾ ഡൽഹിയിലാണ്. അപ്പോൾ IGST, ദാറ്റ്സ് ഇറ്റ്. പിന്നെ അതിൻ്റെ കറക്റ്റ് നോട്ട്സൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? കറക്റ്റായിട്ട് കൊടുക്കണം. എന്നാൽ മാത്രമേ നമുക്ക് മാർക്ക് കിട്ടുള്ളൂ. ഐ ഹോപ്പ് ഓൾ ഓഫ് യു ക്ലിയർ ദിസ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മൾ ഇതെന്താ പ്രശ്നം വെച്ചാൽ നമ്മൾ പെട്ടെന്ന് ശ്രദ്ധിക്കൂല കേട്ടോ. ഇപ്പം നിങ്ങൾ എക്സാമിൽ ചെയ്യുന്ന സമയത്ത് എസ്പെഷ്യലി ഇവിടെ നമ്മൾ എന്ത് ചെയ്യും? ഈ നമ്മളെന്താ വിചാരിക്കുക? 50 lakhും 60 lakhും ആണ് വാല്യൂ എന്ന് വിചാരിക്കും. അത് പക്ഷേ അതല്ല നമുക്ക് കിട്ടേണ്ട വാല്യൂ. നമുക്ക് കിട്ടേണ്ട വാല്യൂ ഓൾഫിറ്റ് ലബോറട്ടറീസ് ഏജന്റ് സെൻഡ് ചെയ്ത വാല്യൂ ആണ്. ആ വാല്യൂ കണ്ടെത്താനാണ് ട്രിക്ക് വരുന്നത്. ഒന്നെങ്കിൽ ഓപ്പൺ മാർക്കറ്റ് വാല്യൂ എടുക്കുക, അല്ലെങ്കിൽ ഏജന്റ് കസ്റ്റമർക്ക് വിൽക്കുന്നതിൻ്റെ 90% എടുക്കുക. ഐ ഹോപ്പ് ഓൾ ഓഫ് യു ക്ലിയർ. അപ്പോൾ എത്ര ക്വസ്റ്റ്യൻ ചെയ്തു? 1 2 3 4 5 6 7 ക്വസ്റ്റ്യൻ ചെയ്തു അല്ലേ?
യെസ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നമ്മൾ വാല്യൂ ഓഫ് സപ്ലൈ എന്ന് പോയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നേരത്തെ ഇനി അങ്ങോട്ട് പോകും നമ്മൾ എക്സ്പോർട്ട് ഇമ്പോർട്ടിലേക്ക് പോലെ 228 ചെയ്യാം. 228 ചെയ്യാം. ലെസൺ 228 വരാം മക്കളെ. ബോറടിക്കുന്നുണ്ടോ? നല്ല അനലൈസ് ചെയ്യേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. ബോറടിക്കുന്നുണ്ടോ? യെസ്. അപ്പോൾ ദിസ് ഇസ് എ ഗുഡ് ക്വസ്റ്റ്യൻ. ജോയിൻ ദ ഡ്രിൽസ് ഓഫ് ഓസ്ട്രേലിയ, എക്സ്പോർട്ട് റഫ് റോക്ക് കട്ടിംഗ് ഡയമണ്ട്സ് ടു മെസ്സേഴ്സ് അങ്കിത് എൻ്റർപ്രൈസ് ഓഫ് ഇന്ത്യ, രജിസ്റ്റേർഡ് സപ്ലയർ ഇൻ ദ സ്റ്റേറ്റ് ഓഫ് ഹരിയാന. മെസ്സേഴ്സ് അങ്കിത് എൻ്റർപ്രൈസസ് എക്സ്പെക്റ്റഡ് ടു പ്രോസസ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഒന്ന് ബ്രേക്ക് ചെയ്യാം. ലെറ്റ്സ് ബ്രേക്ക് ദിസ് ക്വസ്റ്റ്യൻ. അപ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ, ഇല്ല ബോറടിക്കുന്നില്ല. ഓക്കെ, സെറ്റ്. അപ്പോൾ നമ്മളുടെ ആരാണ് മെസ്സേജ് ജോയിൻ ദ ഡ്രിൽസ് ഓഫ് ഓസ്ട്രേലിയ അല്ലേ? ഇപ്പോൾ ജോയിൻ ഡ്രിൽസ് എവിടെയാണ്? ഓസ്ട്രേലിയയാണ്. ദേ ആർ ഇൻ ഓസ്ട്രേലിയ. ഓക്കെ, ഫൈൻ. ദെൻ ദേ എക്സ്പോർട്ട് റഫ് റോ കട്ടിംഗ് ഡയമണ്ട്സ് ടു മെസ്സേഴ്സ് അങ്കിത് എൻ്റർപ്രൈസസ്. ഓക്കെ, അങ്കിത് എൻ്റർപ്രൈസസ് എവിടെയാണ്? അങ്കിത് എൻ്റർപ്രൈസസ് ടു ഇന്ത്യ. എന്തിനാണ് അവർ ഇന്ത്യയിലേക്ക് അത്? അപ്പോൾ അവർ ഇങ്ങോട്ട് എന്താണ് ഡയമണ്ട് അല്ലേ, റഫ് ഡയമണ്ട് ഇങ്ങോട്ടേക്ക് എക്സ്പോർട്ട് ചെയ്യാണ്. എന്തിനാണെന്ന് വെച്ചാൽ പ്രോസസ് ദം ഇൻ ടു ടൂൾസ്. അത് പ്രോസസ് ചെയ്ത് ടൂൾസ് ആക്കി മാറ്റാൻ അല്ലേ? നമുക്കറിയാം ഏറ്റവും ഉറപ്പുള്ള പരിപാടിയാണ് ഈ പറഞ്ഞ എന്താ പറയുക ഡയമണ്ട്സ്. അപ്പോൾ അതുകൊണ്ട് ടൂൾസ് ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ എക്സ്പോർട്ട് ദം ടു ദ സെയിം സപ്ലൈ ഇൻ ഓസ്ട്രേലിയ. ദ പ്രോസസ് ഡസ് നോട്ട് ഹാവ് ഇൻവോൾവ് എനി സൊഫിസ്റ്റിക്കേറ്റഡ് പ്രോസസ് അതർ ദാൻ കട്ടിംഗ്, പോളിഷിംഗ് ആൻഡ് ഫിനിഷിംഗ്. Must Ankit Enterprises request to join the drills for use of such goods for in 3 months, which is agreed to by the supplier. If then the export is to Australian supplier, invoice him for 12 lakhs for the processing into the required tool. Must Ankit Enterprises of the assumption that it is an export of transaction and therefore it is entitled to treat it as a zero rated supply, and it's decided that no tax is payable under LUT, although the rate of applicable to such service domestic is 9%. See the provision related to the above supply of service and explain whether the stand taken by Ankit Enterprises is correct. ഇതിൻ്റെ മറ്റൊരു എന്താ പറയുക സിറ്റുവേഷൻ, ഞാൻ എൻ്റെ റെഗുലർ ക്ലാസ്സസിൽ ഞാനൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. എൻ്റെ ഓഫീസിൽ ശരിക്കും വന്നൊരു കേസ് ഉണ്ടായിരുന്നു. അതായത് ഒരു വേറൊരു ടാക്സ് പ്രാക്ടീഷണർ ഈസ് നോട്ട് എ CMA ആൻഡ് ആൾ ചെയ്തിട്ട് ഏകദേശം 88 ലക്ഷം പെനാൽറ്റി വന്ന ഒരു കേസ് ഉണ്ടായിരുന്നു. അത് ഏകദേശം ഈ ഒരു സിറ്റുവേഷനുമായിട്ട് മാച്ചിങ് ആണ്. ഓക്കെ, അപ്പോൾ അതെന്താ സംഭവം എന്ന് വെച്ചാൽ നമുക്ക് നോക്കാം. ഇവർ പറഞ്ഞത് എക്സ്പോർട്ടാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യുന്നത് വെച്ചാൽ ആദ്യം എന്താണ് എക്സ്പോർട്ട് നമുക്ക് നോക്കാം അല്ലേ? സോ ലെറ്റ്സ് സീ ദ എക്സ്പോർട്ട് ഇമ്പോർട്ട് ചാപ്റ്റർ. അപ്പോൾ എക്സ്പോർട്ട് ഇമ്പോർട്ട് ചാപ്റ്ററിൽ ഞാനത് ഇതിൽ ചുരുക്കി കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ എക്സ്പോർട്ട് ഇമ്പോർട്ട് ചാപ്റ്ററിൽ നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ലിസൺ കെയർഫുള്ളി ബഡീസ്. എക്സ്പോർട്ട് ഓഫ് സർവീസ്. എക്സ്പോർട്ട് ഓഫ് സർവീസിൻ്റെ ഡെഫിനേഷനിൽ ക്ലിയർലി പറഞ്ഞിട്ട് സെക്ഷൻ 2 clause 6 പറയുന്നുണ്ട് സപ്ലയർ ഇന്ത്യയിലായിരിക്കണം. അപ്പോൾ നമ്മളുടെ കേസിൽ ഇവിടെ ആരാണ് സപ്ലയർ? ഇവിടെ ഈ ജോയിൻ്റ് ഡ്രിൽസ് എന്നുള്ള ഓസ്ട്രേലിയൻ കമ്പനി എന്ത് ചെയ്യും? അവർ കുറേ സാധനങ്ങൾ, അതായത് മറ്റേ ഡയമണ്ട്സ് ഇന്ത്യയിലേക്ക് അയക്കും. ഡയമണ്ട്സ് ഇന്ത്യയിലേക്ക് അയച്ചിട്ട് എന്ത് ചെയ്യുന്നു വെച്ചാൽ അവർ എന്ത് ചെയ്യും? നമ്മൾ ഇന്ത്യയിലുള്ള അങ്കിത് എൻ്റർപ്രൈസ് എന്ത് ചെയ്യണം? അത് പ്രോസസ്സ് ചെയ്യണം. പ്രോസസ്സ് ചെയ്തിട്ട് എന്ത് ചെയ്യണം? ദേ ഹാവ് ടു എക്സ്പോർട്ട്. അപ്പോൾ സപ്ലയർ ഇവരാണ്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് കണ്ടീഷൻ ഓക്കെയാണ്, സപ്ലയർ ഇൻ ഇന്ത്യ. ഫൈൻ. അപ്പോൾ നമ്മുടെ കണ്ടീഷൻ നമ്പർ 1 ഓക്കെ. റെസിപ്പിയൻ്റ് ഔട്ട്സൈഡ് ഇന്ത്യ. ആര് റെസിപ്പിയൻ്റ്? ജോയിൻ ദ ഡ്രിൽസ്. അപ്പോൾ കണ്ടീഷൻ നമ്പർ 2 സെറ്റ്, ഈസി. പിന്നെ ഇതിലേക്ക് വരാം. കൺസിഡറേഷൻ നോട്ട് ടു ബി റിസീവ്ഡ് ഫോറിൻ കറൻസി if it is permitted by RBI. RBI permitted the case ഒക്കെയാണ് നേപ്പാൾ, ഭൂട്ടാൻ ആൻഡ് വോസ്ട്രോ അക്കൗണ്ട്, സ്പെഷ്യൽ റുപ്പി വോസ്ട്രോ അക്കൗണ്ട്. ഓക്കെ, അതാണ് RBI പെർമിറ്റഡ്. ഓക്കെ, അപ്പോൾ നമ്മളുടെ കേസിൽ അങ്ങനെ പറയുന്നുണ്ടോ കൺസിഡറേഷനെ കുറിച്ച്? ഓക്കെ ഓക്കെ ഫൈൻ ഫൈൻ. അതിലൊന്നും പറയാത്തതുകൊണ്ട് നമുക്കറിയാം അത് ഡെഫിനറ്റ്ലി ഫോറിൻ കറൻസിയിലായിരിക്കും എന്ന് അസ്യൂം ചെയ്യാം. അപ്പോൾ അതും ഓക്കെയാണ്, ആ കണ്ടീഷനും ഓക്കെയാണ്. ദാറ്റ്സ് ഓൾസോ ഓക്കെ. അപ്പോൾ കൺസിഡറേഷൻ ഇൻ ഫോറെക്സ് അതും സെറ്റ്. ഓക്കെ, അപ്പോൾ അതും ഓക്കെ.
ഇനി അടുത്ത കണ്ടീഷൻ എന്താണെന്ന് വെച്ചാൽ ഇറ്റ് ഷുഡ് നോട്ട് ബിറ്റ്വീൻ സെപ്പറേറ്റ് എൻറ്റിറ്റി. ഡെഫിനറ്റ്ലി ദേ ആർ സെപ്പറേറ്റ് എൻറ്റിറ്റി ആണ്, ഒരിക്കലും ബ്രാഞ്ച് ഒന്നല്ല. അപ്പോൾ അതും ആ കണ്ടീഷൻ ഓക്കെയാണ്. പക്ഷെ വേറെ കണ്ടീഷൻ പറയുന്നുണ്ട് പ്ലേസ് ഓഫ് സപ്ലൈ ഔട്ട്സൈഡ് ഇന്ത്യ ആണ് അല്ലേ. പ്ലേസ് ഓഫ് സപ്ലൈ ഔട്ട്സൈഡ് ഇന്ത്യ ആയിരിക്കണം. ലിസൺ കെയർഫുള്ളി ബഡീസ്. നൗ ലിസൺ കെയർഫുള്ളി. അതായത് ഇവിടെ ഇവരെന്ത് സർവീസാണ് ചെയ്യുന്നത്? ഒരു കട്ടിങ് പോളിഷിങ് ഒക്കെയാണ് അല്ലേ. അപ്പോൾ ഇതെന്ത് സർവീസാണ്? കട്ടിങ് പോളിഷ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് എ പെർഫോമൻസ് ബേസ്ഡ് സർവീസാണ്. ശ്രദ്ധിക്കണം, ഇറ്റ് ഈസ് എ പെർഫോമൻസ് ബേസ്ഡ് സർവീസാണ്. ഇറ്റ് ഈസ് എ പെർഫോമൻസ് ബേസ്ഡ് സർവീസാണ്. പെർഫോമൻസ് ബേസ്ഡ് സർവീസിൻ്റെ കേസിൽ സെക്ഷൻ 13, കാരണം നമുക്കറിയാം ഒരാൾ പുറത്താണെങ്കിൽ നമ്മൾ സെക്ഷൻ 13 ആണ് അപ്ലൈ ചെയ്യുക. അപ്പോൾ ഞാൻ എൻ്റെ റെഗുലർ ബുക്ക് തന്നെ ഓപ്പൺ ചെയ്യാം, കാരണം GST ബൂസ്റ്റിൻ്റെ അടുത്ത് ഞാൻ എത്രത്തോളം ഡീറ്റെയിൽ കൊടുത്തിട്ടില്ല. അപ്പോൾ പിന്നെ റെഗുലർ ബുക്കിൽ ഇഫ് യു ടേക്ക് പ്ലേസ് ഓഫ് സപ്ലൈ സെക്ഷൻ 13 എടുക്കുകയാണെങ്കിൽ ഓക്കെ, സെക്ഷൻ 13 ഐ ഹാവ് ഗിവൺ ദാറ്റ് പെർഫോമൻസ് ബേസ്ഡ് സർവീസ്. ഓക്കെ, സെക്ഷൻ 13 എപ്പോഴാണ് സെക്ഷൻ 13 വരിക? ഒന്നുകിൽ സപ്ലയർ അല്ലെങ്കിൽ റെസിപ്പിയൻ്റ് ഔട്ട്സൈഡ് ഇന്ത്യ കേട്ടോ. അപ്പോൾ സെക്ഷൻ 13 ക്ലിയർലി കൊടുത്തിട്ടുണ്ട് പെർഫോമൻസ് ബേസ്ഡ്, അതായത് നമ്മളുടെ ഒരു ഗുഡ്സിൻ്റെ മേലെ ചെയ്യുന്ന സർവീസ് അല്ലെങ്കിൽ ഇൻഡിവിജ്വലിൻ്റെ മേലെ ചെയ്യുന്ന സർവീസ്, അതൊക്കെയാണ് പെർഫോമൻസ് ബേസ്ഡ്. അതിൻ്റെ പ്ലേസ് ഓഫ് സപ്ലൈ ആയിരിക്കും വേർ ഇറ്റ് ഈസ് ആക്ച്വലി പെർഫോംഡ്. അപ്പം അങ്ങനെ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം ഇതിൻ്റെ പ്ലേസ് ഓഫ് സപ്ലൈ ഏതാ വരിക? പ്ലേസ് ഓഫ് സപ്ലൈ വിൽ ബി ഇന്ത്യ, കാരണം ഇവിടെ നിന്നാണ് പെർഫോം ചെയ്യുന്നത്. അപ്പോൾ ഇന്ത്യ. അപ്പോൾ നമ്മുടെ കണ്ടീഷൻ ഓക്കെ അല്ല, കാരണം നമ്മളുടെ എക്സ്പോർട്ടിൻ്റെ കണ്ടീഷനിൽ പറയുന്നുണ്ട് പ്ലേസ് ഓഫ് സപ്ലൈ ഔട്ട്സൈഡ് ഇന്ത്യ ആയിരിക്കണം. പക്ഷെ അതല്ല പ്രശ്നം, ഇവിടുത്തെ പ്രശ്നമല്ല. പക്ഷെ സെക്ഷൻ 13 വേറെ കാര്യം പറയുന്നുണ്ട്, ഒരു എക്സെപ്ഷൻ പറയുന്നുണ്ട്. പിന്നെ ഇതേ എക്സെപ്ഷൻ തന്നെയാണ്, താഴെ വേറെ എക്സെപ്ഷൻ പറയുന്നുണ്ട്. അതായത് എവിടെയായിരുന്നു? ഓക്കെ, unpolished diamonds which are temporarily imported into India, such as cutting, polishing, re-export without using in India, specifically excluded from the purview of 13(3)(a) and therefore should be determined as per 13(2). അതായത് ഈ അൺപോളിഷ്ഡ് ഡയമണ്ടിൻ്റെ കേസിൽ നമ്മൾ കട്ടിങ് എല്ലാം ചെയ്യുകയാണ്, കട്ടിങ് പോളിഷിങ് എല്ലാം ചെയ്യുകയാണെങ്കിൽ അതും ഒരു പെർഫോമൻസ് ബേസ്ഡ് ആണ്. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ അതിൻ്റെ പ്ലേസ് ഓഫ് സപ്ലൈ നമ്മൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ പ്ലേസ് ഓഫ് സപ്ലൈ ഏതായിരിക്കും? ഞാൻ പറഞ്ഞ പോലെ ഇന്ത്യ ആയിരിക്കും. പക്ഷെ അവർ പറയാണ് അതിൻ്റെ കേസിൽ എന്ത് ചെയ്യണ്ട, പെർഫോമൻസ് ബേസ്ഡ് ആയിട്ട് നോക്കണ്ട, പകരം 13(2) നോക്കുക. 13(2) പറഞ്ഞാൽ ജനറൽ റൂൾ എടുക്കുകയാണെങ്കിൽ പ്ലേസ് ഓഫ് സപ്ലൈ ആയിരിക്കും. ജനറൽ റൂൾ എടുക്കുകയാണെങ്കിൽ പ്ലേസ് ഓഫ് സപ്ലൈ വിൽ ബി ലൊക്കേഷൻ ഓഫ് റെസിപ്പിയൻ്റ് ആയിരിക്കും. ഇവിടെ റെസിപ്പിയൻ്റ് ആരാണ്? ജോയിൻ ദ ഡ്രിൽസ് ഓസ്ട്രേലിയ ആണ്. അപ്പോൾ പ്ലേസ് ഓഫ് സപ്ലൈ വിൽ ബി ഓസ്ട്രേലിയ ആയിരിക്കും. അപ്പോൾ അങ്ങനെ നോക്കുന്ന സമയത്ത് നമുക്കറിയാം ഇത് എക്സ്പോർട്ടിൻ്റെ എല്ലാ കണ്ടീഷനും ഓക്കെയാണ്. പക്ഷേ ഇതിൽ വേറൊരു സംഭവം ഹിഡൻ ആയിട്ട് കിടക്കുന്നുണ്ട്. അതിൽ പറയുന്നുണ്ട് ഇവർ 3 മാസം ഇത് പോളിഷിംഗ് എല്ലാം കഴിഞ്ഞ ശേഷം ആ ടൂൾസ് ഇന്ത്യയിൽ 3 മാസം യൂസ് ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പോൾ ഒരു ഫോർ യൂസ് ഓഫ് സച്ച് ടൂൾസ് ഇൻ ഇന്ത്യ. അപ്പോൾ നമ്മളുടെ ഈ എക്സെപ്ഷനിൽ ക്ലിയർലി പറയുന്നുണ്ട്, നമ്മളുടെ ഇവിടെ പറയുന്നുണ്ട് വിത്തൗട്ട് യൂസിങ് ഇൻ ഇന്ത്യ. അപ്പോൾ ഇന്ത്യയിൽ യൂസ് ചെയ്ത കാരണം ഈ എക്സെപ്ഷനിൽ കവേർഡ് അല്ല. ഈ എക്സെപ്ഷനിൽ കവേർഡ് അല്ലെങ്കിൽ പിന്നെ അതിൻ്റെ പ്ലേസ് ഓഫ് സപ്ലൈ എങ്ങനെ കണ്ടെത്തുക? വെർ ഇറ്റ് ഈസ് ആക്ച്വലി പെർഫോംഡ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ പ്ലേസ് ഓഫ് സപ്ലൈ വരിക ഇന്ത്യയാണ് വരിക. അപ്പോൾ നമ്മൾ നേരത്തെ കണ്ട ഇതിൻ്റെ കണ്ടീഷൻ ഓക്കെ അല്ല, പ്ലേസ് ഓഫ് സപ്ലൈ ഔട്ട്സൈഡ് ഇന്ത്യ അല്ല. അപ്പോൾ ഈ കണ്ടീഷൻ ബ്രേക്കായി. അപ്പോൾ അതുകൊണ്ട് ഇത് നോർമൽ സപ്ലൈ ആയിട്ടാണ് കണക്കാക്കുക. ഐ ഹോപ്പ് ഇറ്റ് ഇസ് ക്ലിയർ. സെറ്റല്ലേ? നല്ല ക്വസ്റ്റ്യൻ അല്ലേ? നിങ്ങൾ ചെയ്തിട്ടുണ്ടാവും, എന്നാലും ഒന്ന് പൊടി തട്ടിയെടുക്കാം. പക്ഷേ നിങ്ങൾ അത്രയും പ്രൊവിഷൻസ് നിങ്ങൾ അതിൽ കോട്ട് ചെയ്യണം അല്ലേ, എന്നാൽ മാത്രമേ ഫുൾ മാർക്ക് കിട്ടുള്ളൂ കേട്ടോ. നിങ്ങളുടെ മനസ്സിലെല്ലാം ഉണ്ടാവും, പക്ഷെ അതുകൊണ്ട് കാര്യമില്ല. ഇനി നമുക്ക് എക്സംഷനിൽ നല്ലൊരു ക്വസ്റ്റ്യൻ ചെയ്താലോ? 53 നല്ലൊരു അടിപൊളി ക്വസ്റ്റ്യൻ ആണ്, അത് നമുക്ക് ചെയ്യാം. സൂപ്പർ ഡ്യൂപ്പർ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ക്ലിയർ എന്ന് പറയുന്നുണ്ട്. സെറ്റ്. അപ്പോൾ എക്സംഷനിലേക്ക് വരികയാണെങ്കിൽ ബട്ട് ഈസ് ആണ് ക്വസ്റ്റ്യൻ നമ്പർ 53 അല്ലേ? ഓക്കെ, നല്ല ക്വസ്റ്റ്യനാണ് 53. എനിക്ക് ഇഷ്ടപ്പെട്ടൊരു ക്വസ്റ്റ്യനാണ്, കാരണം ഒരുപാട് കോൺസെപ്റ്റുകൾ അവരവിടെ ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ എക്സംഷൻ്റെ എഡ്യൂക്കേഷൻ എന്നുള്ളൊരു എക്സംഷൻ്റെ ക്വസ്റ്റ്യനാണ്
Education is one area where they can ask many questions, okay? അപ്പോൾ അതുകൊണ്ട് be careful about that. So okay, അപ്പോൾ exemptionൽ എഡ്യൂക്കേഷൻ്റെ കേസ് നമുക്കറിയാം. There are two types of services by institution. Institution പറയുമ്പോൾ കാറ്റഗറി 1 ആരാണ്? പ്രീ സ്കൂൾ ആൻഡ് അപ് ടു ഹയർ സെക്കൻഡറി. കാറ്റഗറി 2 കോളേജ് ആൻഡ് യൂണിവേഴ്സിറ്റി. കാറ്റഗറി 3 വൊക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ. അല്ല, അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് തീരെ നമ്മുടെ റെഗുലർ ബുക്കിലുണ്ട്. ഇത് IDT ബൂസ്റ്റർ ആട്ടോ, റെഗുലർ ബുക്കല്ല. പിന്നെ സർവീസസ് ടു ഗവൺമെൻറ് ആണെങ്കിൽ കാറ്റഗറി 1 ആണെങ്കിൽ ഇത്ര എക്സംപ്റ്റഡ്, കാറ്റഗറി 2 ആണെങ്കിൽ ഇത്ര എക്സംപ്റ്റഡ്, കാറ്റഗറി 3 ആണെങ്കിൽ ഇത്ര എക്സംപ്റ്റഡ്. ഇതാണ് നമുക്ക് അറിഞ്ഞിരിക്കേണ്ട തിയറി. ഓക്കെ, പിന്നെ കുറച്ച് ക്ലാരിഫിക്കേഷൻസ് ഉണ്ട്. ആ ക്ലാരിഫിക്കേഷൻ എത്ര ചുരുക്കാൻ പറ്റുന്നുണ്ടോ അത്ര ചുരുക്കിയിട്ടാണ് ഞാൻ ഈ പറഞ്ഞത് കൊടുക്കുന്നത്. അതിൻ്റെ മുമ്പ് ഞാൻ ഇതും കൂടെ പറയാം, ഏതൊരു അഡ്വർടൈസ്മെൻറ്റ് കൂടെ ആയിക്കോട്ടെ. ഈ IDT ബൂസ്റ്ററിൻ്റെ പർപ്പസ് ഇത്രേ ഉള്ളൂ. നമ്മുടെ എക്സാംസിൻ്റെ അടുപ്പിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല. ഇപ്പം എൻ്റെ റെഗുലർ ബുക്കിന് ഏകദേശം എത്രയാണ് 400 അടുത്ത് പേജ് ഉണ്ട്. അപ്പോൾ അത് നമുക്കൊരിക്കലും എക്സാമിൻ്റെ തലേദിവസം നമുക്ക് ചിലപ്പോൾ നമുക്ക് തീർക്കാൻ കഴിയില്ല. അപ്പോൾ ആ സമയത്തൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ IDT ബൂസ്റ്റർ, അത് ഇൻ്റർവ്യൂ ഉണ്ട്, ഫൈനലും ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇത് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് എത്ര ചുരുക്കാൻ പറ്റും അത്രയും ചുരുക്കിയിട്ടുണ്ട്. ഓക്കെ, ഫൈൻ. ലിസൺ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, ഡയറക്റ്റ്ലി സ്റ്റാർട്ട് ചെയ്യാം. ചാണക്യ അക്കാദമി രജിസ്റ്റർ ഉണ്ട് GST. ആ ചാണക്യ അക്കാദമി ഒരു റെലവൻസും ഇല്ല. അവർക്ക് പല ഇൻസ്റ്റിറ്റ്യൂട്ട് KIT, LM, BM, SM. ഇതിലൊരു പ്രശ്നം വെച്ചാൽ നമ്മൾ ഈ സംഭവം മനസ്സിലേക്ക് ആദ്യം ഒന്ന് എന്ത് ചെയ്യണം, നമ്മൾ മനസ്സിലാക്കണം. അതായത് ഈ KIT എന്നുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ടല്ലോ, അവർ എന്താണ് പ്രൊവൈഡ് ചെയ്യുന്നത് വെച്ചാൽ പ്രൈവറ്റ് എഞ്ചിനീയറിംഗ് കോളേജാണ് ഇൻ ഗാസിയാബാദ്. ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, പ്രൈവറ്റ് എഞ്ചിനീയറിംഗ് കോളേജ് ആണെങ്കിലും സാധാ ഗവൺമെൻറ് കോളേജ് ആണെങ്കിലും ഒക്കെ നമ്മൾ ഈ കാറ്റഗറി 2 വരും കേട്ടോ. കാറ്റഗറി 2 വരും, കോളേജസ് ആൻഡ് യൂണിവേഴ്സിറ്റിയിൽ വരും കേട്ടോ. ഓക്കെ, പക്ഷേ കോച്ചിങ് സെൻറ്റേഴ്സ് വരില്ല. അപ്പോൾ നമ്മൾ CA കോച്ചിങ്, CMA കോച്ചിങ് അതൊന്നും വരില്ല. ഓക്കെ, അത് മനസ്സിലാക്കുക. പിന്നെ അപ്പോൾ അത് ഇതേത് കാറ്റഗറി 2 ആണ് കേട്ടോ, കാറ്റഗറി 2 ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്. പിന്നെ LM എന്താണ്, ഇത് പ്രീ സ്കൂളാണ്. അപ്പോൾ ഇത് കാറ്റഗറി 1 ആണ്. BM എന്താണ്, ഇറ്റ്സ് എ കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് അല്ലേ, പ്രൊവൈഡ് കോച്ചിങ് ഫോർ ബാങ്കിങ് പേഴ്സൺ. അപ്പോൾ ഇതെന്തല്ല, ഒരു കാറ്റഗറിയിൽ പെടുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് അല്ല, ഒരു എക്സംഷനും കിട്ടൂല. പിന്നെ 4 എന്താണ്, സ്പ്രിംഗ് മോഡൽ അല്ലേ, അതായത് SM ഇസ് എ ഹയർ സെക്കൻഡറി സ്കൂൾ, അഗെയിൻ കാറ്റഗറി 1 ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്. അപ്പോൾ ഇതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട സംഭവം. ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിന് നിങ്ങൾ എന്ത് ചെയ്യണം, കാറ്റഗറീസ് ആയിട്ട് തിരിക്കണം. ഇതാണ് ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടത്. അപ്പോൾ ഇവരെന്താ ചെയ്തു വെച്ചാൽ, നമുക്ക് ഞാൻ പറഞ്ഞ പോലെ രണ്ടായിട്ട് നമ്മൾ മനസ്സിലാക്കണം. സർവീസസ് ബൈ ഇൻസ്റ്റിറ്റ്യൂഷൻ. സർവീസസ് ബൈ ഇൻസ്റ്റിറ്റ്യൂഷൻ നമ്മൾ എങ്ങനെ ചിന്തിച്ചാൽ മതി, ഈ 3 ഇൻസ്റ്റിറ്റ്യൂട്ടിന് ഇങ്ങോട്ട് പൈസ കിട്ടുക. ആരുടെ കയ്യിൽ നിന്ന് പൈസ കിട്ടുക, സ്റ്റുഡൻസ്, സ്റ്റാഫ്, ഫാക്കൾട്ടി. അങ്ങനെയാണെങ്കിൽ ഇത് ഫുള്ളി എക്സംപ്റ്റ് ആണ് ഈ 3 ഇൻസ്റ്റിറ്റ്യൂട്ടിനൊക്കെ. പക്ഷേ 2 എന്ന് പറയുമ്പോൾ എന്താണ്, ഒരു തേർഡ് പാർട്ടി ഇൻസ്റ്റിറ്റ്യൂഷന് ഈ 3 ഇൻസ്റ്റിറ്റ്യൂട്ടിന് ഇങ്ങോട്ട് സർവീസ് പ്രൊവൈഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ കയ്യിൽ നിന്ന് പൈസ പോവുക. അപ്പോൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ കയ്യിൽ നിന്ന് എന്തിനെല്ലാം പൈസ പോകാനുള്ള എക്സംഷൻ കിട്ടും. കാറ്റഗറി 1 ട്രാൻസ്പോർട്ടേഷന് പൈസ കൊടുക്കുക, കാറ്ററിംഗ്, സെക്യൂരിറ്റി, ഹൗസ് കീപ്പിംഗ്, കണ്ടക്ട് ഓഫ് എക്സാമിനേഷൻ ആൻഡ് അഡ്മിഷൻ, അത് എക്സംഷൻ കിട്ടും. 2 ആണെങ്കിൽ കണ്ടക്ട് ഓഫ് എക്സാമിനേഷൻ, സപ്ലൈ ഓഫ് ഓൺലൈൻ ജേർണൽസും. 3 ആണെങ്കിൽ കണ്ടക്ട് ഓഫ് എക്സാമിനേഷൻ മാത്രം. ഓക്കെ, അപ്പോൾ ഈ ഒരു സംഭവം നിങ്ങൾ ആദ്യം മനസ്സിലാക്കി വെക്കണം. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ പറയുന്നത് വെച്ചാൽ ദ അക്കാഡമി പ്രൊവൈഡ് ദ ഫോളോയിങ് ഡീറ്റെയിൽസ് എക്സ്പെൻസസ് ആണ് എന്ന് പറഞ്ഞാൽ ഇവരുടെ കയ്യിൽ നിന്ന് പൈസ പോയി, ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ കയ്യിൽ നിന്ന് പൈസ പോയി. അപ്പോൾ സർവീസ് ബൈ ആണ് 2 ആണോ, സർവീസസ് 2 ആണ് അല്ലേ, അതാണ് നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. നൗ അപ്പോൾ ഫസ്റ്റ് എന്താണെന്ന് വെച്ചാൽ പ്രിൻറ്റിംഗ് സർവീസസ് ഫോർ പ്രിൻറ്റിംഗ് ദ ക്വസ്റ്റ്യൻ പേപ്പർ. അപ്പോൾ നമുക്കറിയാം അതെന്തുമായി ബന്ധപ്പെട്ട സർവീസാണ്, എക്സാമിനേഷനുമായി ബന്ധപ്പെട്ട സർവീസാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു ഇവിടെ എക്സാമിനേഷൻ്റെ കേസിൽ എക്സംഷൻ ആർക്കെല്ലാം കിട്ടും, എക്സാമിനേഷൻ്റെ കേസിൽ ആർക്കെല്ലാം എക്സംഷൻ കിട്ടും, ഇവിടെയുണ്ട്, ഇവിടെയുണ്ട്, 3 ഇൻസ്റ്റിറ്റ്യൂട്ടിന് എക്സംഷൻ കിട്ടും. പക്ഷേ ഈ ക്വസ്റ്റ്യനിൽ നമ്മുടെ BM അല്ലേ, BM എന്തല്ല, ഇൻസ്റ്റിറ്റ്യൂട്ട് അല്ല. ഓക്കെ, അപ്പോൾ BM ഇൻസ്റ്റിറ്റ്യൂട്ട് അല്ല, അപ്പോൾ അവർക്ക് എക്സംഷൻ കിട്ടില്ല. അപ്പോൾ ഇത് എക്സംപ്റ്റ് ആണ്, ഇത് എക്സംപ്റ്റ് ആണ്. പക്ഷേ BMന് ടാക്സബിൾ ആണ്. എത്ര ടാക്സ് റേറ്റ് താഴെ കൊടുത്തിട്ടുണ്ട്, ടാക്സ് റേറ്റ് ഇസ് ഈക്വൽ ടു എത്രയാണെന്ന് ചോദിച്ചാൽ റേറ്റ് ഓഫ് GST ഗുഡ്സ് 12ഉം കാറ്ററിംഗ് സർവീസ് 5ഉം അതർ സർവീസ് 18 ആണ്. അപ്പോൾ ഇത് 18% ആണ് GST ഉണ്ടാവുക. ഞാൻ ആൻസറും കൂടെ ഒരുമിച്ച് കൊണ്ടുപോകാം. ഏതാ ക്വസ്റ്റ്യൻ നമ്പർ ഏതാ, 53 അല്ലേ. 1 സെക്കൻഡ്, കാരണം ഞാനങ്ങനെ എഴുതി ഇങ്ങനെ ചെയ്യുന്ന, ഞാൻ റെഗുലർ ക്ലാസ്സിലാണ് എഴുതലില്ല, എൻ്റെ മനസ്സിലില്ല. കാരണം നിങ്ങൾ ഫൈനൽ സ്റ്റുഡൻസ് ആണ്, വെറുതെ ഓരോന്നും ഇങ്ങനെ എഴുതി ഇങ്ങനെ പഠിപ്പിച്ചേണ്ട ആവശ്യമില്ല. നിങ്ങൾക്കൊരു പുഷ് കിട്ടിയാൽ മതിയല്ലോ അല്ലേ. അപ്പോൾ 53. ഓക്കെ, ലിസൺ. ഇപ്പോൾ ഫസ്റ്റ് വൺ ഇത് ഔട്ട്വേർഡ് സപ്ലൈ ആണ്, അത് താഴെ കൊടുത്ത് നമുക്ക് ആദ്യം ഇത് കണ്ടെത്താം. അപ്പോൾ പ്രിൻറ്റിംഗ് സർവീസസ് ഞാൻ പറഞ്ഞ പോലെ ഇത് ഇവർക്ക് പൈസ അല്ല, ഇത് മാത്രം GST, ആ BMൻ്റെ മാത്രം GST. കാരണം BMന് ഒരു എക്സംഷനും കിട്ടില്ല. കാരണം എന്തുകൊണ്ടാണ്,
അവർക്ക് അവർ ഇൻസ്റ്റിറ്റ്യൂട്ട് അല്ല, എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ദ പർപ്പസ് ഓഫ് GST ദേ ആർ നോട്ട് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ, കാരണം അവർ കോച്ചിങ് സെൻ്ററാണ്. അപ്പോൾ അത് ടാക്സബിൾ. രണ്ടാമത്തെ എന്താണ്, പേപ്പർ പ്രൊക്യൂർ. ഇതൊരു ട്രിക്കിയാണ് കേട്ടോ, ഒരു കാര്യം മനസ്സിലാക്കണം. ഇതും എന്താണ്, പ്രിൻറ്റിങ് ദ ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പോൾ നമ്മളെന്താ വിചാരിക്കുക, അതും എക്സാമിനേഷനുമായി ബന്ധപ്പെട്ട സർവീസ് അല്ലേ, അതും എക്സാമിനേഷനുമായി ബന്ധപ്പെട്ടാണ്, അതുകൊണ്ട് എക്സംപ്റ്റ് ആണ് എന്നാണ് വിചാരിക്കുക. ബട്ട് ദർ ഈസ് എ ട്രിക്കി ക്വസ്റ്റ്യൻ. കാരണം പേപ്പർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ഗുഡ്സ്, അത് സർവീസ് അല്ല. സർവീസ് വിത്ത് റെസ്പെക്ട് ടു കണ്ടക്ട് ഓഫ് എക്സാമിനേഷൻ മാത്രമേ എക്സംഷൻ കിട്ടുക. ഗുഡ്സിന് എക്സംഷൻ കിട്ടും ഇല്ല. അപ്പോൾ എല്ലാവർക്കും ടാക്സബിൾ ആയിരിക്കും അല്ലേ, ദാറ്റ് വിൽ ബി ടാക്സബിൾ ഫോർ എവ്രി വൺ. അപ്പോൾ അതാണ് പേപ്പർ പ്രൊക്യൂർഡ്. ഓക്കെ, അപ്പോൾ കാരണം അത് ഗുഡ്സാണ്, 12% ആണ് അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ എല്ലാവർക്കും അത് ടാക്സബിൾ ആണ്. ദാറ്റ്സ് എ ട്രിക്കി ക്വസ്റ്റ്യൻ അല്ലേ. പിന്നെ ഹോണറേറിയൻ ടു പേപ്പർ കണ്ടക്ട് സെറ്റേഴ്സ്, അതും എന്തുമായി ബന്ധപ്പെട്ടാണ്, എക്സാമിനേഷനുമായി ബന്ധപ്പെട്ട സർവീസാണ്. അതുകൊണ്ട് എക്സംഷൻ കിട്ടും, ഇവർക്ക് മാത്രമേ ഉള്ളൂ അത് എക്സംഷൻ കിട്ടും. ദാറ്റ് ഈസ് ആക്ച്വലി എക്സംപ്റ്റഡ്. അപ്പോൾ ഹോണറേറിയം എക്സംപ്റ്റ് ആണ്. ഓക്കെ ഫൈൻ. പിന്നുള്ളത് റെൻറ്റ് ഓഫ് എക്സാം സെൻറ്റേഴ്സ് ടേക്കൺ ഓൺ റെൻറ്റ് ലൈക്ക് സ്കൂൾസ് എക്സെട്ര ഫോർ കണ്ടക്ട് എക്സാമിനേഷൻ, അതും എക്സാമിനേഷനുമായി ബന്ധപ്പെട്ട സർവീസാണ്. അതുകൊണ്ട് എക്സംഷൻ കിട്ടും അല്ലേ, 4 എക്സംഷൻ കിട്ടും. പക്ഷേ ഇവർക്ക് എക്സംഷൻ കിട്ടില്ല, കാരണം അത് എന്തല്ല, ഇൻസ്റ്റിറ്റ്യൂട്ട് അല്ല. അപ്പോൾ അവർക്ക് മാത്രം ടാക്സബിൾ ആയിരിക്കും. അപ്പോൾ ദാറ്റ് വിൽ ബി ടാക്സബിൾ, 18,000 വിൽ ബി ടാക്സബിൾ. പിന്നെ സബ്സ്ക്രിപ്ഷൻ, വെരി ഇമ്പോർട്ടൻറ്റ്, സബ്സ്ക്രിപ്ഷൻ ഫോർ ഓൺലൈൻ എഡ്യൂക്കേഷൻ ചാനൽസ്. ഓക്കെ, അപ്പോൾ ലിസൺ എവരിവൺ, ഇവിടെ നമ്മൾ എന്താ വിചാരിക്കും വെച്ചാൽ എല്ലാവർക്കും എക്സംഷൻ കിട്ടും വിചാരിക്കും, പക്ഷേ കിട്ടൂല. കാരണം ഓൺലൈൻ ചാനൽസ് ആർക്ക് മാത്രം എക്സംഷൻ കിട്ടുക, കാറ്റഗറി 2ക്ക് മാത്രം എക്സംഷൻ കിട്ടുക. നമ്മുടെ എക്സാമ്പിൾ ആരാ കാറ്റഗറി 2, ഫസ്റ്റത്തെ ആൾ മാത്രമാണ് കാറ്റഗറി 2 അല്ലേ. അപ്പോൾ ആർക്ക് മാത്രം എക്സംഷൻ കിട്ടുക, ഈ ഫസ്റ്റ് കേസിൽ മാത്രം എക്സംഷൻ, ബാക്കി എല്ലാം ടാക്സബിൾ ആയിട്ട് മാറും. ഓക്കെ, സോ പിന്നെ എവിടെയായിരുന്നു സബ്സ്ക്രിപ്ഷൻ, ഇവിടെ മാത്രം എക്സംഷൻ, ബാക്കി എല്ലാം ടാക്സബിൾ. ഓക്കെ, പിന്നുള്ളത് ഹയർ ചാർജസ് ഫോർ ബസ്സസ് യൂസ്ഡ് ടു ട്രാൻസ്പോർട്ട് സ്റ്റുഡൻസ് ആൻഡ് ഫാക്കൽറ്റി ഫ്രം ദ റെസിഡൻസ് ടു ഇൻസ്റ്റിറ്റ്യൂഷണൽ ബാക്ക്. ഓക്കെ, അതായത് ബസ്സിന് നമ്മൾ പൈസ കൊടുത്തു, അതെന്താ, ട്രാൻസ്പോർട്ടേഷൻ സർവീസാണ്. ഈ ട്രാൻസ്പോർട്ടേഷൻ സർവീസ് ആർക്ക് മാത്രം എക്സംഷൻ കിട്ടുക, കാറ്റഗറി 1ന് മാത്രം എക്സംഷൻ കിട്ടുക. അപ്പോൾ കാറ്റഗറി 1 ആരൊക്കെയാണ് അതിൽ, കാറ്റഗറി 1 എന്ന് പറയുമ്പോൾ പിന്നെ ഏതൊക്കെയായിരുന്നു, LMഉം അതുപോലെ തന്നെ SM-ഉം. ഇപ്പോൾ LMനും SM-നും മാത്രം എക്സംഷൻ കിട്ടുക അല്ലേ. ഓക്കെ, ഹയർ ചാർജ്. അപ്പോൾ ഇതിൽ ഏതൊക്കെ LM SM ഒക്കെ, അപ്പോൾ അതിൽ അവർക്ക് മാത്രം എക്സംഷൻ കിട്ടുള്ളൂ. അപ്പോൾ ഇതും ലാസ്റ്റുമാണ് വിചാരിക്കുന്നത് അല്ലേ. ഇതിന് രണ്ടിന് മാത്രമേ എക്സംഷൻ കിട്ടുള്ളൂ. അപ്പോൾ എവിടെയായിരുന്നു ഹയർ ചാർജസ്. അപ്പോൾ ഇതിന് രണ്ടിന് എക്സംഷൻ കിട്ടും, ഇതിന് എക്സംഷൻ കിട്ടില്ല, ഇതിന് തീരെ എക്സംഷൻ കിട്ടില്ല. ഓക്കെ, പിന്നെ അതേ കോൺസെപ്റ്റാണ് നെക്സ്റ്റ് വൺ, കാറ്ററിംഗ് സർവീസസ്. കാറ്ററിംഗ് സർവീസസിൻ്റെ കേസും അതേപോലെ തന്നെയാണ്. കാറ്ററിംഗ് സർവീസിൻ്റെ കേസസിലും പിന്നെ ആർക്ക് മാത്രം എക്സംഷൻ കിട്ടുക, LMനും SM-നും മാത്രമേ എക്സംഷൻ കിട്ടുള്ളൂ, ബാക്കി 2 പേർക്കും ടാക്സബിൾ ആണ് അല്ലേ. ഇപ്പോൾ കാറ്ററിംഗ് അതുപോലെ തന്നെ ഇവർക്കും ടാക്സബിൾ ആണ്, ഇവർക്കും ടാക്സബിൾ ആണ്. ഇനി ഇതൊരു ഇമ്പോർട്ടൻറ്റ് പോയിൻ്റാണ്, സെക്യൂരിറ്റി ആൻഡ് ഹൗസ് കീപ്പിംഗ്. ഈ റെഗുലർ ബുക്കിൽ ഞാൻ ക്ലിയർലി കൊടുത്തിട്ടുണ്ട്, സെക്യൂരിറ്റി ആൻഡ് ഹൗസ് കീപ്പിങ്ങിൻ്റെ സർവീസിൽ വിത്തിൻ ദ കോമ്പൗണ്ട് ഓഫ് ദ ഇൻസ്റ്റിറ്റ്യൂഷൻ. കാരണം അതിൽ ക്ലിയർലി യൂസ് ചെയ്ത് വേണമെന്ന് വെച്ചാൽ ടു ദ സ്കൂൾ, അതായത് ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ കേസിൽ സെക്യൂരിറ്റി ഹൗസ് കീപ്പിംഗ് ചെയ്താൽ മാത്രമേ എക്സംഷൻ കിട്ടുക. പക്ഷേ ഇവിടെ നോക്ക് നിങ്ങൾ, ഈ പിന്നെ സെക്യൂരിറ്റി ഹൗസ് കീപ്പിംഗ് സർവീസ് ഫോർ എന്താണ് SM ശരിക്കും എന്താണ്, നമ്മുടെ കാറ്റഗറി 1 ആണ്. പക്ഷെ അതിൽ 80,000 പേയബിൾ ഫോർ ദ സെക്യൂരിറ്റി ഹൗസ് കീപ്പിംഗ് ദ സ്റ്റുഡൻസ് ഈവൻ ഓർഗനൈസ് ബാങ്കറ്റ് ഹോൾ ഔട്ട്സൈഡ് ദ ക്യാമ്പസ് ആണ്. അത് ഔട്ട്സൈഡ് ദ ക്യാമ്പസ് മീൻസ് എന്ന് വെച്ചാൽ അത് ടാക്സബിൾ ആണ്. ഇതിൽ ഞാൻ ആൻസറിൽ ചെറിയ മിസ്റ്റേക്ക് എന്ന് വെച്ചാൽ ഞാനവിടെ 80,000 ഫുള്ളായിട്ട് കൊടുത്തു വിചാരിക്കുന്നില്ലേ, അത് തെറ്റാണ്. ആ 80,000ൻ്റെ മേലെ GST നമ്മൾ ആഡ് ചെയ്താൽ മതി, 80,000 ഇൻറ്റു 18%, അതാണ് ടാക്സബിൾ ആവുക. അപ്പോൾ അത് എന്തുകൊണ്ട് ടാക്സബിൾ ആയി, ഔട്ട്സൈഡ് ദ സ്കൂൾ ക്യാമ്പസ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും, സാർ അങ്ങനെയാണെങ്കിൽ കാറ്ററിംഗ് സർവീസിൻ്റെ കേസിലും എന്താ പറയുക, ഓർഗനൈസർ ബാങ്കറ്റ് ഔട്ട്സൈഡ് ദ ക്യാമ്പസ് ആണ്, അത് കുഴപ്പമില്ല. കാറ്ററിംഗ് സർവീസ് ഔട്ട്സൈഡ് ദ ക്യാമ്പസ് ആണെങ്കിൽ കുഴപ്പമില്ല. സെക്യൂരിറ്റി ഹൗസ് കീപ്പിൻ്റെ കേസിലാണ് ഔട്ട്സൈഡ് ദ ക്യാമ്പസ് ആണെങ്കിൽ എക്സംഷൻ കിട്ടില്ല എന്ന് പറയാൻ കാരണം. ഓക്കെ, ഫൈനൽ ബൂസ്റ്റർ എന്നാണ് സെയിൽ സ്റ്റാർട്ട് ആവുക, മാക്സിമം ഒരു 1 വീക്കിനുള്ളിലൊക്കെ ഉണ്ടാവേണ്ടതാണ്. ഞാൻ CA ഫൈനലും കൂടെ അത് വിചാരിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ അത് തീർക്കാൻ പറ്റിയില്ല. CA ഫൈനൽ എക്സാംസ് ഏതായാലും അടുത്തല്ലോ നോടെ. ഓക്കെ, ഏതായാലും ലെറ്റ്സ് ഞാൻ 2-3 ദിവസം കൊണ്ടത് പബ്ലിഷ് ആവും. ഫൈൻ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്ക് എന്താ പറയുക എക്സംഷൻ കിട്ടും അല്ലേ. ഇത്രയും കാര്യങ്ങൾ അതിൽ എക്സംഷൻ. അപ്പോൾ ഈ ഒരു ഇതിൻ്റെ ടോട്ടൽ ടാക്സബിൾ എമൗണ്ട് എത്രയാണ് വരിക, 14,400, 2,15,460, 98,88 അല്ലേ. ഇത്രയും കാര്യങ്ങളാണ് ടാക്സബിൾ ആവുക. പിന്നെ അടുത്തതെന്ന് വെച്ചാൽ അവർക്ക് ഇങ്ങോട്ട് കിട്ടിയ പൈസ, ട്യൂഷൻ ഫീയും ട്രാൻസ്പോർട്ട് ഫീയും, അതൊരു ഒറ്റ കാര്യം ശ്രദ്ധിച്ചാൽ മതി. ഞാനിവിടെ ക്ലിയർലി ഇതിൽ കൊടുത്തിട്ടുണ്ട് സർവീസസ് ബൈ ഇൻസ്റ്റിറ്റ്യൂഷൻ. ഈ ബൈ എന്ന് പറയുമ്പോൾ ഈ 3 കാറ്റഗറി കേട്ടോ,
3 കാറ്റഗറിയും സ്റ്റുഡൻസിനും സ്റ്റാഫിനും ഫാക്കൽറ്റിക്കും ചെയ്യുന്ന എല്ലാ സർവീസ് എക്സംപ്റ്റ് ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് എന്താ സംഭവിക്കുക, ഈ ട്യൂഷൻ ഫീൻ്റെ കേസും ട്രാൻസ്പോർട്ടേഷൻ ഫീ ഇതൊക്കെ സ്റ്റുഡൻസിൻ്റെ കയ്യിൽ നിന്നല്ലേ വാങ്ങുക. അതുകൊണ്ട് ഇത് എക്സംപ്റ്റ് ആണ്, ഇത് എക്സംപ്റ്റ് ആണ്, ഇത് എക്സംപ്റ്റ് ആണ്. പക്ഷേ ഏതാണ് എക്സംപ്റ്റഡ്? BM ആണ്. ഇത് മാത്രം എക്സംപ്റ്റ് അല്ല, BM മാത്രം ടാക്സബിൾ ആയിരിക്കും അല്ലേ. അപ്പോൾ ഒരു കാര്യം കൂടെ നിങ്ങൾ മനസ്സിലാക്കണം, വെരി കെയർഫുൾ. നമ്മൾ എപ്പോഴും ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ശ്രദ്ധിക്കാം, ലിസൺ കെയർഫുള്ളി. അതായത് ഇപ്പോൾ സ്കൂളിൻ്റെ കേസിൽ അവർ കുട്ടികളുടെ കയ്യിൽ നിന്ന് വാങ്ങുന്ന ഫീ മറ്റുള്ള കാര്യങ്ങളെല്ലാം എക്സംപ്റ്റ് ആണ്. പക്ഷേ ഇപ്പം നേരത്തെ പറഞ്ഞ പേപ്പർ വാങ്ങി അങ്ങനെ ചില കേസുകൾ ടാക്സബിൾ ആണ്. അപ്പോൾ അവർ GST കൊടുക്കേണ്ടി വരും. ഈ GST അവർക്ക് ITC എടുക്കാൻ പറ്റുമോ? ദ ആൻസർ ഇസ് നോ, എടുക്കാൻ പറ്റില്ല. കാരണം ITC എന്തിനാണ്? ടു റെഡ്യൂസ് ഫ്രം ദ ഔട്ട്പുട്ട് ടാക്സ്. ഔട്ട്പുട്ട് ടാക്സ് എക്സംപ്റ്റ് ആണ്, നമുക്ക് ITC എടുക്കാൻ പറ്റില്ല. ഔട്ട്പുട്ട് ടാക്സ് എക്സംപ്റ്റ് ആണ്, നമുക്ക് ITC എടുക്കാൻ പറ്റില്ല. അതാണ് നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് അല്ലേ. അപ്പോൾ ഇതാണ് നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട സംഭവം. അപ്പോൾ ഇവിടെ നമുക്ക് നിങ്ങൾ ഈ ആൻസറിൽ ഇവിടെ കാണാം നിങ്ങൾക്ക് ഇതൊക്കെ 14,400, പിന്നെ ഇതൊക്കെ ബേസിക്കലി അല്ലെങ്കിൽ 2,62,000 ഇതൊക്കെ സ്കൂളിൻ്റെ കേസിൽ നിന്നും കോളേജിൻ്റെ കയ്യിൽ നിന്നൊക്കെ പോയ പൈസയാണ്, അതായത് GST ആണ്. അപ്പോൾ ഇതെല്ലാം ITC എടുക്കാൻ പറ്റുമോ? ഇല്ല. ആർക്ക് മാത്രം ITC എടുക്കാൻ പറ്റുക? ഈ BMന് മാത്രം ITC എടുക്കാൻ പറ്റും. എന്തുകൊണ്ട് BMന് മാത്രം ITC എടുക്കാൻ പറ്റുന്നു? കാരണം അവർക്ക് മാത്രം ഔട്ട്പുട്ട് ടാക്സ് ഉള്ളൂ. അപ്പോൾ അവരുടെ കേസിൽ ഔട്ട്പുട്ട് ടാക്സ് കണ്ടെത്തുക 3,83,400. എന്ന് വെച്ചാൽ എങ്ങനെ അത് കിട്ടിയത്? ഈ എമൗണ്ട് BMൻ്റെ കേസ് 20 lakh + 1,30,000 × 18%. ഓക്കെ. അപ്പോൾ അതിന്ന് നമുക്ക് എന്ത് കുറയ്ക്കാൻ പറ്റും? അവരുടെ ITC ഇതിനാണ് CC. അതിലൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, കാറ്ററിംഗ് സർവീസിൻ്റെ ITC ബ്ലോക്ക്ഡ് ആണ്. അപ്പോൾ അത് കുറച്ചിട്ട് വേണം, അതും കൂടെ നമ്മളതിൽ ശ്രദ്ധിക്കണം. ബ്ലോക്ക്ഡ് ITC ആണ്. അപ്പോൾ അതുകൊണ്ട് ബാക്കിയുള്ള അവർ കുറച്ചിട്ട് ബാക്കിയുള്ള ITC എടുക്കാൻ പറ്റും. ഓക്കെ. അപ്പോൾ ഏതായാലും ഇതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ബാക്കിയുള്ളവർക്കൊന്നും ഇതെന്ത് ചെയ്യാൻ പറ്റില്ല. ഈ ITC റീഫണ്ട് വാങ്ങാൻ പറ്റുമോ? ഒരിക്കലും റീഫണ്ട് വാങ്ങാൻ പറ്റില്ല. കാരണം ITC റീഫണ്ട് കിട്ടുന്ന 2 കേസുള്ളൂ. ഏതൊക്കെ ITC റീഫണ്ട് കിട്ടുന്ന 2 കേസ്? ഒന്നെങ്കിൽ LUT അല്ലെങ്കിൽ ഇൻവേർട്ടഡ് ഡ്യൂട്ടി സ്ട്രക്ചർ അല്ലെ. ഇൻവേർട്ടഡ് ഡ്യൂട്ടി സ്ട്രക്ചർ, ഈ 2 കേസിൽ മാത്രം നമുക്ക് ITC റീഫണ്ട് കിട്ടുള്ളൂ. നിങ്ങൾക്ക് അറിയുന്നു എന്ന് വിചാരിക്കുന്നു അല്ലേ. യെസ്. അപ്പോൾ ഐ ഹോപ്പ് ഓൾ ഓഫ് യു ക്ലിയർ ദിസ്. സെറ്റല്ലേ മക്കളെ? എക്സംഷൻ്റെ 2 ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തു. ഇനി നമുക്ക് എന്താണ് അടുത്തത് എവിടെ നിന്ന് ചെയ്യാം? എത്ര ക്വസ്റ്റ്യൻ ചെയ്തു നമ്മൾ? 2, 4, 6, 8, 9 ക്വസ്റ്റ്യൻ ചെയ്തു അല്ലേ. ഓക്കെ. 2-3 ക്വസ്റ്റ്യൻ ചെയ്തിട്ട് നമുക്ക് നിർത്താം. പിന്നെ നമുക്ക് ബാക്കി നാളെ. നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവുന്നുണ്ട് അല്ലേ? നാളെ എനിക്ക് ചെയ്യാനുള്ളൊരു ഒരു ഊർജ്ജം നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആണ് എന്ന് തോന്നുകയാണെങ്കിൽ മാത്രം. നാളെ എത്ര ആളുകൾ ഉണ്ടാവില്ലേ? യെസ്. ഇതിൽ CA ഫൈനൽ കേൾക്കുന്ന എത്ര പേരുണ്ട്? റെസ്പോണ്ട്. ബൂസ്റ്റർ ഫ്രീ ആണോ എന്ന് വെച്ചാൽ ഫ്രീ അല്ല, ചെറിയ എമൗണ്ട് ഉള്ളൂ. ഒരു 10, 200, 250 റേഞ്ച് ഉണ്ടാവുള്ളൂ. ആരൊക്കെ CA ഫൈനൽ ആരൊക്കെ കേൾക്കുന്നത് ഞാൻ ജസ്റ്റ് ഒന്ന് അറിയാൻ വേണ്ടി. CA ഫൈനൽ നിങ്ങൾ ഏതൊക്കെ CMA ഫൈനൽ ഏതാണ് ഒന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്യുമോ? രണ്ടുമുണ്ടല്ലേ.
കമൻറ്റ് ചെയ്യണം, നിങ്ങളെന്താണ് ഇങ്ങനെ പഠിച്ചിരിക്കുന്നത്? സി എ ഓർ സി എം എ? സി എ, സി എം എ. ബാക്കിയുള്ളവർ ഓക്കെ, രണ്ടുമുണ്ട്. ഫൈൻ. ഓക്കെ. സി എ രണ്ടുണ്ട്. ഓക്കെ. ഓക്കെ ഫൈൻ. ലെസൺ. അപ്പോൾ നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ ഏതൊക്കെ നിങ്ങൾക്ക് ഏതെങ്കിലും വേണം തോന്നുന്നുണ്ടോ? ഏതെങ്കിലും നിങ്ങളുടെ സജഷനും കൂടി കേൾക്കാം. ഡിമാൻഡിൻ്റെ ക്വസ്റ്റ്യൻ ചെയ്തിട്ടില്ല നമ്മൾ, ഒഫൻസ് ആൻഡ് പെനാൽറ്റി ചെയ്തിട്ടില്ല. ഇനി നമുക്ക് അസസ്മെൻ്റ് ഓഡിറ്റ് ചെയ്യുന്ന അസസ്മെൻ്റ്. ഞാൻ പേയ്മെൻറ്റ് ഓഫ് ടാക്സ് നാളേക്ക് മാറ്റി വെച്ചാൽ കേട്ടോ. നാളെ ചെയ്യാൻ വിചാരിച്ച നല്ല രണ്ട് അടിപൊളി ക്വസ്റ്റ്യൻസ് ഉണ്ട്. അത് നമുക്ക് നാളെ സെറ്റായിട്ട് ചെയ്യാം. അതിന് അത്യാവശ്യം ടൈം എടുക്കും. അപ്പോൾ അതാണ് ഞാൻ എന്തായാലും ചെയ്യാത്തത്. ഓക്കെ. അപ്പോൾ നമ്മൾ അസസ്മെൻറ്റ് 244 ചെയ്യാം നമുക്ക് ഫസ്റ്റ്. 244 ലെറ്റ്സ് ഡു. ടെ റീഫണ്ട്, ഒഫൻസ് ആൻഡ് പെനാൽറ്റീസ്. ഓക്കെ. അപ്പോൾ നമ്മൾ 244 വരാം. അതിൻ്റെ തിയറി നമുക്ക് എന്ത് ചെയ്യുന്നു, ചെറുതായിട്ടൊന്ന് നോക്കിയിട്ട് നമുക്കതിൽ ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾ മേലോട്ട് നോക്കാം. അപ്പോൾ ഞാൻ IDT ബൂസ്റ്റർ എടുക്കുന്നത്. അപ്പോൾ അതിൽ ചെറുതായിട്ടൊരു ഞാനൊരു ടച്ച് ചെയ്ത് പോകാം. ഓക്കെ. ഡിമാൻഡ് ആൻഡ് പ്രോഫിറ്റിംഗ്. ഓക്കെ. അസസ്മെൻറ്റ് ആൻഡ് ഓഡിറ്റ് അണ്ടർ GST. അപ്പോൾ അതിൽ നിങ്ങൾക്ക് കാണാം ദർ ഇസ് എ പ്രൊവിഷണൽ അസസ്മെൻറ്റ് അല്ലേ. പ്രൊവിഷണൽ അസസ്മെൻറ്റ് എന്നുള്ള കോൺസെപ്റ്റ് ഉണ്ട്. എന്താണ് പ്രൊവിഷണൽ അസസ്മെൻറ്റ് എന്ന് വെച്ചാൽ, നിങ്ങൾക്ക് നിങ്ങളുടെ വാല്യൂ അല്ലെങ്കിൽ റൈറ്റോ നിങ്ങൾക്ക് കണ്ടെത്താൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, യു ക്യാൻ ആക്ച്വലി ഗോ ഫോർ എ പ്രൊവിഷണൽ അസസ്മെൻറ്റ്. എന്ന് വെച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യുക, അവരോട് പറയാം ഞങ്ങൾക്ക് ഇത് കണ്ടെത്താൻ പറ്റുന്നില്ല, ഞങ്ങളുടെ വാല്യൂ കണ്ടെത്തി തരിക. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യും, അവരൊരു പ്രൊവിഷണൽ അസസ്മെൻറ്റ് ഓർഡർ പാസ്സാക്കും. അത് വിത്തിൻ 90 days കൊണ്ട് പാസ്സാക്കും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, അപ്പോൾ ടാക്സ് കൊടുക്കാം. എന്നിട്ട് അതിന് ശേഷം എന്ത് ചെയ്യും, ഒരു ഫൈനൽ അസസ്മെൻറ്റ് പാസ്സാക്കും അല്ലേ. ദെൻ ഫൈനൽ അസസ്മെൻറ്റ് പാസ്സാക്കും. ഈ ഫൈനൽ അസസ്മെൻറ്റിൽ ഒന്നുകിൽ കൂടുതൽ ടാക്സ് വരും. അതായത് ഇപ്പോൾ എക്സാമ്പിൾ പ്രൊവിഷണൽ അസസ്മെൻറ്റിൽ നമ്മളൊരു 1 lakh പേ ചെയ്തു. പക്ഷേ ഫൈനൽ അസസ്മെൻറ്റിൽ എന്ത് ചെയ്തു, നമ്മൾ പിന്നെ എന്താ പറയുക, ഒരു 1,50,000 വന്നു വിചാരിക്കാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, സച്ച് മോർ എമൗണ്ട്, സച്ച് എക്സ് എമൗണ്ട് എന്ത് ചെയ്യണം, 18% കൊടുക്കണം ഫ്രം ദ ഒറിജിനൽ ഡ്യൂ ഡേറ്റ്. ഇനി നമ്മൾ ലെസ് ആണെങ്കിലോ, ഫൈനൽ അസസ്മെൻറ്റിൽ ലെസ് ആണ് വിചാരിക്കുന്നത് വെച്ചാൽ, നമ്മൾ പ്രൊവിഷണൽ അസസ്മെൻറ്റ് 1 lakh ടാക്സ് കൊടുത്തു. പക്ഷേ ഫൈനൽ അസസ്മെൻറ്റ് വന്നപ്പോൾ അവർ പറയുകയാണ് വേണ്ട, അതായത് ആക്ച്വലി ഒരു 60,000 മതി നമ്മുടെ ഫൈനൽ അസസ്മെൻറ്റ്. അപ്പോൾ നമ്മൾ കൊടുത്ത ടാക്സ് കൂടിപ്പോയി, അതായത് ഫൈനൽ അസസ്മെൻറ്റ് കുറഞ്ഞു അല്ലേ. അപ്പോൾ നമുക്ക് റീഫണ്ട് കിട്ടാനാണ്. ഈ റീഫണ്ട് കിട്ടുന്ന സമയത്ത് അത് നമ്മൾ ശരിക്കും റീഫണ്ട് ചാപ്റ്ററിൽ തന്നെ അതിൻ്റെ തിയറി ഉണ്ട്. അവിടുന്ന് വരുന്ന തിയറി അപ്പോൾ ഞാൻ കാണിച്ചു തരാം. ഇഫ് യു ടേക്ക് ദ റീഫണ്ട് ചാപ്റ്ററിൽ നമുക്ക് എപ്പോഴാണ് ഇൻട്രസ്റ്റ് കിട്ടുക, അഡ്വാൻസ് റൂളിങ് ഇവിടെ റീഫണ്ട് ചാപ്റ്റർ എവിടെ റീഫണ്ട് ഓക്കെ. റീഫണ്ട് ചാപ്റ്ററിൽ നമ്മൾ ഇൻട്രസ്റ്റ് ഓൺ റീഫണ്ട് എന്നുള്ള കോൺസെപ്റ്റ് പറയുന്നുണ്ട്.
എപ്പോഴും നമുക്ക് റീഫണ്ട് കിട്ടും നമ്മൾ അപ്ലിക്കേഷൻ കൊടുത്തിട്ട് 60 ദിവസമായിട്ടും 60 days ആയിട്ട് നമുക്ക് റീഫണ്ട് കിട്ടുന്നില്ല എങ്കിൽ നമുക്ക് എന്ത് കിട്ടും 6% ഇൻട്രസ്റ്റ് കിട്ടും 6% ഇൻട്രസ്റ്റ് കിട്ടും അപ്പോഴാണ് നമുക്ക് അപ്പോൾ നമ്മൾ അപ്ലിക്കേഷൻ കൊടുത്തിട്ട് നമ്മൾ അപ്ലിക്കേഷൻ കൊടുക്കണം എന്നിട്ട് 60 days ഉള്ളിൽ റീഫണ്ട് കിട്ടിയില്ലെങ്കിലാണ് നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് ബേസിക്കലി ഈ പറഞ്ഞ ഇൻട്രസ്റ്റ് വരും ഓക്കെ ഫൈൻ ഇപ്പോൾ CSM എല്ലാവരും ഉണ്ട് അല്ലേ ഓക്കെ ഞാൻ താഴെ ഇപ്പോൾ കമൻറ്റ്സ് വരുന്നുണ്ട് അപ്പോൾ ഏതായാലും അതാണ് നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് സോ ലിസൺ കെയർഫുള്ളി ബഡീസ് അപ്പോൾ ഇവിടെ നമ്മളുടെ ഈ പറഞ്ഞ ചാപ്റ്ററിൽ എപ്പോഴാണ് ഓക്കെ അപ്പോൾ നമ്മൾ ഞാൻ പറഞ്ഞ എക്സാമ്പിൾ കൂടി റിപ്പീറ്റ് ചെയ്യാം അതായത് നമ്മൾ പ്രൊവിഷണൽ അസസ്മെൻറ്റിൽ നമ്മൾ സപ്പോസ് 1 lakh കൊടുത്തു വിചാരിക്കുക പക്ഷേ ഫൈനൽ അസസ്മെൻറ്റിൽ സപ്പോസ് 1,50,000 വന്നു വിചാരിക്കുക അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം എക്സസ് എമൗണ്ട് നമ്മൾ എന്ത് ചെയ്യണം 50,000 നമ്മൾ കൊടുക്കണം വിത്ത് ഇൻട്രസ്റ്റ് 18% ഇൻട്രസ്റ്റ് നമ്മൾ കൊടുക്കണം 18%. പക്ഷേ പ്രൊവിഷണൽ അസസ്മെൻറ്റിൽ 1 lakh ആണ് വിചാരിക്കുക പക്ഷേ ഫൈനൽ അസസ്മെൻറ്റിൽ ഒരു 60,000 ആണ് വിചാരിക്കുക അപ്പോൾ നമുക്ക് റീഫണ്ടബിൾ ആണ് എത്ര റീഫണ്ടബിൾ ആണ് 40,000 ഈ 40,000 നമ്മൾ വെറുതെ റീഫണ്ട് കിട്ടില്ല ഫസ്റ്റ് ഓഫ് ഓൾ വി ഹാവ് ടു മേക്ക് അപ്ലിക്കേഷൻ ഒരു അപ്ലിക്കേഷൻ കൊടുക്കണം ആ അപ്ലിക്കേഷൻ്റെ അവിടെ നമ്മൾ എന്ത് ചെയ്യണം 60 ദിവസം വെയിറ്റ് ചെയ്യണം 60 days വെയിറ്റ് ചെയ്യണം ആ 60 days കിട്ടിയില്ലെങ്കിൽ മാത്രം നമുക്ക് എന്ത് കിട്ടും ആ 60 days അവിടെ നിന്ന് അങ്ങോട്ടുള്ള ഡിലേക്ക് നമുക്ക് 6% ഇൻട്രസ്റ്റ് കിട്ടും ഇതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട തിയറി ഓക്കെ ഇനി നമുക്ക് ക്വസ്റ്റ്യൻ വായിക്കാം അപ്പോൾ ദിവി ട്രേഡർ ഒബ്റ്റൈൻഡ് പെർമിഷൻ ഇത് പിന്നെ CA ഇത് ബേസിക്കലി എന്താ വെച്ചാൽ CA എക്സാമിൽ ചോദിച്ചൊരു ക്വസ്റ്റൻ ആയിരുന്നു അതുപോലെ CMA എക്സാം രണ്ടിൽ ചോദിച്ച ഒരു ടൈപ്പ് ക്വസ്റ്റൻ ഉണ്ടോ ഇത് അതാണ് ഇതിൻ്റെ പ്രത്യേകത അതുകൊണ്ട് ഞാൻ ചെയ്യാൻ വിചാരിച്ചത് ദിവി ട്രേഡർ ഒബ്റ്റൈൻഡ് പെർമിഷൻ ഫോർ ദ പ്രൊവിഷണൽ അസസ്മെന്റ് സപ്ലൈഡ് 3 consignment ഓക്കെ 3 consignment ഓഫ് ഫർണിച്ചർ 28th April വെരി ഇമ്പോർട്ടൻറ്റ് 28th April 2021 അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്നാണ് സപ്ലൈ നടക്കുന്നത് നമുക്ക് ക്വസ്റ്റൻ ഒന്ന് സമ്മറൈസ് ചെയ്യാം സപ്ലൈ എന്നാ നടക്കുന്നത് ഓക്കെ സപ്ലൈ 28th April ആണ് 3 സപ്ലൈ ഉണ്ടോ 3 സപ്ലൈസ് ആണ് അന്ന് ചെയ്യുന്നത് 3 സപ്ലൈസ് നൗ ലിസൺ കെയർഫുള്ളി അപ്പോൾ അതിലത്തെ ടാക്സ് ഓൺ പ്രൊവിഷണൽ ബേസ് ആണ് ഓൾ ദ 3 consignment എന്നാണ് പ്രൊവിഷണൽ ചെയ്തത് വെച്ചാൽ 20th May പ്രൊവിഷണൽ ചെയ്തത് കാരണം ഏപ്രിൽ ഡ്യൂ ഡേറ്റ് 20th May ആൻഡ് ദ കോൺസിക്വൻറ്റ് ടു ദ ഫൈനൽ അസസ്മെൻറ്റ് ഓർഡർ പാസ്ഡ് ബൈ ദി അപ്പോൾ ഇനി അതിൻ്റെ ഫൈനൽ അപ്പോൾ ഇത് പ്രൊവിഷണലാണ് പ്രൊവിഷണൽ ഇനി ഫൈനൽ അസസ്മെൻറ്റ് ഓർഡർ പാസ്സാക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഫൈനൽ അസസ്മെൻറ്റ് ഓർഡർ എന്താണെന്ന് വെച്ചാൽ 21st June ഉണ്ടോ 21st June ഓക്കെ 21st June ആണ് ഫൈനൽ അസസ്മെൻറ്റ് ഓർഡർ പാസ്സാക്കുന്നത് അതിൽ എന്താ സംഭവിച്ചത് വെച്ചാൽ ടാക്സ് ഓഫ് 1,20,000 and 1,50,000 ബിക്കം റീഫണ്ടബിൾ ഓൺ ഫസ്റ്റ് ആൻഡ് തേർഡ് കൺസൈൻമെൻറ്റ് അതായത് 3 കൺസൈൻമെൻറ്റ് ഉണ്ട് അപ്പോൾ ഈ ഫൈനൽ അസസ്മെൻറ്റ് ഓർഡറിൽ എന്താ സംഭവിച്ചത് വെച്ചാൽ ഫസ്റ്റ് കൺസൈൻമെൻറ്റ് കേസിലും തേർഡ് കൺസൈൻമെൻറ്റ് കേസിലും നമുക്ക് ഇങ്ങോട്ട് കിട്ടാനാണ് എന്ന് വെച്ചാൽ പ്രൊവിഷണലി നമ്മൾ കൊടുത്ത ടാക്സ് കൂടിപ്പോയി അപ്പോൾ നമുക്ക് റീഫണ്ട് കിട്ടാനാണ് റീഫണ്ടബിൾ ആണ് അല്ലേ ഓക്കെ ഞാൻ സെപ്പറേറ്റ് ചെയ്താം ഫസ്റ്റ് കൺസൈൻമെൻറ്റ് സെക്കൻഡ് കൺസൈൻമെൻറ്റ് തേർഡ് കൺസൈൻമെൻറ്റ് ഓക്കെ തേർഡ് കൺസൈൻമെൻറ്റ് അപ്പോൾ അതിൽ ഫസ്റ്റ് കേസിലും റീഫണ്ടബിൾ എമൗണ്ട് ആണ് തേർഡിലും റീഫണ്ടബിൾ എമൗണ്ട് ആണ് ഇങ്ങോട്ട് കിട്ടേണ്ട എമൗണ്ട് ആണ് ഓക്കെ നൗ ലിസൺ പക്ഷേ നമ്മളുടെ സെക്കൻഡ് കൺസൈൻമെൻറ്റിൽ അങ്ങോട്ട് കൊടുക്കാനാണ് അപ്പോൾ സെക്കൻഡ് കേസിൽ അങ്ങോട്ട് ഡ്യൂ ആണ് അല്ലേ അങ്ങോട്ട് കൊടുക്കാനാണ് അപ്പോൾ ഇങ്ങനത്തെ മണ്ടത്തിൽ ചെയ്ത് വെക്കരുത് അങ്ങോട്ട് കൊടുക്കാതെ ഇങ്ങോട്ട് കിട്ടാതെ കുറച്ചാണ്ട് നമുക്ക് സെറ്റ് ഓഫ് ചെയ്ത് അങ്ങനെ ചെയ്യാൻ പാടില്ല കാരണം 3 കൺസൈൻമെൻ്റ് ആണ് സോ ദാറ്റ് യു ഹാവ് ടു കീപ്പ് ഇൻ മൈൻഡ് ഓക്കെ അപ്പോൾ അത് മനസ്സിലാക്കാം ഇനി ദിവി ട്രേഡ് ഞാൻ പറഞ്ഞു ആ റീഫണ്ട് കിട്ടണം നമ്മൾ വെറുതെ റീഫണ്ട് കിട്ടുമോ ഇല്ല നമ്മൾ എന്ത് ചെയ്യണം അപ്ലിക്കേഷൻ ഏത് അപ്ലിക്കേഷൻ നമ്മൾ സാധാ RFD01 അല്ലേ അപ്പോൾ നമ്മൾ അപ്ലിക്കേഷൻ കൊടുക്കണം അപ്പോൾ നമ്മൾ എന്നാ അപ്ലിക്കേഷൻ കൊടുത്താൽ 12th July അപ്ലിക്കേഷൻ കൊടുത്തു കേട്ടോ അപ്പോൾ ഈ രണ്ട് കേസിലും നമ്മൾ എന്ത് ചെയ്തു വി അപ്ലൈഡ് ഓൺ എന്നാണ് അപ്ലിക്കേഷൻ കൊടുത്തത് 12th July ഇവിടെ നമ്മൾ എന്ത് ചെയ്തു അപ്ലിക്കേഷൻ കൊടുത്തത് 12th July അപ്ലിക്കേഷൻ കൊടുത്തു ഓക്കെ മാത്രമല്ല നമ്മൾ എന്ത് ചെയ്തു സെക്കൻഡ് കൺസൈൻമെൻറ്റ് ടാക്സും അന്ന് തന്നെ പേ ചെയ്തു ഓക്കെ ഇതിൻ്റെ ടാക്സും നമ്മൾ എന്ത് ചെയ്തു 12th July ടാക്സ് അടച്ചത് ഓക്കെ അതായത് ആ ബാലൻസ് എമൗണ്ട് ഓക്കെ ടാക്സ് ആക്ച്വലി റീഫണ്ടബിൾ ഓൺ ഫസ്റ്റ് കൺസൈൻമെൻറ്റ് 8th September അപ്പോൾ റീഫണ്ട് കിട്ടിയത് എന്നാണ് 8th September റീഫണ്ട് കിട്ടിയത് പക്ഷേ തേർഡ് കൺസൈൻമെൻറ്റ് കിട്ടിയത് 18th September ഇതിൻ്റെ കിട്ടിയത് റീഫണ്ട് കിട്ടിയത് 18th September ഓക്കെ 18th September ഇനി എന്താണ് ഓക്കെ ഫൈൻ ലെസ് ഓക്കെ ദാറ്റ്സ് ഇറ്റ് എത്രയാണ് എമൗണ്ട് എന്ന് വെച്ചാൽ
ടാക്സ് 1,20,000, 1,20,000, 1,50,000. ഇവിടെ 1,20,000, ഇവിടെ 1,50,000 റീഫണ്ടബിൾ എമൗണ്ട് ആണ്. സെക്കൻഡ് കൺസ്യൂമർ കേസിൽ 1,20,000 ബിക്കം ഡ്യൂ അല്ലേ, ഇവിടെ 1,20,000 ആണ്. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം, നമുക്ക് ആദ്യം ഇൻട്രസ്റ്റ് കണ്ടെത്താം. ഇൻട്രസ്റ്റ് എവിടെ മുതൽ എവിടെ വരെ ഇൻട്രസ്റ്റ് കണ്ടെത്താം? നമ്മളെല്ലാവരും വിചാരിക്കുക ഈ ഫൈനൽ ഓർഡർ പാസ്സായി 21 ജൂൺ അല്ലേ, അപ്പോൾ 21 ജൂൺ മുതൽ 12 ജൂലൈ വരെയാണ് ഇൻട്രസ്റ്റ് കണ്ടെത്തുക. അല്ല, എവിടെ മുതൽ ഒറിജിനൽ ഡ്യൂ ഡേറ്റ്, ഇത് ഏത് മാസം സപ്ലൈ ആണ് മക്കളെ? ഏപ്രിൽ മാസം സപ്ലൈ ആണ്. ഏപ്രിൽ മാസം സപ്ലൈൻ്റെ ഒറിജിനൽ ഡ്യൂ ഡേറ്റ് എന്താ? 20 മെയ് അല്ലേ, 20 മെയ് ആണ്. അപ്പോൾ 20 മെയ് മുതൽ 12 ജൂലൈ വരെ എത്ര ദിവസമുണ്ട്? അത്രയും ദിവസം നമ്മൾ ഇൻട്രസ്റ്റ് കൊടുക്കണം അല്ലേ. എത്ര ഉണ്ടാവും? 12, അപ്പോൾ ഞാൻ നോക്കണേ. അപ്പോൾ കംസ് ടു ഹൗ മച്ച് എവരി വൺ, അതായത് 20 മെയ്യിൽ 31 ദിവസം, 31 മൈനസ് 20 11. അപ്പോൾ മെയ്, ജൂൺ, ജൂലൈ 12 ദിവസം. അപ്പോൾ 53 ദിവസം ഡിലേ ഉണ്ട്. അപ്പോൾ എത്ര ഉണ്ടാവുക? 1,20,000 ഇൻറ്റു 18% ഇൻറ്റു 53 ഡിവൈഡ് ബൈ 365, ഓർ 360 എടുത്താലും കുഴപ്പമില്ല. അപ്പോൾ 1,20,000 ഇൻറ്റു 18% ഇൻറ്റു 53 ഡിവൈഡ് ബൈ 365. അപ്പോൾ നമുക്ക് അങ്ങോട്ട് എത്ര കൊടുക്കേണ്ടി വരും? 3,136 ഇൻട്രസ്റ്റ് അങ്ങോട്ട് കൊടുക്കണം. ഇനി നമുക്ക് റീഫണ്ട് കിട്ടിയപ്പോൾ അതിൻ്റെ ഇൻട്രസ്റ്റ് കിട്ടും നമുക്ക് നോക്കാം. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, റീഫണ്ടിൻ്റെ ഇൻട്രസ്റ്റ് 6% ആണ്. മാത്രമല്ല അത് നമ്മൾ 20 മെയ് മുതലല്ല നമ്മൾ ഡിലേ കണ്ടെത്താം. നമ്മൾ എന്ന് അപ്ലിക്കേഷൻ കൊടുത്ത് 12 ജൂലൈ ആണ്, പക്ഷേ തിരിച്ചിട്ട് 18 സെപ്റ്റംബർ ആണ്. ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, അപ്ലിക്കേഷൻ കൊടുത്ത അന്ന് മുതൽ നമ്മൾ ഇൻട്രസ്റ്റ് കണ്ടെത്താൻ പാടില്ല. അപ്ലിക്കേഷൻ കൊടുത്തിട്ട് നമുക്ക് റീഫണ്ട് ഓർഡർ പാസ്സാക്കാനുള്ള സമയം എത്രയുണ്ട്? 60 ദിവസം ഉണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് നോക്കാം. 12 ജൂലൈക്കാണ് കൊടുത്തത്, അപ്പോൾ ജൂലൈയിൽ 31 ദിവസം ഉണ്ട്. 31 മൈനസ് 12, ഇപ്പോൾ ജൂലൈ 19 ദിവസം, ഓഗസ്റ്റിൽ 31 ദിവസം, അപ്പോൾ 50. ഓക്കെ, ഇനി അപ്പോൾ ഓഗസ്റ്റ്, അപ്പോൾ എന്നാണ് ശരിക്കും 60 ദിവസം ആവുക? സെപ്റ്റംബർ 10-നാണ് 60 ദിവസം ആവുക. സെപ്റ്റംബർ 10-നാണ് 60 ഡേയ്സ് കംപ്ലീറ്റ് ആവുക. നമുക്ക് സെപ്റ്റംബർ 8-ന് റീഫണ്ട് കിട്ടി, അപ്പോൾ വിത്തിൻ 60 ഡേയ്സ് റീഫണ്ട് കിട്ടി, അതുകൊണ്ട് നോ ഇൻട്രസ്റ്റ്. പക്ഷേ ഇവിടെ നമുക്ക് ഇൻട്രസ്റ്റ് ഉണ്ടാവും. എത്ര ദിവസം ഇൻട്രസ്റ്റ് ഉണ്ട്? നമുക്ക് റീഫണ്ട് കിട്ടി 18 സെപ്റ്റംബർ ആണ്. അപ്പോൾ എത്ര ദിവസം ഇൻട്രസ്റ്റ് കിട്ടുള്ളൂ? 8 ദിവസം. കാരണം സെപ്റ്റംബർ 10-നാണ് 60 ഡേയ്സ് അവസാനിക്കുക. അപ്പോൾ എത്ര ദിവസം ഡിലേ ഉണ്ട്? 8 ഡേയ്സ് ഓൺലി ഡിലേ അല്ലേ. അപ്പോൾ എത്ര റീഫണ്ട് ഉണ്ടാവുക? 1,50,000 ഇൻറ്റു 6% ഇൻറ്റു 8/365. അതാണ് നമുക്ക് കിട്ടുന്ന റീഫണ്ട് എമൗണ്ട്. മനസ്സിലായ മക്കളെ? ഇതാണ് സംഭവം. ഐ ഹോപ്പ് ഓൾ ഓഫ് യു ക്ലിയർ. സെറ്റാണെന്ന് വിചാരിക്കുന്നു മക്കളെ. സെറ്റല്ലേ? ഓക്കെ, അപ്പോൾ അതാണ് അവിടെ നമുക്ക് ചെയ്യാനുള്ള കാര്യം. അപ്പോൾ നമ്മൾ അതും നമ്മൾ ചെയ്തു അല്ലേ. അപ്പോൾ ഇനി ഇപ്പോൾ എത്രയായി? 1, 2, 3, 4, 5, 6, 7, 8, 9, 10 ക്വസ്റ്റ്യൻ ചെയ്തു. ഇനി എന്താ ചെയ്യണ്ടേ? ഏതാ ചെയ്യാം? Which one do you want? പേയ്മെൻറ്റ് ഓഫ് ടാക്സ് എന്ന് വേണ്ട, റീഫണ്ടിൻ്റെ ക്വസ്റ്റ്യൻ ഉണ്ട്, പിന്നെ ഒഫൻസസ് ആൻഡ് പെനാൽറ്റീസ് ഉണ്ട്, ഡിമാൻഡ് ആൻഡ് അഡ്ജുഡിക്കേഷൻ ഉണ്ട് അല്ലേ. നമുക്ക് ഏതാ വേണ്ട? നിങ്ങൾക്ക് നിങ്ങളൊരു അഭിപ്രായം പറയും. വേണ്ടേ? എന്നാൽ ഞാൻ തന്നെ സെലക്ട് ചെയ്യാം, എനിക്ക് മിണ്ടുന്നില്ല. നമുക്കെന്നാൽ ഒഫൻസസ് ആൻഡ് പെനാൽറ്റീസിൻ്റെ ഒരു ക്വസ്റ്റ്യനും ഡിമാൻഡ് അഡ്ജുഡിക്കേഷൻ്റെ ഒരു ക്വസ്റ്റ്യനും കൂടി ചെയ്തിട്ട് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം അല്ലേ.
ഒഫൻസസ് ആൻഡ് പെനാൽറ്റീസ് എടുക്കാം നമുക്ക് ഫസ്റ്റ്. ഒഫൻസസ് ആൻഡ് പെനാൽറ്റീസ് 258 എടുക്കാം. 258 എവിടെ? ഓക്കെ, 258. അപ്പോൾ നോക്കാം. ടൈം ഓഫ് സപ്ലൈ ആണ്. നോക്കാം ഏതായാലും ടൈം നമുക്ക് നാളെയും ടൈം ഉണ്ടല്ലോ. ഓക്കെ, കുഴപ്പമില്ല. അപ്പോൾ ബാക്കിയുള്ള നമ്മൾ നാളെ ചെയ്യും, നിർബന്ധമായിട്ട് ചെയ്യുന്ന. ഞാൻ മാർക്ക് ചെയ്ത് എല്ലാ ക്വസ്റ്റ്യൻ ചെയ്യും. ഓക്കെ, അപ്പോൾ 258 എക്സാമിൻ വെദർ ദ ഒഫൻസസ് കമ്മിറ്റഡ് ഇൻ ഈച്ച് ഓഫ് ദ ഫോളോയിങ് ഇൻഡിപെൻഡൻറ്റ് കേസസ് ആർ bailable, further determine the quantum of punishment on prosecution under the CGST Act. അല്ലേ? അപ്പോൾ IDT ബൂസ്റ്ററിൽ നോക്കട്ടെ, അതൊരു ഡീറ്റെയിൽ ആയിട്ട് അത്ര ഡീറ്റെയിൽ കൊടുത്തിട്ടുണ്ടാവില്ല. ഒഫൻസസ് ആൻഡ് പെനാൽറ്റീസ്. നമ്മൾ ഒരു ഒഫൻസിൻ്റെ കേസിൽ ഒഫൻസസ് എന്ത് ചെയ്യും? പെനാൽറ്റീസിലേക്ക് ലീഡ് ചെയ്യും, അറസ്റ്റിലേക്ക് ലീഡ് ചെയ്യും, ഇംപ്രിസൺമെൻറ്റിലേക്ക് ലീഡ് ചെയ്യും. അല്ലേ? അപ്പോൾ അതിൻ്റെ സെക്ഷൻസാണ് പെനാൽറ്റീൻ്റെ സെക്ഷൻ 122 മെയിൻ സെക്ഷൻ. അല്ലേ? പിന്നെ അതുപോലെ തന്നെ കോമ്പൗണ്ടിങ് ഓഫൻസ് വേറെ തന്നെ ഉണ്ട്. അപ്പോൾ പിന്നെ നമ്മളുടെ 122 കുറേ ഓഫൻസ് പറയുന്നുണ്ട്. അല്ലേ? അതിൽ കുറേ നമ്മളുടെ ഒരുപാട് ഓഫൻസ് പറയുന്നുണ്ട്. പിന്നെ അതുപോലെ താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇഫ് യു സീ ദാറ്റ് എന്തായിരുന്നു നമ്മൾ നേരത്തെ പറഞ്ഞ 129 ഒക്കെയാണ് ഞാൻ പറഞ്ഞത്. അല്ലേ? സീഷറിൻ്റെ കേസ്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഇംപ്രിസൺമെൻ്റ് കേസ് വരുന്നുണ്ട്. അപ്പോൾ അതിൽ നമ്മൾ കോഗ്നിസബിൾ ഒഫൻസ് ഉണ്ട്. ഓക്കെ, കോഗ്നിസബിൾ ആൻഡ് നോൺ ബെയിലബിൾ. ഓക്കെ, അപ്പോൾ അതിൽ നമ്മളുടെ കോഗ്നിസബിൾ ഒഫൻസ് ആണോ നോൺ കോഗ്നിസബിൾ ഒഫൻസ് ആണോ സീരിയസ് ആയിട്ടുള്ള ഒഫൻസ് ഏതാ? കോഗ്നിസബിൾ ആണോ നോൺ കോഗ്നിസബിൾ ആണോ സീരിയസ് ഏതാ? കോഗ്നിസബിൾ ഒഫൻസസ് ആണ് സീരിയസ്, അതായത് ദേ ക്യാൻ അറസ്റ്റ് വിത്തൗട്ട് വാറണ്ട്. അല്ലെ? അതാണ് കോഗ്നിസബിൾ. ബെയിലബിൾ അല്ല. ഓക്കെ, സീരിയസ് ആൻഡ് നോൺ ബെയിലബിൾ ഒഫൻസ്. അപ്പോൾ അതിൽ പറയുന്നുണ്ട് ഏതൊക്കെയാണ് നോൺ ബെയിലബിൾ ആയിട്ടുള്ള ഒഫൻസസ്. സപ്ലൈ ഗുഡ്സ് സർവീസ് വിത്തൗട്ട് ഇഷ്യൂ ഓഫ് ഇൻവോയ്സ്, അല്ലെങ്കിൽ ഇഷ്യൂ ഇൻവോയ്സ് വിത്തൗട്ട് സപ്ലൈ. രണ്ടും എന്താണ് സീരിയസ് ആണ്. അതുപോലെ തന്നെ എന്താണ് അവൈൽ ITC വിത്ത് ഫേക്ക് ഇൻവോയ്സ് ആൻഡ് കളക്ട് ദ ടാക്സ് ആൻഡ് ഫെയിൽ ടു പേ വിത്തിൻ 3 months. അപ്പോൾ നമ്മൾ ഒരു ടാക്സ് വരുന്നത് എന്ത് ചെയ്യുക? 3 months മുകളിൽ നമ്മളത് കൊടുക്കാതിരിക്കുക. ആൻഡ് ഇഫ് ദ എമൗണ്ട് മോർ ദാൻ 500 lakhs, അപ്പോഴാണ് എന്താവുക? ദാറ്റ് ഈസ് എ കോഗ്നിസബിൾ ആൻഡ് നോൺ ബെയിലബിൾ ഒഫൻസ് ആവുക. ഇതാണ് നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട് 240 ലക്ഷം അവർ കളക്ട് ചെയ്തു, അതിൽ 150 lakh ഡെപ്പോസിറ്റ് ചെയ്തു. എന്നുവെച്ചാൽ ഡെപ്പോസിറ്റ് ചെയ്യാത്ത എമൗണ്ട് ആകെ എത്ര ഉള്ളൂ? എത്ര വരിക? 90 lakhs അല്ലേ? 90 lakhs. അപ്പോൾ 90 lakhs ആണ്. ബാലൻസ് എമൗണ്ട് ഓഫ് ടാക്സ് നോട്ട് പെയ്ഡ് ടു ദ സെൻട്രൽ ഗവൺമെൻറ്. ഇറ്റ് ഈസ് ഫൗണ്ട് ദാറ്റ് ഈസ് ഫോൾസിഫൈഡ് ദ ഫിനാൻഷ്യൽ റെക്കോർഡ്സ് ആൻഡ് നോട്ട് മെയ്ഡ് ദ പ്രോപ്പർ റെക്കോർഡ്. അപ്പോൾ ഇയാൾ 2 മിസ്റ്റേക്ക് വരുത്തുന്നുണ്ട്. ഒന്നാൾ ടാക്സ് വാങ്ങി എന്നിട്ട് കൊടുക്കാതിരിക്കുന്നുണ്ട്, പിന്നെ ഫോൾസിഫൈ ദ ഫിനാൻഷ്യൽ അക്കൗണ്ട്സ്. ഈ ഫോൾസിഫൈ ചെയ്താൽ എന്താ പ്രശ്നം വെച്ചാൽ നമ്മൾ താഴെ പറയുന്നുണ്ട്, ഇംപ്രിസൺമെൻ്റ് കേസിൽ പറയുന്നുണ്ട്, ഒരാൾ ഫോൾസിഫിക്കേഷൻ ഓഫ് അക്കൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ അയാൾക്ക് 6 മാസം വരെ എന്ത് ചെയ്യും? അയാൾക്ക് തടവ് ശിക്ഷ കിട്ടും. അപ്പോൾ ഇവിടെ ഈ കേസിൽ ഇയാൾ എന്ത് ചെയ്യുന്നു? 240 lakh കളക്ട് ചെയ്തിട്ട് 150 lakh മാത്രമാണ് ഡെപ്പോസിറ്റ് ചെയ്യുന്നത്. അല്ലേ? അപ്പോൾ അവിടെ ഒരു 90 lakhൻ്റെ ഒരു ഷോർട്ട് ഫോൾ വരുന്നുണ്ട്, അത് കൊടുക്കുന്നില്ല. അത് പക്ഷേ കോഗ്നിസബിൾ ആണോ? അല്ല, കോഗ്നിസബിൾ ഒഫൻസ് അല്ല. കാരണം എന്തുകൊണ്ടാണ്? 500 lakh മുകളിൽ പോകുന്നില്ല. അപ്പോൾ അത് ഓക്കെ. പക്ഷേ ആൾക്ക് ഇംപ്രിസൺമെൻറ്റ് കിട്ടും. എന്തുകൊണ്ടാണ് ഇംപ്രിസൺമെൻറ്റ് കിട്ടുകയെന്ന് വെച്ചാൽ അവിടെ അയാൾ എന്ത് ചെയ്യുന്നു? പിന്നെ ഫോൾസിഫിക്കേഷൻ ഓഫ് റെക്കോർഡ്സ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അയാൾക്ക് 6 മാസം വരെ ഇംപ്രിസൺമെൻറ്റ് കിട്ടും. അതാണ് നമ്മൾ എഴുതേണ്ടത്. അല്ലേ? പിന്നെ അതുപോലെ തന്നെ രണ്ടാമത്തെ കേസിൽ വേറെ ചങ്ങായി 630 ലക്ഷത്തിൻ്റെ ടാക്സ് വാങ്ങി, അതിലാകെ 120 ലക്ഷം മാത്രമാണ് അയാൾ പേ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ബാലൻസ് എന്ത് ചെയ്യുന്നില്ല, അയാൾ പേ ചെയ്യുന്നില്ല. നമുക്ക് അസ്യൂം ചെയ്യാം നോട്ട് പെയ്ഡ് വിത്തിൻ 3 months. അപ്പോൾ അങ്ങനെ ആവുന്ന സമയത്ത് എന്താ പ്രശ്നം വെച്ചാൽ അത് കോഗ്നിസബിൾ ഒഫൻസ് ആവുന്ന ആദ്യം എഴുതണം. മാത്രമല്ല വേറെ പ്രശ്നമുണ്ട്. നമ്മൾ 5 കോടിയുടെ മുകളിലുള്ള ഒരു ടാക്സ് ഇവേഷൻ നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് 5 വർഷം വിത്ത് ഫൈനും കൂടെ നമുക്ക് എന്ത് കിട്ടും? ഇംപ്രിസൺമെൻറ്റ് കിട്ടും. അപ്പോൾ അതും കൂടെ നമ്മൾ എന്ത് ചെയ്യണം? അതിൻ്റെ കൂടെ എഴുതണം. അപ്പോൾ കോഗ്നിസബിൾ ആണെന്ന് എഴുതണം, പ്ലസ് നമ്മൾ ഇംപ്രിസൺമെൻറ്റ് കേസും കൂടെ എഴുതണം. അപ്പോഴാണ് ആൻസർ കംപ്ലീറ്റ് ആവുക. അപ്പോൾ അതാണ് നമ്മുടെ ഒഫൻസ് ആൻഡ് പെനാൽറ്റീസിലുള്ള ഇതൊരു CRTPയിൽ വന്നൊരു ക്വസ്റ്റൻ ആണ്. ഫൈൻ. പിന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ നമുക്കൊരു ഡിമാൻഡ് ആൻഡ് അഡ്ജുഡിക്കേഷനിൽ ഒരു ക്വസ്റ്റൻ കൂടി ചെയ്യാം. ഡിമാൻഡ് അഡ്ജുഡിക്കേഷൻ 271. ഓക്കെ, 271. ഇതൊക്കെ നമുക്ക് പിന്നെ എന്താ പറയുക, ഒരു ഡെഫിനറ്റ്ലി 4 മാർക്കിൻ്റെ ക്വസ്റ്റനൊക്കെ ആ രീതിയിലൊക്കെയാണ് അവിടുന്ന് ചോദിക്കാറ് കേട്ടോ. അപ്പോൾ 271 കേസിൽ നമ്മൾ 74 പെനാൽറ്റിയാണ് ഇത് ഡിസ്കസ് ചെയ്യുന്നത്. 74 പെനാൽറ്റി. 74 ഏത് കേസാണ്? വിത്ത് ഫ്രോഡാണ്. അപ്പോൾ നമുക്ക് GST ബൂസ്റ്റർ എടുക്കാം. അപ്പോൾ വിത്ത് ഫ്രോഡിൻ്റെ കേസിൽ 74ൻ്റെ കേസിൽ നമ്മൾ ആദ്യം ഷോ കോസ്റ്റ് നോട്ടീസ് കൊടുക്കും. പിന്നെ അതിൽ പറയുന്നുണ്ട് എവിടെയായിരുന്നു?
റിഡക്ഷൻ ഇൻ പെനാൽറ്റി. നമ്മൾ ബിഫോർ ഷോ കോസ് നോട്ടീസ് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് 15% പെനാൽറ്റി കൊടുത്താൽ മതി. ഓക്കെ, ഇനി ആഫ്റ്റർ ഷോ കോസ് നോട്ടീസ് ബട്ട് വിത്തിൻ 30 days ആണെങ്കിൽ നമ്മൾ 25% പെനാൽറ്റി കൊടുത്താൽ മതി. പക്ഷേ ആഫ്റ്റർ ദി ഓർഡർ ബട്ട് വിത്തിൻ 30 days ആണെങ്കിൽ 50% ഓഫ് പെനാൽറ്റി കൊടുത്താൽ മതി. ഇനി ആഫ്റ്റർ 30 days ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? സാധാ പെനാൽറ്റി എത്രയാണ്? പെനാൽറ്റി ഒരു 100% ഓഫ് ടാക്സ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളുടെ ഒരു പെനാൽറ്റിൻ്റെ സ്ട്രക്ചർ. ഇത് ആദ്യം മനസ്സിലാക്കുക. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ പെനാൽറ്റീൻ്റെ എങ്ങനെ കൊടുക്കുക നമ്മൾ? പെനാൽറ്റി ഇസ് വെരി സിമ്പിൾ. ഇഫ് യു പേ ബിഫോർ ഷോ കോസ് നോട്ടീസ്, വാട്ട് ഇസ് ദ പെനാൽറ്റി? 15% ഓഫ് ദി ടാക്സ്. ഇനി വിത്തിൻ 30 days ഓഫ് ഷോ കോസ് നോട്ടീസ് ആണെങ്കിൽ എത്ര പെനാൽറ്റിയാണ്? 25%. ഇനി വിത്തിൻ 30 days ഓഫ് ഓർഡർ ആണെങ്കിലോ? അപ്പോൾ നമ്മൾ 50% പെനാൽറ്റി. അതിനുശേഷം നമ്മൾ കൊടുക്കുമ്പോൾ 100%, അല്ലേ? ആഫ്റ്റർ ദാറ്റ് നമ്മൾ 100% ഓഫ് ടാക്സ് ആണ് പെനാൽറ്റി ആയിട്ട് കൊടുക്കേണ്ടത്. ഇതാണ് നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട സംഭവം. റൈറ്റ്, ഇനി നമുക്ക് എന്ത് ചെയ്യാം? ക്വസ്റ്റ്യനിലേക്ക് വരാം. അപ്പോൾ ഡിസ്കസ് ദി എമൗണ്ട് ഓഫ് ടാക്സ് and penalty to be paid in any of the following independent cases. The show cause notice are issued under 74 ആണ്. അപ്പോൾ ഡേറ്റ് ഓൺ വിച്ച് ദാറ്റ് ക്രെഡിറ്റ് ഹാസ് ടേക്കൺ റോങ്ലി 31st January. അപ്പോൾ എമൗണ്ട് ഓഫ് ITC ടേക്കൺ റോങ്ലി 200 lakhs ആണ് അവർ റോങ്ലി എടുത്ത ITC. അപ്പോൾ അഡ്ജുഡിക്കേഷൻ ഓർഡർ 26th July പാസ്സാക്കിയത്. ഒരു കാര്യം മനസ്സിലാക്കണം, ഇൻ ഓൾ ദ കേസസ് അവരെന്നാ പേ ചെയ്യുന്നത് 29 അല്ലേ? അപ്പോൾ നമുക്ക് നിങ്ങൾ ഓർഡർ പാസ്സാക്കിയത് 26th July പക്ഷെ അവർ പിന്നെ ടാക്സ് അടക്കുന്നത് എന്നാണ്? നമ്മളുടെ 20th September ആണ്. അപ്പോൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഓർഡർ പാസ്സാക്കിയതിൻ്റെ വിത്തിൻ 30 days പേയ്മെൻറ്റ് ചെയ്തിട്ടുണ്ടോ? ഇല്ല. അപ്പോൾ നമ്മൾ എത്ര വരും? 100% നമ്മൾ പെനാൽറ്റി കൊടുക്കേണ്ടി വരും. ഓക്കെ, ഇപ്പോൾ ഇവിടെ 100% ആണ് പെനാൽറ്റി കൊടുക്കേണ്ടി വരിക. രണ്ടാമത്തെ കേസിൽ അഡ്ജുഡിക്കേഷൻ ഓർഡർ പാസ്സാകുന്നത് 26th August ആണ്. അപ്പോൾ 26th August ആവുന്ന സമയത്ത് നമുക്കറിയാം 30 days എന്ന് പറയുമ്പോൾ എന്നാൽ അവസാനിക്കുക 26th September ആണ്. അത് 26/9 ആണ്. പക്ഷെ നമ്മൾ 20th/9 നമ്മൾ പേ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്കറിയാം ഓർഡർ പാസ്സാക്കിയതിൻ്റെ വിത്തിൻ 30 days കൊടുക്കാൻ നമ്മൾ 50% പെനാൽറ്റി കൊടുത്താൽ മതി, അല്ലേ? അപ്പോൾ ഈ 250 lakhൻ്റെ 50%. പിന്നെ മൂന്നാമത്തെ കേസിൽ ഷോ കോസ് നോട്ടീസ് ഹസ് ബീൻ ഇഷ്യൂഡ് ഓൺ 5th September നമ്മൾ ഷോ കോസ് നോട്ടീസ് ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. ഡിമാൻഡ് ദ എൻ്റർ എമൗണ്ട്. ഓക്കെ, ആൻഡ് പ്രപ്പോസ് ദ പെനാൽറ്റി ഈക്വൽ ടു 100%. അപ്പോൾ ഷോ കോസ് നോട്ടീസ് ഇഷ്യൂ ചെയ്തിട്ടുള്ളൂ, ഓർഡർ പാസ്സാക്കിയിട്ടില്ല. അപ്പോൾ നമ്മൾ ഷോ കോസ് നോട്ടീസ് 5th September ആണ്. 20th September എന്ന് വെച്ചാൽ ഷോ കോസ് നോട്ടീസിൻ്റെ 30 daysനുള്ളിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? പെനാൽറ്റി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഷോ കോസ് നോട്ടീസിന് 30 days കൊണ്ടാണെങ്കിൽ നമുക്ക് എത്ര കൊടുത്താൽ മതി? 25% പെനാൽറ്റി കൊടുത്താൽ മതി. ഇനി അടുത്ത കേസ് ആൾ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് മാനേജർ ഹാസ് ബീൻ റെക്കോർഡ് ഓൺ 6th September വെൻ ഹാസ് അഡ്മിറ്റഡ് ദ നോൺ റെസിപ്റ്റ്. അപ്പോൾ ഇവിടെ സ്റ്റേറ്റ്മെൻറ്റ് റെക്കോർഡാക്കിയിട്ടുള്ളൂ, ആളെ സ്റ്റേറ്റ്മെൻറ്റ് റെക്കോർഡാക്കിയിട്ടുള്ളൂ ഓൺ 6th September. ഷോ കോസ് നോട്ടീസ് വന്നിട്ടില്ല. അതിന് മുമ്പ് നമ്മൾ എന്ത് ചെയ്തു? പേയ്മെൻറ്റ് ചെയ്തു. അപ്പോൾ ഷോ കോസ് നോട്ടീസിന് മുമ്പ് പേയ്മെൻറ്റ് ചെയ്താൽ നമ്മൾ എത്ര കൊടുത്താൽ മതി? വെറും 15% പെനാൽറ്റി കൊടുത്താൽ മതി. സിമ്പിൾ അല്ലേ? ഓൾ ഓഫ് ക്ലിയർ? അപ്പോൾ ഞാൻ നിങ്ങളെ ഇന്ന് ബുദ്ധിമുട്ടിക്കുന്നില്ല. നമുക്ക് ദാറ്റ് ഈസ് എനഫ്. പിന്നെ ഇനി നമുക്ക് ബാക്കി നാളെ അടിപൊളിയായിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് നാളെ വർക്കൗട്ട് ചെയ്യാനുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഇന്ന് ചെയ്ത കാര്യങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ സെറ്റാക്കിയിട്ട് പഠിക്കണം. ഞാൻ ഇന്ന് ടച്ച് ചെയ്ത ആ ടോപ്പിക്സൊക്കെ ഇന്ന് തന്നെ പോയിട്ടൊന്ന് മറിച്ച് നോക്കുക. ഇതൊക്കെ തന്നെയാണ് നമ്മൾ പഠിച്ചത്, നമുക്കൊന്ന് സെറ്റാക്കുക. അപ്പോൾ ഐ ഹോപ്പ് നിങ്ങളുടെ അടുത്ത എക്സാംസിനുള്ള റിവിഷനിൽ ഒരു ചെറിയ രീതിയിലെങ്കിലും എനിക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ പിന്നെ നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ എത്തിക്കുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് സെക്ഷനിലൊക്കെ നിങ്ങൾക്ക് അറിയാം. ഞാനത് പോസ്റ്റ് ചെയ്യും, വീഡിയോ പോസ്റ്റ് ചെയ്യും. അപ്പോൾ അത് നിങ്ങൾ എന്ത് ചെയ്യുക? അതൊക്കെ നിങ്ങളുടെ ഫ്രണ്ട്സിനോടും പോയിട്ട് കാണാൻ പറയാം. ഓക്കെ, അപ്പോൾ നമുക്ക് നാളെ കാണാം. സെറ്റാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ബൈ മക്കളെ. അപ്പോൾ നമുക്ക് നാളെ കാണാം. നാളെ സെയിം ടൈം 7 PM മറക്കരുത്. ഓക്കെ.